വേർപാട് ജീവിതത്തിൻ മുഖ്യത്വത്തെ കുറിച്ച് നാം ചിന്തിപ്പോമാകും. വേർപാട് ജീവിതത്തിന്റെ പ്രാധാന്യം ചിന്തിക്കാം. ഇന്നേക്ക് എന്റെ പ്രസംഗത്തിനുടെ തലപ്പ് എന്നാ എന്റെ പ്രസംഗ വിഷയം വേർപാട് ജീവിതം. വേർപാട് ജീവിതം. இன்னைக்கு வேறுபாடுன்னு சொல்லும் போது சில ஹிருதயத்துக்கு பெரிய உடனே ஒரு கடினம் வருது. என்னடா வேறுபாடு இல்லையா? சொல்லு. വേർപാടെന്ന് പറയുമ്പോൾ ഹൃദയം ഉടനെ കഠിനപ്പെടുകയാണ്. ദൈവിക സുഖം, ദൈവിക രോഗശാന്തി, വേർപാട് ജീവിതം. വേർപാട് ജീവിതം എന്തെല്ലാം ചൊല്ലുമ്പോ ചിലയിടത്ത് നിങ്ങൾ കട്ടപ്പനയല്ലേ, മദ്രാസിലെ ചിലരെ മുഖമെല്ലാം മാറിവിടും. കട്ടപ്പനക്കാർക്ക് അങ്ങനെയൊന്നുമില്ല. മദ്രാസിൽ ചിലരുടെ മുഖഭാവം മാറും. മുഖം പോയിടും, ഉടനെ മുഖം മാറും. ഉടനെ அவங்க മൊബൈൽ എടുത്ത് നോണ്ട തുടങ്ങും, മൊബൈൽ എടുത്ത് കളിക്കാൻ തുടങ്ങും. അതേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആമാ വേർപാട് ജീവിതം. ഓ വേർപാട് ജീവിതം. ആമാ ദൈവിക സുഖം. ഓ ദൈവിക രോഗശാന്തി. പരിശുദ്ധ ജീവിതം. ഓ വിശുദ്ധ ജീവിതം. ജയ ജീവിതം. ജയ ജീവിതം. ഇതെല്ലാം ആർക്ക് വേണം? ഇതൊക്കെ ആർക്ക് വേണം? ഇതിനാൽ എന്നാ പ്രയോജനം? ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? പണം സമ്പാദിക്കുന്നതിനുള്ള മാർഗം ഇരുന്ന സൊല്ലുങ്ക പാസ്റ്റർ. പണം സമ്പാദിക്കാനുള്ള വല്ല വഴി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ. എപ്പടി ബിസിനസ് പണലാം, ബിസിനസ് എങ്ങനെ നന്നായി ചെയ്യാം, വ്യവസായം പണലാം, എങ്ങനെ കൃഷി ചെയ്യാം, എപ്പടി തെന്നുമരത്തിന് തേങ്ങ പിടുങ്ങലാം, തെങ്ങിൽ നിന്ന് തേങ്ങ പറിക്കുന്നത് എങ്ങനെ, വഴി ചൊല്ലിക്കൊടുക്കും. അതിന്റെ വല്ല വഴി ഉണ്ടോ? ദൈവത്തിന് മഹത്വം. വേർപാട് ജീവിതം. വേർപാട് ജീവിതം அதோட முக்கியத்துவம் என்ன? അതിന്റെ പ്രാധാന്യം. നമ്മുടെ സഭ ഈ വേർപാട് ജീവിതത്തിന് അவ்வளவு മുഖ്യത്വം കൊടുക്കണം. നമ്മുടെ സഭയിൽ എന്തിനാണ് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്? കല്യാണം പാർത്താൽ വിവാഹ സമയത്ത് വേർപാട് ജീവിതം. വെള്ള സാരി പോതും, വെള്ള സാരി മതി. പയ്യനുക്ക് அந்த വെള്ള ഷർട്ട് പോതും, വരന് വെള്ളയുടുപ്പ് മതി. അതിന്റെ നോക്കം എന്നെ, ഉദ്ദേശം എന്താണ്? ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഒവ്വൊരു നമ്മുടെ ഊഴിയത്തിലും அந்த വേർപാട് ജീവിതത്തിന് മുഖ്യത്വം കൊടുക്കണം. നമ്മുടെ ഓരോ ശുശ്രൂഷയിലും വേർപാട് ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം. ചിലർ அந்த മുഖ്യത്വത്തെ വിട്ടുവിട്ട് തങ്ങളുടെ വിരുപ്പത്തിൻപടി പോകുറാറുകൾ, അതിന്റെ അടിയും വാങ്ങുറാറുകൾ. ചിലര് അത് വിട്ടിട്ട് തങ്ങളുടെ ഇഷ്ടം പോലെ പോകുന്നു, അതിൻ്റെതായ ഭവിഷ്യത്ത് അനുഭവിക്കുന്നു. സാക്ഷി കേട്ടീങ്ക തന്നെ, ഇന്നലെ സാക്ഷ്യം കേട്ടല്ലോ. ടി വി വെക്കാതെ മനവി சொல்றாங்க. ടി വി വെക്കണ്ടെന്ന് ഭാര്യ പറഞ്ഞതാണ്. പരിശുദ്ധാവിയിലൂടെ പേസിന, പരിശുദ്ധാത്മാവിലൂടെ സംസാരിച്ചു. പരിശുദ്ധാവി മാനവിയിലൂടെ പേസിന, ഭാര്യയിൽ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. അവർ കേൾക്കവില്ല, എന്നാൽ കേട്ടില്ല. അവരുടെ വായിലേ നമ്മളത് കേട്ടു, തന്റെ സ്വന്തം വായി കൊണ്ട് നാം കേട്ടു. ഉടനെ അടി കിട്ടി. ബർത്ത്ഡേ കൊണ്ടാടക്കൂടാതെ ഒരുവനോട്ട് ഞാൻ சொன்னேன். ഞാൻ ഒരാളോട് പറഞ്ഞു, ജന്മദിനം ആഘോഷിക്കരുത്. അവർ ഹോട്ടലിൽ പോയി തന്റെ മകളെ കൊണ്ടാടിനാർക്കും. തന്റെ മകളെ വിളിച്ചുകൊണ്ട് ഹോട്ടലിൽ പോയി പാർട്ടി നടത്തി ഭയമില്ലാമ എന്നെയും കൂപ്പിട്ട, ഒരു പേടി കൂടാതെ എന്നെയും ക്ഷണിച്ചു. അങ്ങോട്ട് വേല പാത്ത് പോകാൻ ചെന്ന, പോയി പണി നോക്കാൻ ഞാൻ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. കടസിൽ എന്നാച്ച്, ഒടുവിൽ എന്തായി? ആരോഗ്യமான സഹോദരി, നല്ല ആരോഗ്യമുള്ള സഹോദരി ഹോട്ടലിൽ വലിയ 5 സ്റ്റാർ ഹോട്ടൽ, ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ കാശുണ്ട്, ഒരുപാട് പണമുണ്ട്. പണമുണ്ട്. പെരുമയ്ക്കാതെ, പൊങ്ങച്ചത്തിന് വേണ്ടി ചിലരെ കൂപ്പിട്ട് എല്ലാരെയും വിളിച്ച് കേക്കെല്ലാം വെച്ച്, കേക്ക് വെച്ച് 6ാം പിറന്നാൾ, 6ാമത്തെ 6 മെഴുകുതിരി ഒത്തു, 6 മെഴുകുതിരി അവള് ഊതണം, എല്ലാം ഇങ്ങനെ ഊതിക്കെടുത്തി. ആണ്ടവരും ഊതി വെച്ച്, കർത്താവും ഊതിക്കെടുത്തി. നല്ല ആരോഗ്യமான സഹോദരി അന്റേലിരുന്ന് വ്യാധി പിടിച്ച് ഇന്നേക്ക് 35 വയസ്സാച്ച് ഇന്നും വ്യാധിക്കാരിത. ആരോഗ്യമുള്ള ആ സഹോദരി രോഗിയായി 35 വയസ്സായി ഇന്നും രോഗി തന്നെ, ഇന്നും രോഗി, ഇന്ന് വരെ രോഗിയാണ്. കാരണം എന്താണ്? അവള് അപ്പൊ ആണ്ട് നീ എന്നെ ചെയ്യുകയോ അതേ ഉനക്ക് കിടക്കും. നീ ചെയ്യുന്നതൊക്കെ നിനക്ക് കിട്ടും. വേണ്ടെന്ന് சொன்னா വേണ്ട, ജന്മദിനാഘോഷം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. കേക്ക് സാപ്പിട വേണ്ടെന്ന് അർത്ഥമല്ലേ, കേക്ക് തിന്നണ്ടെന്ന് പറയുന്നില്ല. ക്രിസ്മസ് നമ്മൾ കേക്ക് സാധാരണ വാങ്ങുறതില്ല. നമ്മൾ സാധാരണ ക്രിസ്മസിന്റെ അന്ന് കേക്ക് വാങ്ങാറില്ല. വേണ്ടെന്ന് വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. 24ാം തീയതി വയറ് നിറച്ച് സാപ്പിട്. തലേന്ന് വയറ് നിറച്ച് തിന്നോ. ഞാൻ சொல்ல മദ്രാസിലെ വാങ്ങുമ്പോൾ ദയവുസതി എംടിയെ മറക്കാതെ എനിക്കും കൊണ്ട്, ഇനി എന്നെ മറക്കാതെ എനിക്കും തരാൻ ഞാൻ മദ്രാസിൽ. കേക്കിലൊന്നും പാപമില്ല, കേക്കിൽ പാപമില്ല. ഏൻ ബർത്ത്ഡേ കൊണ്ടാടുകതില്ല? എന്തുകൊണ്ടാണ് ജന്മദിനം ആഘോഷിക്കാത്തത്? ക്രിസ്മസ് നമ്മൾ 25ാം തീയതി കൊണ്ടാടുക, ഡിസംബർ 25-ന് ക്രിസ്മസ് ആഘോഷിക്കാത്തത്? ഇതേപോലുള്ള വിശേഷமான നാൾക്കൾ കൊണ്ടാകുന്നതില്ല. ഇങ്ങനെയുള്ളതായ പ്രത്യേക ദിവസങ്ങൾ നമ്മൾ ആഘോഷിക്കാറില്ല. ഏൻ നാം വേർപെട്ട് ജീവിക്കണം? എന്തുകൊണ്ടാണ് വേർപെട്ട് ജീവിക്കുന്നത്? അതിന്റെ പ്രാധാന്യം എന്ത്? ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. മുതലാമത് അത് ദൈവീയ പ്രമാണം.
ഒന്നാമത് ഇത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇങ്ങ കൊലോസിയർ 2:16 വാസിക്കുമ്പോൾ കൊലോസ്യർ 2:16 16 ഇருந்து 20 വരെ വാസിക്കുമ്പോൾ തുടർന്ന് 20 വരെ இப்படிப்பட்டதான நாட்களையும் பண்டிகை நாட்களையும் வருட பிறப்பையும் நீங்கள் കൊണ്ടാടக்கூடாது എന്ന് നാം വാസിക്കും. ഉത്സവങ്ങൾ, ശബ്ബത്ത്, വാവ്, പെരുന്നാൾ ഇതൊന്നും ആചരിക്കരുത്. അപ്പോ മുതലാമത് അത് ദേവനുடைய പ്രമാണം. ഒന്നാമതായിട്ട് അത് ദൈവത്തിന്റെ പ്രമാണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. அந்த പ്രമാണத்துக்கு നാം കീഴ്പടിയ வேண்டும். ഈ പ്രമാണം അനുസരിക്കണം. ഒന്ന് പഠിച്ചു പാരുങ്ക, വായിക്കുക. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ച് പെരുന്നാൾ, പണ്ടികകൾ, മാതപ്പിറപ്പ് കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും முதலாவது உனக்கு விளங்குதா, ஜனங்களுக்கும் விளங்குதா? நல்லா விளங்கி வாசிக்க பழகணும். சரி, தமிழ்ல வாசிங்க. ஆகையால் போஜனத்தையும் தானத்தையும் குறித்தாவது பண்டிகை நாளையும் மாத பிறப்பையும் നിങ്ങൾ വീടുകളിൽ പോയി വാസിங்க. 20-ാം വചനം പഠിங்க. 20-ാം വാക്യം. 20-ാം വചനം. நீங்கள் கிறிஸ்துவோடு கூட உலகத்தின் வழிபாடுகளுக்கு വഴിപാടുകൾക്ക് മരിച്ചതുണ്ടാനാൽ இன்னும் உலக വഴക്കത്തിൻപടി பிழைக்கிறவர்கள் ജീവിക്കലാകാതെ. നിങ്ങൾ ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് മരിച്ചവരാണെങ്കിൽ ഇനിയും ആ ആചാരങ്ങൾക്ക് തവണ്ണം ജീവിക്കരുത്. നാം ജ്ഞാനസ്നാനം എടുത്ത ദേവജനം, നാം സ്നാനപ്പെട്ട ദൈവജനമാണല്ലോ. കൊലോസിയർ 2:13 ജ്ഞാനസ്നാന സത്യത്തെ കുറിച്ച് പേസുകിற പകുതി. കൊലോസ്യർ 2:13 മുതൽ ജലസ്നാന സത്യത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 16-ാം വചനത്തിന് കീഴെ ഉള്ളത് ജ്ഞാനസ്നാനം എടുത്തവർ എപ്പടി ജീവിക്ക വേണ്ട. 16-ാം വാക്യം മുതൽ താഴോട്ടുള്ളത് സ്നാനപ്പെട്ടവർ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. ഇതേ കാര്യത്തെ റോമർ 6-ാം മുതൽ 11 വചനത്തിലും, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 11 വരെയും 11-ാം വചനം വരയ്ക്കും ജ്ഞാനസ്നാന ഉപദേശങ്ങൾ, സ്നാനത്തിന്റെ ഉപദേശമാണത്. ഇനി 12-ാം വചനത്തിൽ നിന്ന് 24-ാം വചനം വരയ്ക്കും ജ്ഞാനസ്നാനം എടുത്തവർ എപ്പടി ജീവിക്ക വേണ്ട. 12 മുതൽ 24 വരെയുള്ളതായ വചനങ്ങളിൽ സ്നാനപ്പെട്ടവരുടെ ജീവിത രീതിയാണ്. ഇത് ദേവനുടെ പ്രമാണം. ഇതാ ദൈവം നൽകിയ പ്രമാണങ്ങൾ. ജ്ഞാനസ്നാനം എടുത്തവർ, സ്നാനപ്പെട്ടവർ, റോമർ 6-ാം വചനത്തെ പഠിക്കുമ്പോൾ, റോമർ 6:6 നാം ഇനി പാപத்துக்கு ஊழியம் செய்யாதபடிக்கு பாப சரீரம் ஒழிந்து போகும் பொருட்டு நமது பழைய மனுஷன் அவரோடு கூட சிலுவையில் அறைந்தார் என்று അറിഞ്ഞിരിக்கிறோം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പോൾ ജ്ഞാനസ്നാനം എടുത്തവർ ഇന്നും പാപം ചെയ്യக்கூடாது. ആകയാൽ സ്നാനപ്പെട്ടവർ ഇനി പാപം ചെയ്യരുത്. 6-ാം അധ്യായം 2-ാം വചനം പഠിച്ചു പാരുങ്ക. 6:2 വായിക്കുക. 1 പേതുരു 4-ാം അധ്യായം 23-ാം വചനം പഠിച്ചു പാരുങ്ക. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4:23 നാം പാപத்துக்கு മരിച്ചവர்கள், നാം പാപസംബന്ധമായി മരിച്ചവർ. ദൈവത്തിന് മഹത്വം. ജ്ഞാനസ്നാനം എന്നത് പാപத்துக்கு മരിച്ചവർ. ജലസ്നാനം പാപത്തിന് മരിക്കുന്ന അനുഭവം. ന്യായപ്രമാണத்துக்கு മരിக்கிறோம், ന്യായപ്രമാണത്തിന് മരിക്കുന്നു. ഉലക വഴിപാടുകൾക്ക് മരിക്കുന്നു, ലോകത്തിന്റെ ആചാരങ്ങൾക്ക് മരിക്കുന്നു. ജ്ഞാനസ്നാനം. ഇതാണ് ജലസ്നാനം. அப்படி ജ്ഞാനസ്നാനം എടുത്തവർ ഇങ്ങനെ സ്നാനപ്പെട്ടവർ വേർപെട്ട് ജീവിക്കണം. വേർപെട്ട് ജീവിക്കണം. എന്റെ വിഷയം, നമ്മുടെ വിഷയം വേർപാട് ജീവിതത്തിനുടെ മുഖ്യത്വം, വേർപാട് ജീവിതത്തിന്റെ പ്രാധാന്യം. ஏன் நாம் இந்த வேறுபட்டு ജീവിക്കണം? നാം എന്തിനു വേണ്ടി വേർപെട്ട് ജീവിക്കണം? ആധാരமாக അതിന് തെളിവായി യാത്രാഗമം 19-ാം അധ്യായം 4, 5, 6 3 വചനങ്ങളെ വാസിക്കും. പുറപ്പാട് പുസ്തകം 19-ന്റെ 4, 5, 6 വാക്യങ്ങൾ എല്ലാവരും ഒന്ന് എഴുതി എടുത്തുകൊള്ളുക. എല്ലാവരും ഇത് കുറിച്ചെടുക്കുക. இந்த സത്യത്തെ പഠിയുங்கள். ഈ സത്യങ്ങൾ പഠിക്കുക. ഈ സത്യത്തെ നിങ്ങൾ സുവിശേഷமாக മറ്റുള്ള ജനങ്ങൾക്ക് ചൊല്ലിക്കൊടുങ്ക. ഇത് സുവിശേഷമായി നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നാം സുവിശേഷ ഊഴിയം ചെയ്യ வேண்டும். നാം സുവിശേഷ ശുശ്രൂഷ ചെയ്യണം. എല്ലാ വിശ്വാസികളും സുവിശേഷ ഊഴിയം ചെയ്യ வேண்டும். സുവിശേഷ വേല ചെയ്യണം. അതിന്റെ അർത്ഥം നീള കൈപ്പോട്ട് ഞങ്ങളെ പോലെ വിശ്വാസ വീട്ടിക്ക് വരണമെന്റെ അർത്ഥമല്ല. നീളക്കൈയിട്ടുണ്ട് ഞങ്ങളെ പോലെ ഫെയ്ത്തോമിൽ വരണമെന്ന അർത്ഥമില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. മൽക്കിയ 2-ാം അധ്യായം 7-ാം വചനത്തെ വാസിക്കുമ്പോൾ, മലാഖി 2:7 അങ്ങ് എന്നെ വാസിക്കുന്നു. അവിടെ എന്ത് വായിക്കുന്നു? ആസാര്യകൾ തങ്ങളുടെ ഉദടുകളെ കാക്ക வேண்டும். അവിടെ പുരോഹിതന്മാർ തങ്ങളുടെ അതനങ്ങളെ സൂക്ഷിക്കണം. അവനുടെ വായിലിരുന്ന് ദേവനുடைய വാർത്തകളെ അവരുടെ വായിൽ
ദേവനുடைய വാർത്തകളെ തേടുവാർ. പുരോഹിതന്റെ അധരങ്ങൾ ഉപദേശം സൂക്ഷിക്കേണ്ടതാണ്, അത് അവിടെ അവർ അന്വേഷിക്കും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അക്കപ്പക്കത്തിലുള്ള ജനങ്ങൾ, അയൽക്കാർ അവർ சொல்லுவாங்க, எனக்கு ரொம்ப കഷ്ടം, എനിക്ക് വലിയ പ്രയാസമാണ്, എന്റെ പുരുഷൻ കുടിക്கிறான், ഭർത്താവ് മദ്യപാനിയാണ്, വീട്ടിൽ സമാധാനമില്ല, വീട്ടിൽ സമാധാനമില്ല, തർക്കൊല ചെയ്യലാം എന്ന് ഇരിക്കുക, ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു ദേവനുടെ പിള്ളേ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യനാണ്. இந்த சூழ்நிலைக்கு எனக்கு ஒரு ஆலோசனை சொல்லி கொடு. ഈ സാഹചര്യത്തിൽ എനിക്ക് ഒരു ആലോചന പറഞ്ഞു തരണം. நீங்க ஆலோசனை சொல்லி கொடுக்கணும். നിങ്ങൾ ആലോചന പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആചാര്യர்கள் തങ്ങളുടെ ഉദടുകളെ കാക്ക வேண்டும். പുരോഹിതന്മാരുടെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കണം. അവനുடைய വായിൽ ദേവനുடைய വാർത്തകളെ തേടുവാர்களே, അവന്റെ അധരങ്ങളിൽ ഈ ഉപദേശത്തെ തേടുമല്ലോ. കൗൺസിലിംഗ് തേടും, ആലോചനകൾ തേടും. അപ്പൊ നീ എന്നെ ചൊല്ലും, നീ എന്ത് പറയും? നമ്മ എങ്കിട്ട വர்றீங்க, നാനേ പ്രശ്നയിൽ കിടക്കണം, എനിക്ക് തന്നെ ആകപ്പാട് പ്രശ്നങ്ങളാണ്, ഞാൻ എന്നെ ചെയ്യലാമെന്ന് നിന്നിച്ച് ഞാനേ ഇരുക്ക എങ്കിട്ട വരിക. ഇവിടെ ഞാൻ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുമ്പോൾ നിങ്ങളും കൂടി വരികയാണോ? അതല്ല, അങ്ങനെ ആകരുത്. அதனால സത്യത്തെ പഠിച്ച് അത് മറ്റുള്ളവർക്ക് സുവിശേഷமாக சொல்ல பழகணும். ആകയാൽ സത്യം പഠിച്ച് മറ്റുള്ളവരോട് സുവിശേഷമായി പറയുവാൻ ശീലിക്കണം. அப்படி நீ സുവിശേഷமாக சொல்லும்போது, ഇങ്ങനെ സുവിശേഷം പറഞ്ഞാൽ அந்த സുവിശേഷത്തിനാൽ നീ ആശീർവദിക്കപ്പെടുവാൻ, ആ സുവിശേഷത്താൽ നീ അനുഗ്രഹിക്കപ്പെടും. എങ്ക ഇருக்கு വസനം? അതിന് വാക്യം എവിടെ? இதுதான் முதலாம் சங்கீதம் 2-3 வசனங்கள். ഒന്നാം സങ്കീർത്തനം 2-3 വാക്യം. ന്യായപ്രമാണത്തെ ഇരവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവരുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ എപ്പടി ഇരുപ്പാൻ? അവൻ എങ്ങനെ ഇരിക്കും? അവൻ നീർക്കാലുകളിன் ஓரமாக நடப்பட்டு தன் காலத்தில் கனியை கொடுத்து இலவாடாமல் இருக்கும் விருட்சத்தை போல் இருப்பாൻ. അവൻ ചെയ്വതെല്ലാം വായിക്കും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ ദേവനുടെ വചനത്തെ ധ്യാനിച്ച് വെളിപ്പെടുത്തലെ പെറ്റ് അന്ത വെളിപ്പെടുത്തൽ സുവിശേഷமாக ദേവജനങ്ങൾക്ക് മറ്റുള്ള ജനങ്ങൾക്ക് சொல்ல வேண்டும். നീ ദൈവവചനത്തെ വായിച്ച് ധ്യാനിച്ച് വെളിപ്പാട് പ്രാപിച്ച് ആ വെളിപ്പാടുകൾ സുവിശേഷമായി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. ഇന്ന് അനേകർ அந்த ஊழியம் செய்கிறார்கள். ഇന്ന് അനേകർ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ആശീർവദിക്കപ്പെടുகிறார்கள். അതുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെടുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ശരി, നമ്മുടെ വിഷയത്തിലേക്ക് വരും. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോ യാത്രാഗമം 19-ാം അധികാരം 4-6 വരെ പഠിയുക. പുറപ്പാട് 19-4 വരെ. വേർപാട് ജീവിതത്തിലൂടെ മുഖ്യത്വം. നമ്മുടെ ചിന്താവിഷയം വേർപാട് ജീവിതത്തിന്റെ പ്രാധാന്യം. അപ്പടിയെ നിങ്ങൾ എഴുതുക, അങ്ങനെ തന്നെ എഴുതുക. വേർപാട് ജീവിതത്തിലൂടെ മുഖ്യത്വം, വേർപാട് ജീവിതത്തിന്റെ പ്രാധാന്യം. நான் எகிப்திற்கு செய்ததையும் நான் உங்களை கழுகுகளுடைய செட்டைகளின் மேல் சுமந்து. ആദ്യം മലയാളം പഠിക്കുമോ? ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കൾക്ക് ചൊല്ലിത്തരാം. വസനം എഴുതിയച്ച യാത്രാഗമം 19-4-5 വരെ. പുറപ്പാട് 19-4-5. 4-ാം വസനത്തിൽ എന്നെ വാസിக்கிறோம். 4-ാം വാക്യത്തിൽ കഴുകത്തിന്റെ ചട്ടുകളിൽ അതിനുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് പോലെ ഞാൻ ഉങ്ങളെ എഗിപ്ത് ദേശത്തിലിരുന്ന് വേർപിരിച്ചേൻ. കഴുകൻ ചിറക് വിരിച്ച് കുഞ്ഞിനെ വഹിച്ച് കൊണ്ടുവരുന്നത് പോലെ ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു. ഉങ്ങളെ ഞാൻ വേർപിരിച്ചേൻ, ഞാൻ നിങ്ങളെ വേർപെടുത്തി കൊണ്ടുവന്നു. എഴുത്തിൻപടിയുള്ള ഇസ്രായേൽ മക്കൾക്കുള്ള ഉപദേശം ഇത് അക്ഷരീകമായിട്ടുള്ള ഇസ്രായേൽ മക്കൾക്ക് നൽകിയ പ്രമാണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അത് ആവിക്കുറിയ ഇസ്രായേൽ മക്കളായ എനിക്കും ഉങ്ങൾക്കുമുള്ള ഉപദേശങ്ങൾ, ആത്മീക ഇസ്രായേലായ നമുക്കുള്ള ഉപദേശമാണിത്. അപ്പോ എഗിപ്ത് ദേശത്തിലിരുന്ന് ഉങ്ങളെ ഞാൻ വേർപിരിച്ചേൻ, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് വേർപെടുത്തി. എതിർക്കാക എന്തിനു വേണ്ടി ഞാൻ വേർപെടുത്തിനെ? ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? 5-ാം വസനത്തിൽ വാസിக்கிறோம். 5-ാം വാക്യത്തിൽ നിങ്ങൾ എനിക്ക് സമ്പത്താക മാറ വേണം. നിങ്ങൾ എനിക്കൊരു പ്രത്യേക സമ്പത്താകണം. നിങ്ങൾ സമ്പത്താകണം. നിങ്ങൾ എന്റെ സമ്പത്താകണം. നിങ്ങളെ എന്നുடைய സമ്പത്ത്. നിങ്ങളാണ് എന്റെ സമ്പത്ത്. ദേവനുക്ക് മഹിമ. അതൊക്കെ തന്നെ നിങ്ങളെ ഞാൻ വേർപെടുത്തിനെ. അതിനുവേണ്ടിയാണ് നിങ്ങളെ വേർതിരിച്ചത്. ദേവനുക്ക് ഒരു സമ്പത്താകുമ്പടി നാം ദൈവത്തിനൊരു പ്രത്യേക സമ്പത്താകേണ്ടതിന് നാം വേർപെട്ട് ജീവിക്കണം. നാം ഒരു വേർപെട്ട ജീവിതം നയിക്കണം. മുഖ്യത്വം പറ്റീங்களா? അതിന്റെ പ്രാധാന്യം നോക്കുക. രണ്ടാമത് 6-ാം വസനത്തിൽ വാസിக்கிறோம். 6-ാം വാക്യത്തിൽ നിങ്ങൾ ആസാരിയ രാജ്യமாக മാറ്റപ്പെട வேண்டும். രാജകീയ പുരോഹിത വർഗമായി തീരണം. ആസാരിയ രാജ്യം, ഒരു പുരോഹിത രാജ്യത്വം. ഇനി മൂന്നാമത് മൂന്നാമത് നിങ്ങൾ
പരിശുദ്ധ ജാതിയാക മാറ നിങ്ങൾ வேண்டும். ഒരു വിശുദ്ധ ജാതിയാകണം. പരിശുദ്ധ ജാതി. ഒരു വിശുദ്ധ ജാതി. അന്ത വസനത്തിൽ 3 കാര്യങ്ങളെ കുറിച്ച് വാസിക്കണം. അവിടെ 3 കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇത് എതുക്കാക? ഇതെന്തിനാ? വേർപാട് ജീവിതത്തിന്റെ മുഖ്യത്വം, വേർപാട് ജീവിതത്തിന്റെ പ്രാധാന്യം, ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഒന്ന്, നിങ്ങൾ എനിക്ക് സമ്പത്താക മാറ வேண்டும். ഒന്നാമത് നിങ്ങൾ എന്റെ സമ്പത്തായി തീരണം. രണ്ടാമത് ആസാരിയ രാജ്യമാക മാറ வேண்டும். രണ്ടാമതായി ഒരു പുരോഹിത രാജ്യത്വമാകണം. മൂന്നാമത് പരിശുദ്ധ ജാതി, ഒരു വിശുദ്ധ ജനമാകണം. ഇനി നാലാമത് ലേവ്യരാഗമം 20-ാം അധികാരം 26-ാം വസനത്തെ വാസിക്കുമ്പോൾ, ലേവ്യർ 20:26 24 എന്നെ വാസിക്കണം. അവിടെ എന്ത് വായിക്കുന്നു? വായിക്കാം. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എന്നുடைய പരിശുദ്ധവാൻകൾ. യഹോവയെ ഞാൻ വിശുദ്ധനാകൊണ്ട് കർത്താവാകിയ ഞാനേ പരിശുദ്ധർ. നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്ക് ഉള്ളവരായിരിക്കേണ്ടതിന് നിങ്ങൾ എന്നുടയവர்களாய் இருக்கும்படி, നിങ്ങൾ എന്നുടയവர்களாய் இருக்கும்படி ഞാൻ നിങ്ങളെ വേർപിരിത്തேன். നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ വേർപിരിച്ചു. അപ്പൊ എതുക്കാക വേർപെട്ട് ജീവിക്കണം? എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? നാം ദേവനുടയവர்களாக മാറ്റപ്പെടണം. നാം ദൈവത്തിനുള്ളവരാകേണ്ടതിന്. ദേവനുടയവர்களாய் ഇരിക്കാൻ சொன்னால் അർത്ഥം എന്നെ? ദൈവത്തിൻ്റെതാകുക എന്നാൽ ഇത് ബിലയാം ചൊല്ലുമ്പോൾ, ഇത് ബിലയാം പറയുമ്പോൾ, എണ്ണാഗമം 23-ാം അധികാരം 9-ാം വസനത്തിൻപടി, സംഖ്യാപുസ്തകം 23:9, എണ്ണാഗമം 23:9, ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് എഴുതിയെടുത്ത് വീടുകളിൽ പോയി മറുപടിയും വസനങ്ങളെ പഠിയുങ്ങൾ. സംഖ്യ 23:9 നിങ്ങൾ കുറിച്ചെടുക്കുക, വീട്ടിൽ ചെന്ന് ആവർത്തിച്ച് വായിക്കുക. ഉപദേശത്തെ കേൾക്കുമ്പോൾ ദയവ് ചെയ്ത് ഹൃദയത്തെ കഠിനപ്പെടുത്താതെ, ഉപദേശം കേൾക്കുമ്പോൾ ദയവായി ഹൃദയം കഠിനമാക്കരുത്. മറുപടിയും ഉന്റെ മനം പോലെ ജീവിക്കാതെ, നിനക്ക് തോന്നിയതുപോലെ ജീവിക്കരുത്. വസനத்துக்கு കീഴ്പ്പെടിഞ്ഞ് ജീവിത്തെ ഉലകാശീർവാദങ്ങൾ പരലോക ആശീർവാദങ്ങൾ പെറ്റ് നാം ജീവിപ്പോ. വചനപ്രകാരം ജീവിച്ചാൽ ലോകത്തിലുള്ള അനുഗ്രഹങ്ങളും സ്വർഗീയമായ അനുഗ്രഹങ്ങളും പ്രാപിക്കാം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പോ ലേവ്യരാഗമം 20-ാം അധികാരം 26-ാം വസനത്തിൽ, ലേവ്യർ 20:26 എന്നുടയവர்களாய் இருக்கும்படி ഞാൻ നിങ്ങളെ വേർപിരിത്തേ. നിങ്ങൾ എനിക്കുള്ളവരാകേണ്ടതിന് ഞാൻ നിങ്ങളെ വേർതിരിച്ചു. ഇത് ബിലയാം ചൊല്ലുമ്പോൾ, ബിലയാം പറയുമ്പോൾ, എണ്ണാഗമം 23-ാം അധികാരം 9-ാം വസനത്തിൻപടി, സംഖ്യ 23:9 അങ്ങ് നാം എന്നെ വാസിക്കണം. അവിടെ എന്ത് വായിക്കുന്നു? അവൻ മലയുടെ ഉച്ചിയിലിരുന്ന് ഇസ്രായേൽ മക്കളെ നോക്കി പാർക്കില്ല. ഇതാ ഗിരിയുടെ അഗ്രത്തിൽ നിന്ന് അവൻ നോക്കുന്നു. അപ്പൊ അവർ എന്നെ சொல்லுகிறார், എന്താണ് പറയുന്നത്? അവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവതുമില്ല. അവർ ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നതുമില്ല. 9-ാം വസനം പഠിക്കുക. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. കൂട്ടത്തിൽ എണ്ണപ്പെടുവതില്ല. തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ നാം എണ്ണപ്പെടലാകാതെ, നാം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടരുത്. ജാതികളെ പോലെ രക്ഷിക്കപ്പെടാത്തവനെ പോലെ സ്വന്തക്കാരൻ രക്ഷിക്കപ്പെടാത്തവനായി ഇരിക്കലാം. ചാർച്ചക്കാർ രക്ഷിക്കപ്പെടാത്തവരായിരിക്കാം. അക്കപ്പക്കത്തിലെ വീട്ടുകാരൻ രക്ഷിക്കപ്പെടാത്തവനായി, നിങ്ങളുടെ അയൽക്കാർ രക്ഷിക്കപ്പെടാത്തവരായിരിക്കാം. അവൻ ചെയ്യുന്നത് പോലെ നീ ചെയ്യലാകാതെ, അവർ ചെയ്യുന്നത് പോലെ നീ ചെയ്യരുത്. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടലാകാതെ, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടരുത്. തനിച്ചു പാർക്ക വേണ്ടോ? നിങ്ങൾ തനിച്ച് ജീവിക്കണം. ദൈവത്തിന് മഹത്വം. 4 വിഷയത്തുക്കാക നാം വേർപെട്ട് ജീവിക്ക വേണ്ടും. 4 കാര്യങ്ങൾക്കായി നാം വേർപെട്ട് ജീവിക്കണം. ഒന്ന്, അവരുടെ സമ്പത്താക നാം മാറ വേണ്ടും, തന്റെ പ്രത്യേക സമ്പത്താകേണ്ടതിന്. രണ്ടാമതായി ആസാരിയ രാജ്യമാക മാറ വേണ്ടും, രാജകീയ പുരോഹിത കൂട്ടമാകേണ്ടതിന്. മൂന്നാമത് പരിശുദ്ധ ജാതി, മൂന്നാമതായ ഒരു വിശുദ്ധ ജനമാകേണ്ടതിന്. നാലാമത് നാം ദേവനുടയവர்களாக സ്വന്ത ജനങ്ങളാക മാറ്റപ്പെടണം. നാലാമത് ദൈവത്തിന്റെ സ്വന്തം ജനമാകേണ്ടതിന്. ഈ 4 വിഷയം, ഈ 4 കാര്യം പരിശുദ്ധ പേതുരുവും ചൊല്ലുகிறாർ. വിശുദ്ധ പത്രോസും പറയുന്നുണ്ട്. പഴയ ഏർപ്പാട്ടിലെ ഒരു പകുതി താൻ വാസിത്തു. പഴയ നിയമത്തിലെ ഒരു ഭാഗമാണ് ആദ്യം വായിച്ചത്. എഴുത്തിൻപടി ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കപ്പെട്ടതാണ് ഒരു പ്രമാണം. ഇത് അക്ഷരിക ഇസ്രായേലിന് നൽകപ്പെട്ട പ്രമാണമാണ്. ദൈവത്തിന് മഹത്വം. അല്ല, പുതിയ ഏർപ്പാട്ട് സഭയ്ക്ക്, എന്നാൽ പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധ പേതുരു മൂലமாக ചൊല്ലുമ്പോൾ, വിശുദ്ധ പത്രോസിലൂടെ പറയുമ്പോൾ, 1 പേതുരു 2-ാം അധികാരം 9-ാം വസനത്തെ നാം വാസിക്കുമ്പോൾ, 1 പത്രോസ് 2:9, 1 പേതുരു 2-ാം അധികാരം 9-ാം വസനം, 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം
തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഈ 4 കാര്യത്തെ പേതുരു சொன்னார். പത്രോസും ഈ 4 കാര്യം പറഞ്ഞു. ദൈവത്തിന് മഹത്വം. നിങ്ങൾ അழைക്കപ്പെട്ടവர்கள், നിങ്ങൾ വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, നിങ്ങൾ ദേവനുടെ സമ്പത്ത്, നിങ്ങൾ കർത്താവിന്റെ പ്രത്യേക സമ്പത്ത്, പരിശുദ്ധ ജാതി, ഒരു വിശുദ്ധ വംശം, മൂന്നാമത് പരിശുദ്ധ ആസാര്യ കൂട്ടം, രാജകീയ പുരോഹിത വർഗം, നാലാമത് സ്വന്തം ജനം, നാലാമതായി സ്വന്തം ജനം. ഇതൊക്കെ താൻ ദേവൻ നമ്മെ വേർപിരിത്ത. ഈ ഉദ്ദേശത്തോടെയാണ് ദൈവം നമ്മെ വേർതിരിച്ചത്. ഇസ്രായേൽ മക്കൾ എന്ന് ചൊല്ലുമ്പോൾ, ഇസ്രായേൽ ജനം എന്ന് പറയുമ്പോൾ നാം കേട്ടതുപോലെ എഴുത്തിൻപടി ഇസ്രായേൽ മക്കൾ ഉണ്ട്. അക്ഷരാർത്ഥത്തിലുള്ള ഇസ്രായേൽ ജനമുണ്ട്, ആവിക്കൂറിയ ഇസ്രായേൽ മക്കൾ, ആത്മിക ഇസ്രായേലുമുണ്ട്. ഒരു വസനത്തെ നാം എടുക്കുമ്പോൾ വചനം എടുത്താൽ അന്ത വസനം 3 പേരെ ചൂണ്ടിക്കാട്ടുക. അത് 3 പേരെ ചൂണ്ടിക്കാണിക്കുന്നു. 3 പേർക്കുള്ള വസനം താൻ ഒരു വസനം, ഒരു വചനം 3 പേർക്കുള്ളതാണ്. ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവെ എന്ന വസനത്തിലൂടെ നാം പാർക്കുന്നു. ഒന്നാമത് കർത്താവായ യേശുവിനെ നമുക്ക് അതിൽ കാണാം. യേശു ക്രിസ്തുവെ വെളിപ്പെടുത്തുക വസനം, യേശുവിനെ വെളിപ്പെടുത്തുന്ന വചനം. രണ്ടാമത് എഴുത്തിൻപടിയുള്ള ഇസ്രായേൽ മക്കളെ വെളിപ്പെടുത്തുക വസനം, അക്ഷരിക ഇസ്രായേലിനെ വെളിപ്പെടുത്തുന്നത്. മൂന്നാമത് ആവിക്കൂറിയ ഇസ്രായേൽ മക്കളെ വെളിപ്പെടുത്തുക വസനം, ആത്മീക ഇസ്രായേലിനെയും വെളിപ്പെടുത്തുന്നു. നിങ്ങൾ പഴയ ഏർപ്പാട്ടിൽ ഒരു പകുതിയെ പഠിച്ച് പഴയ നിയമത്തിലെ ഒരു ഭാഗം വായിച്ച് ഇസ്രായേൽ മക്കൾക്കുള്ള കാര്യം തന്നെ എനക്കന്ന, അത് ഇസ്രായേലിനുള്ളതല്ലേ, എനിക്കെന്താ കാര്യം? അപ്പടിയില്ല, അങ്ങനെയല്ല. അത് എഴുത്തിൻപടിയുള്ള ഇസ്രായേൽ മക്കൾക്കുള്ള കരുത്ത്, അത് അക്ഷരീക ഇസ്രായേലിനുള്ളതാണ്. എഴുത്തിൻപടിയുള്ള ആശീർവാദം, അത് അക്ഷരീക അനുഗ്രഹം. ഉദാഹരണം ഇപ്പൊ വൃത്തഛേദനം എന്ന് പഠിക്കണം. പരിച്ഛേദന എന്ന് വായിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് ഒരു വൃത്തഛേദനമുണ്ട്. ഇസ്രായേൽ ജനത്തിന് ഒരു പരിച്ഛേദനയുണ്ട്. ദൈവത്തിന് മഹത്വം. അന്ത വൃത്തഛേദന, ആ പരിച്ഛേദന ആവിക്കുറിയ വിധത്തിൽ ആത്മീകമായി പരിശുദ്ധ പൗൽ ചൊല്ലുമ്പോൾ, പറയുമ്പോൾ റോമർ 2-ാം അധികാരം കടേസി വസനത്തിൽ, റോമർ 2-ന്റെ ഒടുവിൽ അവർ എന്നെ ചൊല്ലുகிறாർ, എന്താണ് പറയുന്നത്? ശരീരത്തിൻപടിയുള്ള വൃത്തഛേദനമല്ല, പുറമേയുള്ള പരിച്ഛേദനയല്ല, ഹൃദയത്തിലുള്ള വൃത്തഛേദന, ഹൃദയത്തിലുള്ള പരിച്ഛേദന. അതുവേ മനംതിരുമ്പുതൽ, അത് മാനസാന്തരം. ദേവനുക്ക് മഹിമേ. പഴയ ഏർപ്പാട്ടിൽ ശരീരത്തിൻപടിയുള്ള ഒരു വൃത്തഛേദന, പഴയ നിയമത്തിൽ ശാരീരികമായിട്ടുള്ള പുറമേയുള്ള പരിച്ഛേദന, അവർക്ക് അത് പ്രമാണം, അവരുടെ പ്രമാണം അതാണ്. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. ആവിക്കുറിയ മക്കളാകിയ നമുക്ക്, ആത്മിക ഇസ്രായേലായ നമുക്കോ ഹൃദയത്തിലെ വൃത്തഛേദന, ഹൃദയത്തിലുള്ള പരിച്ഛേദന, അതായത് മനംതിരുമ്പുതൽ, അതായത് മാനസാന്തരം. ഒവ്വൊരു പകുതിയും നാം പറക്കില്ലോ. എങ്ങനെ ഓരോ ഭാഗവും മനസ്സിലാക്കാം. ഇപ്പൊ ആശീർപ്പ് കൂടാരത്തിൽ, സമാഗമന കൂടാരത്തിൽ വെങ്കല തൊട്ടിയെ പാർക്കും, താമ്ര തൊട്ടി കാണാം. അങ്ങ് ആസാര്യൻ തന്റെ കൈകളെയും കാലുകളെയും കഴുകുക, പുരോഹിതൻ അതിൽ നിന്ന് കൈകാലുകൾ കഴുകും. എഴുത്തിൻപടി അവൻ കൈയും കാലും കഴുക വേണ്ടും, അക്ഷരികമായി അവൻ കൈകാൽ കഴുകണം. അതുക്കപ്പുറം ബലിപീഠത്തിൽ വന്ന് ബലിയെ സെലുത്ത, പിന്നീട് യാഗപീഠത്തിൽ വന്ന് അവൻ യാഗമർപ്പിക്കണം. അന്ത ബലിയുടെ രക്തത്തെ എടുത്ത്, ആ യാഗരക്തമെടുത്ത് അവൻ പരിശുദ്ധ സ്ഥലത്തിൽ പോക വേണ്ടും, അവൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കണം. ചില ഊഴിയങ്ങൾ ചെയ്യ വേണ്ടും, അവൻ ചില ആരാധനകൾ അവിടെ ചെയ്യും. മറുപടിയും അവൻ വന്ന് പാത്രത്തെ കൊണ്ടുവന്ന് ബലിപീഠത്തിൽ വയ്ക്ക വേണ്ടും. പുറത്തു വന്ന പാത്രം യാഗപീഠത്തിന്റെ അടുക്കൽ വയ്ക്കണം. മറുപടിയും അവൻ വെങ്കൽ തൊട്ടിയിൽ വന്ന് കൈയും കാലും കഴുക വേണ്ടും. വീണ്ടും താമ്രത്തൊട്ടിയിൽ കൈകാലുകൾ കഴുകണം. അവൻ വെളിയെ പോക വേണ്ടും, പിന്നീട് പുറത്തു പോകണം. ഇത് അവൻ എഴുത്തിൻപടി ചെയ്യ വേണ്ടിയ കാര്യം, ഇത് അക്ഷരികമായി ചെയ്യേണ്ടതാണ്. അത് ആവിക്കുറിയ ഇസ്രായേലായ നമുക്ക്, എന്നാൽ ആത്മീക ഇസ്രായേലായ നമുക്ക് തൊട്ടി എന്ന് ചൊല്ലുന്നത്, താമ്രത്തൊട്ടി എന്നാൽ ജ്ഞാനസ്നാനത്തെ വെളിപ്പെടുത്തുക. ജലസ്നാന സത്യമാണ്. അവർ ജ്ഞാനസ്നാനം എടുക്ക വേണ്ടിയ ആവശ്യമില്ല, അവർ സ്നാനപ്പെടേണ്ടതില്ല. എന്നാൽ ആവിക്കുറിയ ഇസ്രായേൽ മക്കൾ നാം എടുക്ക വേണ്ട. ആത്മീക ഇസ്രായേലായ നാമോ സ്നാനപ്പെടണം. ഇതേപോലെ സമാനമായ പാട്ടിലെ ഒവ്വൊരു വസനവും നമുക്കുള്ള വസനം, പഴയ നിയമത്തിലെ ഓരോ വചനവും നമുക്കുള്ളതാണ്. ഇപ്പൊ പഴയ പാട്ട് ഇസ്രായേൽ മക്കൾ, പഴയ നിയമത്തിലെ ഇസ്രായേൽ ആട്ടുകുട്ടിயின் രക്തത്തിനാൽ വീഴ്ക്കപ്പെട്ടവർ, കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു. യാത്രാഗമം 12-ാം അധികാരത്തിൽ അന്ത പ്രമാണത്തെ നാം പാർക്കും. പുറപ്പാട് 12-ാം അധ്യായത്തിൽ ആ പ്രമാണം കാണാം. ആബീബ് മാസം 10-ാം തീയതി അവർ ഒരു ആട്ടുകുട്ടിയെ വേർതിരിപ്പായാക. ആബീബ് മാസം 10-ാം തീയതി ഒരു കുഞ്ഞാടിനെ വേർതിരിക്കണം. അപ്പുറം 4 നാൾ அந்த ആട്ടുകുട്ടിയെ അവർ വെക്ക വേണം. 4 ദിവസം അതിനെ സൂക്ഷിക്കണം. 14-ാം തീയതി അതിനെ അറുക്ക വേണം. 14-ാം തീയതി സന്ധിക്ക് അതിനെ അറുക്കണം. കുറുമ്പടിമേൽ ഉരുമ്പടിമേലെല്ലാം പുരട്ട വേണം. അതെടുത്ത് കട്ടളയിലും കുറുമ്പടിമേലും പുരട്ടണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. വെറും ഒരു ആട്ടുകുട്ടിயின் രക്തത്തിനാൽ അവർ വീഴ്ക്കപ്പെട്ടാர்கள். ഒരു കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് വലിയ വീണ്ടെടുപ്പ് കിട്ടിയത്. அந்த വെറും ഒരു ആട്ടുകുട്ടിயின் രക്തത്തിനാൽ വീഴ്ക്കപ്പെട്ടവർക്ക് കൊടുക്കപ്പെട്ട
പ്രമാണം താൻ ഇപ്പൊ വാസിക്കപ്പെട്ട ഇത് 4 പ്രമാണം. വെറും ഒരു കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട ജനത്തിന് നൽകിയ പ്രമാണമാണ് ഇപ്പോൾ വായിച്ചത്. அவங்க எழுத்தின்படி அப்படியே ஜீவித்தார். അവർ അക്ഷരാർത്ഥത്തിൽ തന്നെ ജീവിച്ചു. ജാതികളോട് കലവാമൽ, ജാതികളോട് ഇടകലരാതെ ആസാരിയ രാജ്യമാക, രാജകീയ പുരോഹിത വർഗമായി, പ്രധാന ആസാര്യനാക ആരോനെ തിരഞ്ഞെടുത്ത്, മഹാപുരോഹിതനായി അഹരോനെ തിരഞ്ഞെടുത്ത് അഭിഷേകം പണ്ണപ്പെട്ട, അവനെ തൈലാഭിഷേകം ചെയ്ത് വിശേഷമായ 10 വസ്ത്രങ്ങളെ കൊടുത്ത്, വിശേഷമായ 10 വസ്ത്രങ്ങൾ കൊടുത്ത് അവൻ ആ ദേവനുടെ കൂടാരത്തിൽ ഊഴിയം ചെയ്ത, ആ ദൈവത്തിന്റെ കൂടാരത്തിൽ വേല ചെയ്തു. എഴുത്തിൻപടി അവർക്ക് താൻ ആസാരിയം, അക്ഷരാർത്ഥത്തിൽ അവർക്കാണ് പൗരോഹിത്യം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പോ ആട്ടുകുട്ടിയും രക്തത്തിനാൽ മീட்கப்பட்டവർക്ക് ഇവളവും പ്രിയ പ്രമാണം ഇരുന്നാൽ, വെറും ഒരു കുഞ്ഞാടിന്റെ രക്തത്താൽ വിടിവിക്കപ്പെട്ടവർക്ക് ഇത്ര വലിയ പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആട്ടുകുട്ടി ആര്? നമ്മുടെ കുഞ്ഞാടാര്? 1 കൊരിന്ത്യർ 5-ാം അധികാരം 7-ാം വചനത്തിൻ കടേസിയിൽ വാസിക്കുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തിൽ ആട്ടുകുട്ടി കർത്തരായ യേശു ക്രിസ്തുവേ എന്ന് വാസിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, അത് കർത്താവായ യേശു ക്രിസ്തു തന്നെ. ഇപ്പോൾ നാം എഴുത്തിൻപടി ഒരു ആടെ പിടിച്ച് അതിനെ ഒന്ന് കൊല ചെയ്യ വേണ്ടി ആവശ്യമില്ല. ഇപ്പോൾ നാം അക്ഷരാർത്ഥത്തിൽ ഒരു ആടിനെ പിടിച്ച് കൊല്ലേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ പെസ്ക ആട്ടുകുട്ടി യേശു ക്രിസ്തു, നമ്മുടെ പെസഹ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തു. 1 യോവാൻ 2-ാം അധികാരം 2-ാം വചനത്തെ വാസിക്കുമ്പോൾ, 1 യോഹന്നാൻ 2:2 നമ്മുടെ പാപങ്ങൾക്ക് മറ്റുമല്ല, നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല, ഉലകത്തിന്റെയും പാപങ്ങളെ സുമந்து തിരികിற ദേവാട്ടുകുട്ടി, മുഴുലോകത്തിന്റെയും പാപത്തിന് പ്രായശ്ചിത്തമായ കുഞ്ഞാട്, ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പരിശുദ്ധ യോവാൻ സ്നാനകൻ അവരെ കുറിച്ച് ചൊല്ലുമ്പോൾ, സ്നാപക യോഹന്നാൻ തന്നെ കുറിച്ച് പറയുമ്പോൾ, ഭാരത്തെ സുമந்து തിരികിற ദേവാട്ടുകുട്ടി, ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പരിശുദ്ധാവിയാനവർ ചൊല്ലുമ്പോൾ, പരിശുദ്ധാത്മാവ് പറയുമ്പോൾ, ഇവர்கள் ഉലക തോറ്റத்துக்கு മുന്നേ കുറിക്കപ്പെട്ട ദേവാട്ടുകുട്ടി, ലോകസ്ഥാപനത്തിന് മുൻപേ നിയമിക്കപ്പെട്ട കുഞ്ഞാട്, ഉലക തോറ്റം മുതൽ അടിക്കപ്പെട്ട ദേവാട്ടുകുട്ടി, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. அந்த ആട്ടുകുട്ടി ആരെ വെളിപ്പെടുത്തുகிறது? ഈ കുഞ്ഞാട് ആരെ സൂചിപ്പിക്കുന്നു? നമ്മുടെ യേശു ക്രിസ്തു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. அந்த യേശു ക്രിസ്തു, ഈ യേശു ക്രിസ്തു മനുഷ്യാവതാരமாக ഭൂമിയിൽ വന്ന് മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിൽ വന്ന് പാപങ്ങളെ സുമന്ന് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ ചുമന്ന വാക്യങ്ങൾ നിറവേറ്റുപടിയാകെ തിരുവെഴുത്തുകൾ നിറവേറേണ്ടതിന് കൽവാരിയിൽ അവർ രക്തം ചിന്തിനാർ. കാൽവറിയിൽ തന്നെ രക്തം ചിന്തി. ഇനി ഒരു രക്തം ചിന്ത വേണ്ടി ഒരു ആട്ടുകുട്ടി തേവയില്ല. ഇനി രക്തം ചിന്തുവാൻ ഒരു കുഞ്ഞാടിന്റെ ആവശ്യമില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ പഴയ ഏർപ്പാട്ടിൽ ഒരു ആട് രക്തത്തെ ചിന്തിനത്, പഴയ നിയമത്തിൽ ഒരു ആട് രക്തം ചൊരിഞ്ഞു. ഒരു വീട്ടുക്കും ഒവ്വൊരു ആട്ടുകുട്ടി, ഓരോ വീടിന് വേണ്ടി ഓരോ ആട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കുമാകെ യേശു ക്രിസ്തുവേ ആട്ടുകുട്ടി. എന്നാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരേ ആടായി കർത്താവായ യേശു. അപ്പോ നമ്മുടെ വിഷയം, നമ്മുടെ ചിന്താവിഷയം, എഴുത്തിൻപടിയുള്ള ഒരു ആട്ടിനുടെ രക്തത്തിനാൽ മീட்கப்பட்டവർ இந்த വേർപാട് പ്രമാണം ജീവിക്ക വേണ്ടുമാനാൽ, അക്ഷരാർത്ഥത്തിലുള്ള ഒരു കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ടവർ ഇത്ര വലിയ പ്രമാണങ്ങൾ അനുസരിച്ച വേർപെട്ട ഒരു ജീവിതം നയിക്കണമെങ്കിൽ, രക്തത്തിനാൽ മീட்கப்பட்ட നമുക്ക് இந்த പ്രമാണം എவ்வளவு பெரிய മുഖ്യം. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ഈ പ്രമാണങ്ങൾ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആകയാൽ വേർപാട് ജീവിയം മുഖ്യം. ആകയാൽ വേർപാട് ജീവിതം പ്രധാനപ്പെട്ടതാണ്. ഇനി ഒന്നൊന്നാകെ ചിന്തിപ്പോ, ഇനി ഓരോന്നായി ചിന്തിക്കാം. വേർപാട് ജീവിയം എന്തുകൊണ്ടാണ് വേർപാട് ജീവിതം? സ്വന്തം സമ്പത്താകണം. ദൈവത്തിന്റെ ഒരു പ്രത്യേക സമ്പത്താകേണ്ടതിന് സമ്പത്താകണം. നാം ദൈവത്തിന്റെ സമ്പത്താകേണ്ടത്. സമ്പത്ത് തന്നെ കർത്താവിന്റെ സമ്പത്ത് എന്താ? മൽക്കിയ 3-ാം അധികാരം 17-ാം വചനത്തെ നാം വാസിക്കുമ്പോൾ, മലാഖി 3:17 എന്നെ വാസിக்கிறோம். എന്താണ് വായിക്കുന്നത്? സമ്പത്തെ ചേർക്കും നാൾ, എന്റെ ഒരു നാളെ കുറിച്ച്, എന്റെ നിക്ഷേപത്തെ ഞാൻ ചേർക്കുന്ന ആ നാളിൽ ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. കർത്തരുடைய സമ്പത്തെ ചേർക്കുന്നതാണ് നാൾ താൻ രഹസ്യ വരിക. കർത്താവ് തന്റെ നിക്ഷേപമാകുന്ന സമ്പത്തിനെ ചേർക്കുന്ന നാളാണ് രഹസ്യ വരവിന്റെ നാൾ. ദേവനുடைய രഹസ്യ വരികയിൽ യാർ എടുത്തുകൊള്ളപ്പെടുവാർ? കർത്താവിന്റെ രഹസ്യ വരവിൽ ആരെടുക്കപ്പെടും? പൂർണ്ണമാക്കപ്പെട്ട പരിശുദ്ധവാൻകൾ, പൂർണ്ണത പ്രാപിച്ച വിശുദ്ധന്മാർ, ക്രിസ്തുവുക്കുൾ മരിച്ച പരിശുദ്ധവാൻകൾ, ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവുക്കുൾ ഉയിരോടി ഇരിക്കുന്ന പരിശുദ്ധവാൻകൾ, ക്രിസ്തുവിൽ ജീവനോടെ ശേഷിക്കുന്നവർ, അവർക്ക് താൻ പുതിയ യെരൂശലേം സിയോൻ, അവരാണ് പുതിയ യെരൂശലേം സിയോൻ. അപ്പോ പുതിയ യെരൂശലേം സിയോൻ താൻ ദേവനുടെ സമ്പത്ത്. പുതിയ യെരൂശലേം സിയോനാണ് കർത്താവിന്റെ നിക്ഷേപം. ഈ പുതിയ യെരൂശലേമാക മാറ്റപ്പെട വേണ്ടുമാനാൽ, ഈ പുതിയ യെരൂശലേമായി തീരണമെങ്കിൽ, ഈ സിയോനാക മാറ്റപ്പെട നീ വേണ്ടുമാനാൽ, സിയോനായി മാറണമെങ്കിൽ, இந்த വേർപാട് ജീവിയം എനക്കും ഉനക്കും മുഖ്യം. ഈ വേർപാട് ജീവിതം എനിക്കും നിനക്കും അത്യന്താപേക്ഷിതമാണ്. വേർപെട്ട് ജീവിത്താൽ മറ്റെന്താൽ നീ എനക്ക് സമ്പത്ത്. വേർപെട്ട ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ നീ എന്റെ സമ്പത്താകൂ. ഓ ഇസ്രായേലേ,
കേൾ. ഓ ഇസ്രായേലേ കേൾക്കുക. നീ വേർപെട്ട് ജീവിത്താൻ എനിക്ക് സമ്പത്ത്. നീ വേർപെട്ട് ജീവിച്ചാൽ മാത്രമേ എന്റെ സമ്പത്തായി തീരൂ. പുതിയ ഏർപ്പാട്ട് സഭയെ കുറിച്ച് ദേവൻ എന്നെ சொல்லுகிறார். അങ്ങനെയെങ്കിൽ പുതിയ നിയമസഭയെ കുറിച്ച് കർത്താവ് എന്ത് പറയുന്നു? நீங்க தான் என்னுடைய சம்பத்து. നിങ്ങളാണ് എന്റെ നിക്ഷേപം. നാം தான் പുതിയ യെരൂശലേം സിയോൻ. നമ്മളാണ് പുതിയ യെരൂശലേം സിയോൻ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்ப പുതിയ യെരൂശലേം സിയോനാக മാറ്റപ്പെട്ട് കർത്താവിന്റെ വരുകയിൽ എടുത്തുകൊള്ളപ്പെട വേണ്ടുമാനാൽ ആകയാൽ നാം പുതിയ യെരൂശലേമായി സിയോനായി മാറി നമ്മുടെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിലോ നാം വേർപെട്ട് ജീവിക്കണം. നാം ഒരു വേർപെട്ട ജീവിതം നയിക്കണം. എത്ര പേർ എന്നോട് ചേർന്ന് ആമേൻ ഹല്ലേലൂയ சொல்ல போறீங்க? ഇത് അംഗീകരിച്ച് എത്ര പേർ ഹല്ലേലൂയ പറയും? தேவன் സത്യത്തെ വിളങ്ങിക്കൊള്ളുങ്ക. നിങ്ങൾ സത്യം മനസ്സിലാക്കുക. நாங்க கேரளத்தில் இருக்கும்போது சொல்லுவாங்க, കേരളത്തിലുള്ളവർ പറയും, என்ன சொல்லுவாங்க? പറയും, സ്കൂളിൽ പഠിക്കുമ്പോൾ മനസ്സിലാകാതെ മനസ്സിലായി എന്ന് പറഞ്ഞ മനസ്സിലായത് കൊണ്ട് മനസ്സിലാക കേട്ടോ, മനസ്സിലായോ? அதாவது விளங்காமல் விளங்கியாச்சுன்னு சொன்னா விளங்கியதும் கூட விளங்காமல் போய்விடும். விளங்கியாச்சு മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് മനസ്സിലാകാതെ പോകും. മനസ്സിലായോ? വിളങ്ങാതെ ചിലർക്കൊന്നും മനസ്സിലാകത്തില്ല. വിളങ്ങിയ മാതിരി തലയാട്ടിട്ടേ ഇരുപ്പാங்க. എല്ലാം ഗ്രഹിച്ചതുപോലെ തലകുലുക്കും. தேவனுக்கு மகிமை. ഞാൻ சொன்னது വിളങ്ങിയാച്ച പറഞ്ഞത് വല്ലതും മനസ്സിലായോ? ഇത് മുഖ്യமான വിഷയം. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് വിട്ടത് അടുത്ത വിഷയങ്ങൾ. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. ഇന്ത്യക്ക് കല്യാണം വന്നാൽ എന്നാ പോരാട്ടം. മദ്രാസില് കല്യാണം വന്നാൽ എന്താണ് പോരാട്ടം? കട്ടപ്പന എനിക്ക് தெரியாது. കട്ടപ്പനക്കാരെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அங்க நாங்க ரிசப்ஷனுக்கெல்லாம் துணி மாற்றுகிறது இல்ல. അവിടെ റിസപ്ഷൻ എന്ന് അവർ വേറെ ഉടുപ്പിടാറില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ചിലര് റിസപ്ഷനുக்கு വേറെ ഡ്രസ്, റിസപ്ഷന് വേറെ ഉടുപ്പ്. നാം യാർ? നമ്മൾ ആരാണ്? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. വേർപെട്ട് ജീവിക്കുന്ന ജനം. നാം വേർപെട്ട് ജീവിക്കുന്ന ജനമാണ്. നാം ദേവനുடைய സമ്പത്ത്. നാം ദൈവത്തിന്റെ സമ്പത്ത്. ജാതികളോട് ചേരാமல் ജീവിக்கிறோம். ജാതികളോട് ഇടകലരാതെ ജീവിക്കണം. ജാതികളോട് കലരാமல் ജീവിக்கிறோம். ജാതികളോട് കലരരുത്. തനിപ്പെട്ട് പാർക്കുന്ന ജനം. നാം തനിച്ചു പാർക്കുന്ന ജനം. മുൻകാലത്തിൽ പൂർവകാലങ്ങളിൽ സ്വന്തക്കാരുടെ കല്യാണത്തിക്ക് നാം പോക മാട്ടോം. സ്വന്തക്കാരുടെ കല്യാണത്തിന് പോലും പോകാറില്ല. കൂപ്പിടവും മാട്ടാങ്ക. അവര് വിളിക്കാറുമില്ല. നമ്മൾ പോകവും മാട്ടോം. നമ്മൾ പോകാറുമില്ല. ദേവനുക്ക് മഹത്വം. ഞങ്ങളെല്ലാം എത്രയോ സ്വന്തക്കാരുടെ കല്യാണത്തിക്ക് പോകവില്ലേ? എത്രയോ സ്വന്തക്കാരുടെ കല്യാണത്തിന് ഞങ്ങൾ പോയിട്ടില്ല. ദേവനുക്ക് ദൈവത്തിന് മഹത്വം. വേർപാട് ജീവിതം. വേർപാട് ജീവിതം. ഇത് വേറെ നമ്മെ അഴിക്കുന്നതുക്കുള്ള കാര്യമല്ലേ? ഇതൊന്നും നമ്മളെ നശിപ്പിക്കാനല്ല. ദേവൻ നമ്മെ പരലോകത്തിലെ സിയോനാക യെരൂശലേമാക അழைத்தார். ദൈവം നമ്മളെ സ്വർഗ്ഗത്തിൽ പുതിയ യെരൂശലേമായി സിയോനായി വിളിച്ചു. നിത്യരാജ്യത്തിൽ ദേവനോട് കൂടെ ആളുകൾ ചെയ്യുമ്പടിക്ക് ദേവൻ നമ്മെ അழைத்தார். നിത്യരാജ്യത്തിൽ ദൈവത്തോട് കൂടെ ഭരണം നടത്തുവാൻ ദൈവം നമ്മെ വിളിച്ചു. സിയോനാക അழைத்தார். ആ സിയോനായി ദൈവം നമ്മെ വിളിച്ചു. இப்போது நாம் സിയോനിലും യെരൂശലേമിലും പിറந்திருக்கிறோம். നാം ഇപ്പോൾ തന്നെ പുതിയ യെരൂശലേമിൽ സിയോനിൽ ജനിച്ചവരാണ്. പരിശുദ്ധാത്മാവിൻ അഭിഷേകത്താൽ, പരിശുദ്ധാത്മാഭിഷേകത്താൽ എബ്രായർ 12-ാം അധികാരം 22-ാം വചനത്തിൻ എബ്രായർ 12:22 പ്രകാരം സിയോനിലും യെരൂശലേമിലും നാം പിറந்திருக்கிறோம். നാം സിയോനിൽ പുതിയ യെരൂശലേമിൽ ജനിച്ചു കഴിഞ്ഞു. ഇല്ലെങ്കിൽ വന്ന് ചേർന്നീர்கள். വന്ന് കഴിഞ്ഞിരിക്കുന്നു. അഭിഷേകത്തിനാൽ നാം യെരൂശലേമിൽ വന്ന് ചേർന്നോ. അഭിഷേകത്താൽ നാം യെരൂശലേമിൽ വന്നു. നാം സിയോനിൽ വന്ന് ചേർന്നോ. നാം സിയോനിൽ വന്നെത്തിക്കഴിഞ്ഞു. ആവിക്കൂറിയ ഒരു സിയോനിലും ആവിക്കൂറിയ യെരൂശലേമിലും നാം ഇരിக்கிறோம். ഇപ്പോൾ നാം ഒരു ആത്മിക സിയോനിൽ ആത്മിക യെരൂശലേമിലാണ്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പോ അന്ത സിയോൻ അന്ത യെരൂശലേം ദേവ സഭതാൻ ദേവനുടെ സമ്പത്ത്. ആകയാൽ ഈ സിയോൻ, ഈ പുതിയ യെരൂശലേം ദൈവത്തിന്റെ സഭ, അത് ദൈവത്തിന്റെ നിക്ഷേപം, സമ്പത്ത്. എനിക്ക് സമ്പത്താകുമ്പടി ഞാൻ ഉന്നെ വേർപിരിച്ച്. ഈ നിക്ഷേപമാകേണ്ടതിനായിട്ട് ഞാൻ നിന്നെ വേർപെടുത്തി. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ആകയാൽ இந்த സത്യത്തിക്ക് നാം ഇണങ്ങി അവരുടെ സമ്പത്തെന്ന് വിളങ്ങി വേർപെട്ട് നാം ജീവിപ്പോമാ. ആകയാൽ ഈ സത്യത്തിന് വിധേയപ്പെടാം, അവന്റെ സമ്പത്തെന്ന് മനസ്സിലാക്കാം, നമുക്കൊരു വേർപെട്ട ജീവിതം നയിക്കാം. ഈ സിയോൻ സിയോൻ എന്ന് சொன்னால் അർത്ഥം എന്നാ? നാം സിയോൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ അർത്ഥം എന്താണ്? പുതിയ വിശ്വാസികൾക്ക് സിയോൻ சொன்னா ഒന്നും தெரியாது. ഇപ്പോഴത്തെ പുതിയ വിശ്വാസികൾക്ക് സിയോൻ എന്ന് പറഞ്ഞാൽ അറിയില്ല. പഴയ വിശ്വാസികൾ இந்த സത്യத்துக்காக ധൈര്യமாக നിன்றார்கள், സത്യத்துக்காக ജീവിத்தார்கள், സത്യത്തിലെ മരിத்தார்கள். പഴയ വിശ്വാസികൾ സത്യം നന്നായി മനസ്സിലാക്കി, അവർ സത്യത്തിനായിട്ട് ധൈര്യത്തോടെ നിന്നു, അതിൽ ജീവിച്ചു, അതിനായിട്ട് അവർ ജീവത്യാഗം ചെയ്തു. എനിക്ക് தெரியும், എനിക്കും അറിയാം. തൊഴുവത്തിലിരുന്ന് നമ്മത് മാടുകളെ പിടിച്ചുകൊണ്ട് പോവാറുകൾ. നമ്മുടെ തൊഴുത്തിൽ നിന്ന് കന്നുകാലികളെല്ലാം പിടിച്ചുകൊണ്ട് പോകും. ഞങ്ങളുടെ മാടെ പിടിച്ചുകൊണ്ട് പോവാങ്ക. ഞങ്ങളുടെ പശുവിനെയും കൊണ്ടുപോയി. യാര് കൊണ്ടുപോവാങ്ക? ആരാണ്? സ്വന്തക്കാർ. ഞങ്ങളുടെ സ്വന്തക്കാർ. നീ കൊണ്ടുപോ. അപ്പോൾ എന്റെ പിതാവ് പറയും, കൊണ്ടുപോയിക്കോ. ഞങ്ങൾ കഷ്ടപ്പെട്ട വാഴമരത്തിലെ அந்த താറ് അവർ വെട്ടിക്കൊണ്ട് പോവാറുകൾ. ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതായ വാഴക്കൊല വെട്ടിക്കൊണ്ടു പോകും.
ഞാൻ കൊഞ്ചം കോപക്കാരൻ தான். എനിക്ക് അല്പം ദേഷ്യമുണ്ട്. அந்த சின்ன வயசுல தண்ணி ஊத்தி ஊத்தி மம்மட்டி வச்சு வெட்டி 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 8 வயசு 9 வயசு 10 வயசுல என்ன இருக்கு? 8 9 വയസ്സുള്ളപ്പോൾ നന്നായി കളച്ച് വെള്ളം ഒഴിച്ച് വളർത്തിയതാണ്. ഒരു കല്ലെടുത്ത് അവന്റെ മണ്ടയിൽ അടിച്ചു. കല്ലെടുത്ത് എറിയും ഞാൻ. ഞാൻ ഇவ்வளவு കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വാഴത്താർ നീ വെട്ടിട്ട് പോകും. ഇത്രയും വാടുവെട്ട് ഉണ്ടാക്കിയ വാഴക്കൊലയും കൊണ്ട് പോവുകയാണ്. അത് വന്ന് അപ്പാവിട്ട് അവൻ ചൊല്ലുവാங்க. അവര് വന്ന് അപ്പനോട് അപ്പാ വന്ന് എന്റെ മണ്ടയിൽ അടിപ്പാ, എന്റെ തലയ്ക്ക് അടി കിട്ടും. ദേവനുക്ക് മഹിമ. അപ്പുറം എഴുപ്പി സഭയിൽ നിപ്പാട്ടുവാங்க. പിന്നെ സഭയിൽ എഴുന്നേൽപ്പിച്ചു അവനെ അടിച്ചിട്ടാങ്ക, കല്ലെടുത്തെറിഞ്ഞു. ഇപ്പൊ ഞാൻ എഴുമ്പി സാക്ഷി சொல்லணும். ഞാൻ എഴുന്നേറ്റ് സാക്ഷി പറയും, അവനെ അടിച്ചത് തപ്പുതാ, കല്ലെടുത്തെറിഞ്ഞത് തെറ്റാണ്. അല്ല മനസ്സുക്കുള്ള ഇനിയും അടിപ്പ, ഇനിയും കൊടുക്കും. അത് മനസ്സുക്കുള്ളതല്ലോ. മനസ്സിലിങ്ങനെ പറയും. കാരണം അവൾ ഇപ്പൊ ചൊല്ലുമ്പോ എന്റെ കൈയെല്ലാം വിറയ്ക്കുന്നത്, പറയുമ്പോഴേ കൈ വിറയ്ക്കുന്നുണ്ട്. ലേസാന കാര്യമല്ലേ, ചെറിയ കാര്യമല്ല. കൊണ്ട് പോകട്ടെ ചൊല്ലത് ലേസാന കാര്യമല്ല. കൊണ്ട് പോകട്ടെ എന്ന് പറയുന്നത് ഒരു എളുപ്പമല്ല. നാം അത് വിട്ടുവിടുകോം. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വിട്ടുകൊടുത്തത്? പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ല. എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയില്ല? നമുക്ക് കോർട്ടില്ല. എന്തുകൊണ്ട് കോടതിക്ക് പോകുന്നില്ല? പഞ്ചായത്തില്ല. പഞ്ചായത്ത് എന്തുകൊണ്ടില്ല? നമുക്ക് പ്രസിഡന്റ് ഇല്ല. എന്തുകൊണ്ട് പ്രസിഡന്റിന്റെ അടുത്ത് പോകുന്നില്ല? ദേവനുക്കാക കഷ്ടത്തെ സഹിക്കാൻ അழைക്കപ്പെട്ട ദേവജനം, ദൈവനാമ നിമിത്തം കഷ്ടം സഹിക്കാൻ വിളിക്കപ്പെട്ട ദൈവജനമാണ്. നീ എന്നുடைய സമ്പത്ത്, നീയാണ് എന്റെ സമ്പത്ത്. നീ എന്നുடைய യെരുശലേം, നീയാണ് എന്റെ യെരുശലേം. നീ എന്നുடைய സിയോൻ, നീയാണ് എന്റെ സിയോൻ. നീ സിയോൻ ആനാൽ യെരുശലേം ആനാൽ ഇതെല്ലാം കഷ്ടം സഹിച്ചത് ആകും. നീ സിയോനാണോ നീ യെരുശലേമാണോ ഈ കഷ്ടതകൾ നീ സഹിച്ചേ മതിയാകൂ. ഇപ്പൊ അവളും കഷ്ടമില്ല. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. കഷ്ടം ഇരുന്നാൽ ഇപ്പൊ ഒരേ കോർട്ടും പോലീസും വഴക്കും സണ്ടയും. ഇപ്പോൾ കോടതി പോലീസ് വഴക്ക് പ്രശ്നങ്ങളൊക്കെയാണ്. അന്ന കാലത്തിൽ ഒരു കോർട്ടുമില്ല. അന്ന് കോടതിയൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. എല്ലാ കോർട്ടും മേലെത്താം, എല്ലാ കോടതിയും മുകളിലാണ്. പരലോകത്തിലെ ഫോൺ നമ്പർ தெரியுമോ? സ്വർഗത്തിന്റെ ഫോൺ നമ്പർ അറിയാമോ? 61 61 13 11 10. 61 61 13 10. 61 61 13 11 10. 63 61 61 13 11 10. അത് അപ്പുറം ചൊല്ലിത്തറ, പിന്നീട് വിശദീകരിക്കാം. ദേവനുടെ ഫോൺ നമ്പർ, ദൈവത്തിന്റെ ഫോൺ നമ്പർ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് ക്രിസ്തുവേശുവുക്കുൾ ദേവഭക്തിയായി ജീവിക്കാൻ മനതായിരിക്കുന്ന യാവരും തുன்பപ്പെടുവാർ. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അന്ധകാലത്തിലെ വിശ്വാസികൾക്കും ഊഴിയർക്കും ഒരേ കഷ്ടങ്ങളും പ്രശ്നങ്ങളും പോരാട്ടങ്ങളും. ആ കാലയളവിൽ വേലക്കാരും വിശ്വാസികളും ഒരുപോലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പോരാട്ടങ്ങളിലുമായി. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ അത് പലരും എന്ന് ചൊല്ലുവാർകൾ. പലരും പറയും. അപ്പൊ ജീവിച്ച മക്കൾ എന്നെ ചൊല്ലുവാங்க. അന്ന് ജീവിച്ചവരെന്ന് പറയും. அவங்க കൈ തട്ടി ചൊല്ലുവാங்க. അവർ കൈയൊട്ടി പറയും, സത്യം, ഇതാണ് സത്യം. അവൻ മാട് കൊണ്ടുപോകാൻ പോകട്ടോ, അവന്റെ പശു പോയാൽ പോട്ടെ, വാഴത്താർ വെട്ടിന പോകട്ടോ, വാഴക്കൊല പോകുന്നെങ്കിൽ പോട്ടെ, നഷ്ടം എന്തായാലും വരട്ടോ, നഷ്ടങ്ങൾ വരട്ടെ, അതൊന്നും പ്രശ്നമില്ല, സാരമില്ല. കൈ തട്ടി ചൊല്ലുവാങ്ക ഇതാണ് സത്യം. അവർ കൈയടിച്ച് പറയും, ഇത് തന്നെയാണ് സത്യം. ഇപ്പൊ ഉന്റെ ആടിനെ പിടിച്ചിട്ട് പോകാൻ വിട്ടുവിടുവീങ്ങളാ? ആടിനെ പിടിച്ചാൽ വെറുതെ വിടുമോ? சொல்லுவாங்க பாஸ்டர் நீங்களே சொல்லுங்க. പാസ്റ്ററെ നിങ്ങൾ തന്നെ പറ, എന്റെ ആടെ പിടിച്ചിട്ട് പോലാം. എന്റെ ആടിനെ പിടിക്കാമോ? நீங்களே சொல்லுங்க. നിങ്ങൾ തന്നെ ഒന്ന് പറ. ഞാൻ என்ன சொல்லணும்? ഞാൻ എന്ത് പറയും? ஆமான்னு சொன்னா நாளைக்கு கூட்டத்துக்கு வர மாட்டான். അതേന്ന് പറഞ്ഞാൽ പിന്നെ നാളെ ശരിയില്ലെന്ന് சொன்னா അവൻ വരുവാൻ. തെറ്റാണെന്ന് പറഞ്ഞാൽ അത് ശരിയില്ലെന്ന് சொன்னா വേദവസ്ത്രം എന്നെ പുറമ്പെ തള്ളും. ഞാൻ തെറ്റാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്നെ തള്ളിക്കളയും. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നമുക്കൊരു വെളിപ്പെടുത്തൽ തേവ, നമുക്കൊരു വെളിപ്പാട് വേണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എബ്രായർ 11-ാം അധികാരം എബ്രായറിലെല്ലാം വാസിத்து പാരുങ്ക. എബ്രായ ലേഖനം മുഴുവനായി വായിക്കുക. 1 പേതുരു 2-ാം അധികാരം 4-ാം അധികാരം വീടുകളിൽ പോയി വടിയും. 1 പത്രോസ് 2-4 അധ്യായങ്ങൾ ഭവനത്തിൽ ചെന്ന് വായിക്കുക. ലക്ഷണ പേരുകൾ കഷ്ടത്തെ സഹിത്താർ. അന്ന് എത്രയോ പേർ വലിയ നഷ്ടങ്ങൾ സഹിച്ചു. അപ്പടി ഇരുന്നോ എന്നിട്ട് പോലും അവർ വേർപാട് ജീവിതത്തെ പിടിത്താർ. അവർ വേർപാട് ജീവിതം മുറുകെ പിടിച്ചു. എന്നെ വന്നാലും இந்த സത്യത്തെ ഞാൻ വിട മാട്ടേൻ. എന്റെ കഷ്ടം വന്നാലും ഈ സത്യത്തെ തള്ളിക്കളയില്ല. എന്നെ വന്നാലും இந்த ഉപദേശത്തെ ഞാൻ വിട മാട്ടേൻ. എന്റെ കഷ്ടം വന്നാലും ഈ ഉപദേശത്തെ വിട്ടുകളയില്ല. വേർപാട് ജീവിതത്തിലെ ഞാൻ ജീവിപ്പേൻ. വേർപാട് ജീവിതത്തിൽ തന്നെ ഞാൻ നിലനിൽക്കും. നമ്മുടെ പരിശുദ്ധവാങ്ങൾ ജീവിത്ത് വിശ്വാസികളും ജീവിത്ത് இந்த ஊழியத்தை இந்த அளவுக்கு കെട്ടി എളുപ്പിനാർ. അങ്ങനെയാണ് നമ്മുടെ വിശുദ്ധന്മാരും വിശ്വാസികളും ജീവിച്ച ഈ വേലയെ ഇത്രമാത്രം പടുത്തുയർത്തിയത്. അവർ തനിച്ചു പാർക്കുന്ന ജനം, അവർ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവതില്ല. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അപ്പൊ സിയോൻ സിയോൻ എന്നാൽ അർത്ഥം എന്നെ? ആകയാൽ സിയോൻ എന്നാൽ എന്താണ് അർത്ഥം? സിയോൻ എങ്കെ? സിയോൻ എവിടെ? സിയോൻ എന്ന് ചൊല്ലുന്നത് വാനാദി വാനങ്ങൾക്ക് മേലെയുള്ള ഇടം. സിയോൻ എന്നാൽ സ്വർഗാദി സ്വർഗത്തിന് മീതെയുള്ള ഒരു സ്ഥാനമാണ്. എഫേസ്യർ 4-ാം അധികാരം 10-ാം വചനത്തെ വാസിക്കുമ്പോൾ എഫേസ്യർ 4:10
വാനാദിവാനങ്ങൾക്ക് മേലാകെ അവർ എടുത്തുകൊള്ളപ്പെട്ട താൻ സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനാകുന്നു. വാനാദിവാനങ്ങൾക്ക് മേലെയുള്ള ഇടം, സ്വർഗാദി സ്വർഗത്തിന് മീതെയുള്ള ഒരു സ്ഥലം. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. സൂര്യമണ്ഡലം ചന്ദ്രമണ്ഡലം നക്ഷത്രമണ്ഡലത്തുക്ക് മേലെയുള്ള ഇടം, ചന്ദ്രന് സൂര്യന് നക്ഷത്രഗോളങ്ങൾക്ക് മീതെയുള്ള ആ ഒരു സ്ഥലം. അன்றைக்கு ഒരു പ്രസംഗിയാ சொன்னாங்க, അന്നൊരു പ്രസംഗകൻ പറഞ്ഞു, ഈ നീ നെരുങ്ങിന നക്ഷത്രத்துக்கு ഒരുവൻ പോക വേണ്ടുമാനാൽ, ഏറ്റവും അടുത്തുള്ള ഒരു നക്ഷത്രത്തിൽ ഒരുത്തന് പോകണമെങ്കിൽ ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ആ നക്ഷത്ര മണ്ഡലത്തിന്റെ പേര് ഗാലക്സി. അത് ഗാലക്സി, അതിലെ നിയറസ്റ്റ് നക്ഷത്രം, അതിൽ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഒരുവൻ പോക വേണ്ടുമാനാൽ, ഒരാൾ പോകണമെങ്കിൽ, അതാവത് സ്പീഡിനുടെ വേഗത്തെ പാർക്കിലും പ്രകാശത്തിന്റെ വേഗതയേക്കാൾ ഒരു സെക്കൻഡിൽ 2 ലക്ഷം മൈൽ കിലോമീറ്ററിൽ 250 വർഷം പോന്നാത്താൻ അങ്ങ് പോയി സേര മുടിയുമെന്ന് പ്രസംഗം. 1 ലക്ഷം ഒരു സെക്കൻഡ് കൊണ്ട് 2 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ താൻ 280 കൊല്ലം യാത്ര ചെയ്തെങ്കിൽ മാത്രമേ അവിടെ എത്തൂ എന്ന് പറഞ്ഞു. അപ്പൊ പോയി ചേര മുടിയുമോ? എത്താൻ സാധിക്കുമോ? ദേവനുക്ക് മഹിമ. അതുதான் ഗാലക്സി. അതാണ് ഗാലക്സി. ഗാലക്സിക്ക് മേലെയുള്ള ഇടം താൻ നമ്മുടെ നിത്യ രാജ്യം. ഈ നക്ഷത്ര സമൂഹങ്ങൾക്ക് അപ്പുറമുള്ള സ്ഥലമാണ് വാനങ്ങൾക്ക് മേലെയുള്ള ഇടം, സ്വർഗാദി സ്വർഗത്തിന് മീതെ. അതുதான் സിയോൻ. ഇതാണ് സിയോൻ, അതാണ് യെരുശലേം. അവിടെയാണ് പുതിയ യെരുശലേം. அந்த സിയോനിൽ, ആ സിയോനിൽ യേശു ക്രിസ്തു മൂലക്കല്ലാക മാറ്റപ്പെട്ട ക്രിസ്തു യേശു മൂലക്കല്ല്. യെശയ്യാ 28-ാം അധികാരം 16-ാം വചനത്തിൽ, യെശയ്യാവ് 28:16 அந்த സിയോനിൽ യേശു ക്രിസ്തു മൂലക്കല്ലാക മാറ്റപ്പെട്ട, ആ സിയോനിൽ യേശു ക്രിസ്തു മൂലക്കല്ലായി. அந்த സിയോനിൽ ദേവാദി ദേവനും കുമാരനും കാണപ്പെടുகிறார். ആ സിയോനിൽ ദൈവാധിദൈവവും തന്റെ പുത്രനുമുണ്ട്. വെളിപ്പെടുത്തുന്നൽ 14-ാം അധികാരം 1-ാം വചനം, വെളിപ്പാട് 14:1 അതുവേ അവരുടെ നഗരமாக കാണപ്പെടുகிறது. അത് തന്നെ വാസസ്ഥലമായ നഗരം. அந்த സിയോനെ അവരുടെ നഗരം, അതാണ് തന്റെ നഗരം. 48-ാം സംഗീതം 2-ാം വചനത്തിൽ, 48-ാം സങ്കീർത്തനം 2-ാം വടദിശയിലുള്ള സിയോൻ പർവ്വതം അടിപ്പുമാന സ്ഥാനവും സർവഭൂമിയിൽ മകിഴ്ചയുമായി ഇരിക്കുന്നത്, അതുവേ മഹാരാജാവിൻ നഗരം. മഹാരാജാവിന്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സൗന്ദര്യത്തിന്റെ പൂർണ്ണതയുമാകുന്നു. അങ്ങേ അവർ നിത്യനിത്യமாக വാസം பண்ண പോകുക, താൻ അവിടെ എന്നുമെന്നും വാഴുന്നു. 132-ാം സംഗീതം 13-14 വചനത്തെ വാസിക്കുമ്പോൾ, 132-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങളിൽ, സിയോനെ അവർ വിരുമ്പി அதை தான் தெரிந்தெடுத்தார். സിയോനെ തന്റെ വിശ്രമസ്ഥലമായി തിരഞ്ഞെടുത്തു ഇച്ഛിച്ചു. എൻഡെൻഡേക്കും തങ്ങുവേൻ, അവിടെ ഞാൻ എന്നേക്കും വസിക്കും. നിത്യത്തിലെ സിയോനിൽ ദേവൻ തങ്ങുവാർ. നിത്യതയിലെ സിയോനിലാണ് ദൈവം വസിക്കുന്നത്. നിത്യത്തിൽ സിയോൻ ഒരു ഇടം, അതൊരു സ്ഥലം തന്നെയാണ്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇതേതോ സങ്കല്പമല്ല, കഥയല്ല. ഏതാ വെറും സങ്കല്പങ്ങളോ കെട്ടുകഥയോ അല്ല. ഇന്ത്യക്ക് ഭാരതദേശം കാണപ്പെടുന്നത് പോലെ, ഇന്ത്യ എന്നൊരു ദേശമുള്ളത് പോലെ, കട്ടപ്പന കാണപ്പെടുന്നത് പോലെ, കട്ടപ്പന എന്നൊരു സ്ഥലമുള്ളതുപോലെ, യെരുശലേം എന്നതൊരു ഇടം, സിയോൻ യെരുശലേം എന്നൊരു സ്ഥലമുണ്ട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. அந்த இடம் எங்கே? അത് എവിടെയാണ്? വാനാദിവാനങ്ങൾക്ക് മേലെയുള്ള ഇടം, സ്വർഗാദി സ്വർഗത്തിന് മീതെ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതുதான் രാജാവിൻ നഗരം, അത് മഹാരാജാവിന്റെ നഗരം, അത് അഴിവില്ലാത്ത രാജ്യം, അത് നാശമില്ലാത്തൊരു നഗരം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. அந்த இடத்தில் தேவன் என்னையும் உங்களையும் கொண்டு போக போகிறார். അവിടെയാണ് ദൈവം എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുവാൻ പോകുന്നത്. பெரிய ஸ்லாக்கியம், എത്ര വലിയ സൗഭാഗ്യം. அதற்காக നീ ഇപ്പോഴത്തെ വേർപെട്ട് ജീവിക്ക വേണ്ട. അതിനുവേണ്ടി നീ ഇന്ന് ഇവിടെ വേർപെട്ട ജീവിതം നയിക്കുക. സമ്പത്താക മാറ വേണ്ട. നീ എന്റെ സമ്പത്തായി തീരുക. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അന്ത സമ്പത്താകുമ്പടി അழைக்கப்பട്ട് നാം വേർപെട്ട് ജീവിപ്പോമാക. ഈ സമ്പത്താകുവാൻ വിളിക്കപ്പെട്ട് നമുക്ക് വേർപെട്ട ജീവിതം നയിക്കാം. രണ്ടാമതായി ആസാരിയ രാജ്യം, രാജകീയ പുരോഹിതം, പുരോഹിതവർഗം. എഴുത്തിൻപടി ആസാര്യരാക ആരോനെ ദേവൻ തെരഞ്ഞെടുത്ത. അക്ഷരാർത്ഥത്തിൽ ദൈവം അഹരോനെ പുരോഹിതനായി തിരഞ്ഞെടുത്തു. പരിശുദ്ധാവിൻ അഭിഷേകത്തിനാൽ, അഭിഷേകത്താൽ ദേവൻ നമ്മെ ആസാര്യരാക മാറ്റിയിരിക്കുന്നു. ദൈവം നമ്മെ പുരോഹിതന്മാരാക്കി. നിത്യരാജ്യത്തിൽ നാം താൻ ആസാര്യர்கள், നമ്മളാണ് പുരോഹിതന്മാർ. നാം താൻ രാജാക്കൾ, നമ്മളാണ് രാജാക്കന്മാർ. എங்கே വാസിக்கிறோം? വായിക്കുന്നത് എവിടെ? വെളിപ്പെടുത്തുന്നൽ 1-ാം അധികാരം 6-ാം വചനത്തെ വാസിക്കുമ്പോൾ, വെളിപ്പാട് 1:6 വാസിക്കുക. നമ്മെ സ്നേഹിക്കുന്നവനും നേസിക്കുന്നവരും നമ്മുടെ പാപം പോക്കി, നമ്മുടെ പാപങ്ങളെല്ലാം നീക്കി, നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച്, നമ്മെ കഴുകി വിടുവിച്ച്, തന്റെ പിതാവായ ദൈവത്തിന്
നമ്മെ തങ്ങളുടെ പിതാവാകിയ ദേവനുക്ക് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ നമ്മെ രാജാക്കളാക ആസാര്യர்களாக മാറ്റിന നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി. ആരോന്റെ പിള്ളകളോ നിത്യരാജ്യത്തിൽ ആസാര്യരാക മാറ മുടിയാ. അഹരോനും തന്റെ മക്കളും ഒരിക്കലും നിത്യരാജ്യത്തിൽ പുരോഹിതന്മാരായിരിക്കില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ദേവനുടെ ആലയമേ നാം തന്നെയാണ് ദൈവത്തിന്റെ ആലയം. നമുക്ക് ആലയമായി ഇരിക്கிறார். ദൈവം നമ്മുടെ ആലയം. ആലയത്തുക്കുള്ള നാമും ഒരു ആലയം. ആലയത്തിൽ നാമും ഒരു ആലയം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. அந்த ആലയത്തിലെ ആസാര്യர்களுം രാജാക്കളും നാം താൻ. ഈ ആലയത്തിലെ രാജാക്കന്മാരും പുരോഹിതന്മാരും നാം തന്നെ. ആസാര്യരാக മാറും പഠിക്ക ഇങ്ങനെ പുരോഹിതന്മാരാകേണ്ടതിന് വേർപെട്ട് ജീവിക്ക നീ ഇപ്പോൾ ഒരു വേർപാട് ജീവിതം ചെയ്യണം. എவ்வளவு മുഖ്യത്വം പാരുங்க. ഇതെത്ര പ്രധാനപ്പെട്ടത് നോക്കുക. മെൽക്കിസദേക്കിൻ മുറമയിൻപടി ആകയാൽ മെൽക്കിസേദക്കിന്റെ ക്രമത്തിൽ ദേവൻ ഒരു ആസാരിത്വത്തെ ഭൂമിയിൽ സ്ഥാപിച്ച കർത്താവ് ഈ ഭൂമിയിൽ ഒരു പൗരോഹിത്യം സ്ഥാപിച്ചു. രണ്ട് വിധமான ആസാരിത്വമുണ്ട്. രണ്ട് വിധ പൗരോഹിത്യമുണ്ട്. ഏർപ്പാട്ടിൽ പഴയ നിയമത്തിൽ ആരോനുடைய മുറമയിൻപടിയുള്ളതാണ് ഒരു ഊഴിയം, അഹരോന്റെ ക്രമത്തിൽ ഒരു ശുശ്രൂഷ. എന്നാൽ പുതിയ ഏർപ്പാട്ടിൽ പുതിയ നിയമത്തിലോ அந்த ஊழியத்தை ദേവൻ മാറ്റി ദൈവം അതിന് നീക്കം വരുത്തിയിട്ട് മെൽക്കിസദേക്കിൻ മുറമയിൻപടി ഒരു ഊഴിയത്തെ ആരംഭിച്ചു. മെൽക്കിസേദക്കിന്റെ വിധത്തിൽ ഒരു ശുശ്രൂഷ സ്ഥാപിച്ചു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. இந்த ஊழியത്തിന്റെ പ്രധാന ആസാര്യൻ യേശു ക്രിസ്തു. ഇപ്പോൾ ഈ ശുശ്രൂഷയിലെ പ്രധാന മഹാപുരോഹിതൻ യേശു ക്രിസ്തുവാണ്. 110 സംഗീതം 4 വചനത്തിൽ വാസിக்கிறோം. 110 സങ്കീർത്തനം 4 വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട്. നീ മെൽക്കിസദേക്കിൻ മുറമയിൻപടി എൻഡെൻഡേക്കും ആസാര്യരായിരുന്നീ. നീ മെൽക്കിസേദക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ. இந்த ஊழியத்தினுடைய நோக்கம் என்ன? ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ്? മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയത്തിനുടെ നോക്കം என்ன? ഈ മെൽക്കിസേദക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷയുടെ ഉദ്ദേശം എന്താണ്? 110 സംഗീതം 3 വചനത്തെ പഠിച്ചു പാരുங்க. 110 സങ്കീർത്തനം 3 വാക്യം വായിച്ചു നോക്കുക. വെടിയർ കാലത്തിൽ ഗർഭത്തിൽ പിറക്കും പന്നിക്ക് സമാനமான യൗവന ജനം ഉമ്മക്ക് പിറക്കും. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പൂർണ്ണ പരിശുദ്ധവാൻകളെ ഉരുവാക്ക വേണ്ടും. പൂർണ്ണരായ വിശുദ്ധന്മാരെ ഉരുവാക്കിയെടുക്കണം. സാധാരണ പരിശുദ്ധവാൻകളല്ല, സാധാരണ വിശുദ്ധന്മാരല്ല. തലയാകിയ ക്രിസ്തുവുക്കൾ എല്ലാവറ്റിലെയും പൂർണ്ണരാകുമ്പടി തലയായ ക്രിസ്തുവിൽ സകലത്തിലും തികഞ്ഞവരാകേണ്ടതിന് എല്ലാവറ്റിലും നാം പൂർണ്ണരാക മാറ്റപ്പെട നാം വേണ്ടും. എല്ലാറ്റിലും തികഞ്ഞവരായി തീരേണ്ടതിന് വിശ്വാസത്തിൽ പൂർണ്ണ, വിശ്വാസത്തിന്റെ തികവ, പൂർണ്ണ, സ്നേഹത്തിന്റെ പൂർണ്ണത, ദൈവസത്യത്തിൽ പൂർണ്ണ, ദൈവാഷ്ടത്തിന്റെ പൂർണ്ണത, പരിശുദ്ധത്തിൽ പൂർണ്ണ, വിശുദ്ധിയുടെ പൂർണ്ണത. എല്ലാ പകുതിയിലും നാം പൂർണ്ണരാക മാറ്റപ്പെട വേണ്ടും. എല്ലാ ഭാഗത്തും നാം തികഞ്ഞവരായി തീരേണം. അതിനാൽ താൻ പരിശുദ്ധവാൻകൾക്കും കർത്തരുடைய പരിശുദ്ധവാൻകൾക്കും വ്യത്യാസമുണ്ട്. ആകയാൽ വിശുദ്ധന്മാർക്കും കർത്താവിന്റെ വിശുദ്ധന്മാർക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. 115 സംഗീതം 16 വചനത്തെ നാം വാസിക്കുമ്പോൾ 115 സങ്കീർത്തനം 16 വാക്യത്തിൽ സാധാരണ അടക്കാരാധനയിൽ നാം വാസിക്കുന്ന ഒരു സംഗീതം, അടക്കാരാധനയിൽ പതിവായി പറയുന്ന വാക്യമാണിത്. വായിക്കാം. സ്വർഗ്ഗം യഹോവയുടെ സ്വർഗമാകുന്നു. അല്ലല്ല 116:15 തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. കർത്തരുடைய പരിശുദ്ധവാൻകളിൻ മരണം എന്ന് തമിഴിൽ കർത്തരുடைய പരിശുദ്ധവാൻകളിൻ മരണം ദേവനുடைய പാർവയ്ക്ക് അരുമയാനത്. തമിഴ് പരിഭാഷ ഇങ്ങനെയാണ്: കർത്താവിന്റെ വിശുദ്ധന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. പരിശുദ്ധവാൻകളുണ്ട്, വിശുദ്ധന്മാരുണ്ട്. കർത്തരുடைய പരിശുദ്ധവാൻകളുണ്ട്, യഹോവയുടെ വിശുദ്ധന്മാരുണ്ട്. അതിന്റെ അർത്ഥം എന്നെ? അതിന്റെ അർത്ഥം എന്താ? എഫേസ്യർ 4 അധികാരം 12 വചനത്തെ വാസിക്കുമ്പോൾ എഫേസ്യർ 4:12 പരിശുദ്ധവാൻകൾ സീർപൊരുന്തും പൊരുട്ട എന്ന് വാസിക്കും. വിശുദ്ധന്മാർ യഥാസ്ഥാനപ്പെടേണ്ടതിന്. അപ്പൊ പരിശുദ്ധവാൻകൾ സീർപൊരുന്തും പെറണം. ആകയാൽ വിശുദ്ധന്മാർ യഥാസ്ഥാനപ്പെടണം. പരിശുദ്ധാവിൻ അഭിഷേകത്തെ നാം പെറുമ്പോൾ നാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ നാം എല്ലാവരും പരിശുദ്ധവാൻകൾ, നമ്മളെല്ലാവരും വിശുദ്ധന്മാർ തന്നെ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എല്ലാവരും നമ്മെ പാർത്ത് പരിശുദ്ധവാൻകൾ എന്ന് ചൊല്ലുகிறாർ. അതുകൊണ്ടാണ് നമ്മെ എല്ലാവരും വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത്. നാം വേർപെട്ട് ജീവിக்கிறோம். നാം വേർപെട്ട് ജീവിക്കുന്നു. പരിശുദ്ധം എന്റെ വാർത്തയുടെ അർത്ഥം വേർപെട്ട് ജീവിக்கிறവൻ. വിശുദ്ധി എന്ന് പറയും. വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം വേർപെടുത്തപ്പെട്ട് ജീവിക്കുന്നവർ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നാം എത്രയോ വിഷയത്തിൽ വേർപെട്ട് ജീവിக்கிறோம். നാം എത്രയോ കാര്യങ്ങളിൽ വേർപെട്ട് ജീവിക്കുന്നു. കുടിപ്പഴക്കത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നു, മദ്യപാനത്തിൽ നിന്ന് വേർപെട്ടവരാ, വലിക്ക്
വേർപെട്ട് ജീവിക്കും. പുകവലിയിൽ നിന്ന് വേർപെട്ടവരാണ്. ചില പാക്ക് പോன்ற വിഷയത്തിൽ വേർപെട്ട് ജീവിക്കും. മുറുക്കുന്ന സ്വഭാവത്തിൽ നിന്ന് വേർപെട്ടവരാണ്. എത്രയോ കാര്യത്തിൽ നാം വേർപെട്ട് ജീവിക്കണം. ഇതുപോലെ എത്രയോ ദുശ്ശീലങ്ങളിൽ നിന്ന് വേർപെട്ടവരാണ്. ഇന്നും വേർപെട്ട് നാം ജീവിക്കാൻ നാം ഇനി അധികം വേർപെട്ട് ജീവിക്കണം. അപ്പൊ വേർപെട്ട് ജീവിക്കുന്നതിനാൽ, വേർപെട്ട് ജീവിക്കുന്നത് കൊണ്ട്, അഭിഷേകം പെറ്റിരിക്കുന്നതിനാൽ, അഭിഷേകം പ്രാപിച്ചത് കൊണ്ട് നാം പരിശുദ്ധവാൻ, നമ്മൾ വിശുദ്ധന്മാർ. പരിശുദ്ധവാൻകൾ കർത്തരുടെ വരികയിൽ പോകാതെ, എന്നാൽ വിശുദ്ധന്മാർ കർത്താവിന്റെ വരവിൽ പോവുകയില്ല. ഈ പരിശുദ്ധവാൻകൾ എന്നാൽ ഈ വിശുദ്ധന്മാരോ തലയാകിയ ക്രിസ്തുവുക്കുൾ, ക്രിസ്തു എന്ന തലയോളം എല്ലാവറ്റിലെയും വളര വേണം, സകലത്തിലും വളരണം. വളർന്ന് 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 വളർച്ച പ്രാപിച്ചിട്ട് അവർ പൂർണ്ണപ്പെട വേണ്ടും. അവർ പൂർണ്ണത പ്രാപിക്കണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഒരു മാങ്കാ മാതിരി, ഒരു മാങ്ങ പോലെ. ഒരു മാങ്കാവെ പാരുങ്ക, മാമരത്തിലെ മാങ്കാവെ പാരുങ്ക. മാങ്ങ നോക്കുക. അതിലല്ലാതെ ചിന്ന മാങ്ക, കണ്ണി മാങ്ങ. ആദ്യം ഒരു കണ്ണി മാങ്ങ, പിന്നെ പുളിപ്പുള്ള മാങ്ങ, പിന്നെ ഒരു പുളിച്ച മാങ്ങ, പിന്നെ ഒരു പച്ച മാങ്ങ, പച്ചമാങ്ങ, പിന്നെ മാമ്പഴം, പിന്നെ മാമ്പഴം. അത് 4 സ്റ്റേജ് ഉണ്ട്, 4 ഘട്ടം. മുതലാമത് ചിന്ന മാങ്ങ, കണ്ണി മാങ്ങ. ആദ്യം ഒരു കണ്ണി മാങ്ങ, അത് കടിച്ച ഒരേ കസപ്പാർക്കും, അത് ചിലപ്പോൾ കയ്പായിരിക്കും. അടുത്ത പുളിമാങ്ങ, അടുത്തൊന്ന് പുളിച്ച്. ദേവനുക്ക് മഹിമ. അടുത്ത നല്ലൊരു പെരിയ മാങ്ങ, പിന്നീട് വിളഞ്ഞ പച്ചമാങ്ങ. അത് പത്ത പേരെ മാറി വിട്ടത് എന്നാ, പിന്നീട് പേര് മാമ്പഴം, പിന്നീട് മാമ്പഴമായി. അതിന് മാങ്ങായെന്ന് சொல்லுகிறதில்லை, പിന്നീട് അതിനെ മാങ്ങയെന്ന് വിളിക്കണ്ട. എല്ലാം മാറി വിട്ടത്, എല്ലാം മാറി, അത് മർമ്മമായി വിട്ടത്, അത് രൂപാന്തരപ്പെട്ടു. അതിനെ തൊട്ട് പാത്താൽ, തൊട്ട് നോക്കിയാൽ അതിൽ കറയില്ല, അതിൽ കറയില്ല. പച്ചമാങ്കാവ് തൊട്ട് പാരുങ്ക, പച്ചമാങ്ങയെ തൊട്ട് നോക്കുക, അത് കറയുള്ളതാക കാണപ്പെടും. അത് കറയോട്. ചിലരെ തൊട മുടിയാതെ പുലി മാതിരി ചാടും, ചിലരെ തൊട്ടാൽ പുലി പോലെ ചാടും. ദേവനുക്ക് മഹിമ. അവർ പരിശുദ്ധവാൻ താ, എന്നാലും വിശുദ്ധനാണ്. മാങ്കാ താ, മാങ്ങ തന്നെ. മാമരത്തിൽ നിൽക്കുന്ന മാങ്കാ താ, മാവിലുള്ളത് തന്നെ. ഇതിനെ മാമ്പഴം എന്ന് சொல்லுகிறதில்லை, പക്ഷെ മാമ്പഴം എന്ന് വിളിക്കത്തില്ല. നിന്റെ കളർ മാറ വേണ്ടും, നിറം മാറണം. നിന്റെ പാല് മാറ വേണ്ടും, കറ മാറണം. നിന്റെ രുചി മാറ വേണ്ടും, നിന്റെ രുചി മാറണം. നിന്റെ പുളിപ്പ് മാറ നിന്റെ വേണ്ടും, പുളി നീങ്ങണം. നീ ഇനിമയാക മാറണം, നീ മാധുര്യവാനാകണം. തൊട്ട് പാത്താൽ, നിന്നെ തൊട്ടാൽ, ഞങ്ങ ചിന്ന വയസ്സില് ചെറുപ്രായത്തിൽ മാമ്പഴം കൊടുപ്പാങ്ക, മാമ്പഴം തരും. ഉടനെ സാപ്പിട മാട്ടോം, ഉടനെ കഴിക്കത്തില്ല. അത് നക്കിട്ടേ കിടക്കും, നക്കിക്കൊണ്ടേയിരിക്കും. எல்லாரும் அப்படித்தானே, எல்லாம் நக்கிட்டே இருக்கும், அப்புறம் மணத்துட்டே இருக்கும். தேவனுக்கு மையுமே. அப்ப மணத்தாலும் நல்ல ஒரு மனம், മണത്താലും നല്ല മണം. அப்படியே கொஞ்சம் கடிச்சிட்டு நக்கிட்டே இருக்கும், அது நல்ல டேஸ்ட். നല്ല பச்சை மாங்காவை அப்படி செய்ய முடியுமா? പച്ചമാങ്ങനെ ചെയ്യുമോ? தேவனுக்கு மையுமே. ദൈവത്തിന് മഹത്വം. அப்ப மாங்காய் உண்டு, மாம்பழம் உண்டு, മാങ്ങയും മാമ്പഴവും ഉണ്ട്. தேவனுக்கு மையுமே. ദൈവത്തിന് മഹത്വം. ഇത് മാങ്കായ് എന്ന് சொன்னது മാമരത്തിൽ ഇല്ലാത്ത കാര്യമാ? ഈ മാങ്ങ മാവിൽ തന്നെ ഉള്ളതല്ലേ? தேவனுக்கு ദൈവത്തിന് മഹത്വം. ഇത് പരിശുദ്ധവാൻ താ, ഇതും വിശുദ്ധൻ തന്നെയാണ്. ஆனால் பூர்ண பரிசுத்தவானாகணும். എന്നാൽ പൂർണ്ണ വിശുദ്ധനല്ല. ഇവൻ ക്രിസ്തുവുക്കുள் குழந்தையாக காணப்படுகிறான். അവൻ ക്രിസ്തുവിൽ ശിശു മാത്രം. அதனால தான் அவன் குழந்தையை போல பேசுகிறான், ശിശുവിനെ പോലെ സംസാരിക്കും, குழந்தையை போல சிந்திக்கிறான், ശിശുവിനെ പോലെ ചിന്തിക്കും, குழந்தையை போல எல்லாம் செய்கிறான். ശിശുവിനെ പോലെ നിരൂപിക്കും. அவன் இன்னும் വളരണം, വളരണം. അവൻ വളർന്ന് 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 അവൻ വളർച്ച പ്രാപിച്ചിട്ട് മാമ്പഴமாக മാറ ഒരു வேண்டும். മാമ്പഴമായി തീരണം. നിറം മാറിവിട്ടത്, നിറം മാറിക്കഴിഞ്ഞു, അതിന്റെ രുചി മാറി, രുചി മാറിക്കഴിഞ്ഞു. ദേവനുക്ക് അതിന്റെ പാൽക്കറ നിன்று വിട്ടത്, അതിന്റെ കറയൊക്കെ തീർന്നു. നല്ല തേനെ പോലെ അത് ഒലിക്കുന്നത്, നല്ല തേൻ പോലെ ഒലിക്കുന്നു. ഞാൻ ചൊല്ലുമ്പോൾ അന്നേരുടെ വായിൽ തണ്ണിയേ വന്നു, അവരുടെ വായിൽ വെള്ളമൂറി തുടങ്ങി. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. அதுதான் മാമ്പഴം. ഇതാണ് മാമ്പഴം. മാമ്പഴം താൻ കർത്തരുടെ പരിശുദ്ധവാൻകൾ, ഈ മാമ്പഴം കർത്താവിന്റെ വിശുദ്ധന്മാർ, அதுதான் പൂർണ്ണമാക്കപ്പെട്ടവർകൾ, പൂർണ്ണരാകപ്പെട്ട വിശുദ്ധന്മാർ. മാങ്കായ്ക്കും മാമ്പഴത്തുക്കും വ്യത്യാസമുള്ളത് പോലെ, മാങ്ങയ്ക്കും മാമ്പഴത്തിനും വ്യത്യാസമുള്ളതുപോലെ ഒരു പരിശുദ്ധവാനുക്കും കർത്തരുടെ പരിശുദ്ധവാനുക്കും വ്യത്യാസമുണ്ട്. വിശുദ്ധനും യഹോവയുടെ വിശുദ്ധനും വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഒരു പരിശുദ്ധവാനുക്കും പൂർണ്ണമാക്കപ്പെട്ട പരിശുദ്ധവാനുക്കും അഥവാ വ്യത്യാസമുണ്ട്. വിശുദ്ധനും തികഞ്ഞ വിശുദ്ധനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവൻ പൂർണ്ണமான പരിശുദ്ധവനാക വേണ്ടുമാനാൽ, പൂർണ്ണനായ വിശുദ്ധനായി തീരണമെങ്കിൽ മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയത്തിൽ ഐക്യത്തിൽ കാണപ്പെട வேண்டும். മെൽക്കിസദേക്കിന്റെ വിധത്തിലുള്ളതായ പൗരോഹിത്യത്തിൽ കൂട്ടായ്മ പുലർത്തേണം. അതൊക്കെ താൻ ദേവൻ നമ്മെ ആസാര്യനാക മാറ്റിയത്. അതിനാണ് ദൈവം നമ്മെ പുരോഹിതന്മാരാക്കിയത്. അത് മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയം. ഇതാണ് മെൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷ.
ശുശ്രൂഷ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இந்த மெல்கிசதேக்கின் முறைமையின்படியுள்ள ஊழியம் தான் நித்திய ராஜ்யத்திலே ஆலயமாக ഈ மாற்றப்படுகிறது. മെൽക്കിസേദെക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷയാലാണ് നിത്യരാജ്യത്തിൽ നമ്മൾ ആലയമായി തീരുന്നത്. இப்போது இந்த ஆலயம் 5வது தேவாலயம். ഇപ്പോഴത്തെ ആലയം 5ാമത്തെ ദൈവാലയം. முதலாவது ஆலயம் ஆசரிப்பு கூடாரத்திலே தேவாலயம். ഒന്നാമത്തേത് മരുഭൂമിയിലെ സമാഗമന കൂടാരമാകുന്ന ദൈവാലയം. இரண்டாவது சாலோமோனின் தேவாலயம். രണ്ടാമത് ശലോമോന്റെ ആലയം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. மூன்றாவது செருபாபேலின் நாட்களில் கட்டப்பட்ட தேவாலயம். മൂന്നാമത് സെരുബാബേലിന്റെ കാലയളവിൽ പണിയപ്പെട്ടത്. நாலாவது ஹேரோதாவின் நாட்களில் கட்டப்பட்ட നാലാമത് தேவாலயம். ഹെരോദാവ് പണിതത്. அந்த ஆலயம் AD 70 ஆண்டில் இடிக்கப்பட்டது. അത് AD 70 തകർക്കപ്പെട്ടു. அதுக்கு முந்தி അതിനു മുൻപേ AD 30 ஆண்டில் AD 30 சபையாம் தேவாலயத்தை தேவன் ஸ்தாபித்தார். സഭയാലയത്തെ ദൈവം പണിതു. பரிசுத்தாவின் அபிஷேகத்தினால் ശുദ്ധാത്മാഭിഷേകത്താൽ AD 30 ஆண்டில் AD 30 அப்போஸ்தலர் நடபடிகள் 2 அதிகாரம் முதல் 4 வசனத்தின்படி അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായത്തിന്റെ ആദ്യ 4 വാക്യങ്ങൾ പ്രകാരം சரீரமான சபையை தேவன் பூமியில் ஸ்தாபித்தார். ദൈവമായ സഭയെ ദൈവം ഭൂമിയിൽ സ്ഥാപിച്ചു. இதுதான் மெல்கிசதேக்கின் முறைமையின்படியுள்ள ஊழியம். ഇതാണ് മെൽക്കിസേദെക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷ. மெல்கிசதேக் யாரு? ആരാണ് ഈ മെൽക്കിസേദെക്ക്? அவர்தான் பரிசுத்தாவியானவர். താൻ പരിശുദ്ധാത്മാവ്. திருத்துவத்தில் 3ஆம் தேவன். തൃത്വത്തിലെ മൂന്നാമനായ ദൈവം. பரிசுத்தாவியானவரே நமது தலை. പരിശുദ്ധാത്മാവ് നമ്മുടെ തലയാണ്. பரிசுத்தாவியானவரே இந்த சபைக்கு ராஜாதி ராஜா. പരിശുദ്ധാത്മാവാണ് ഈ സഭയുടെ രാജാതി രാജാവ്. அவர்தான் இப்போது நம்மை நடத்துகிற தேவன். ആരാണ് ഇപ്പോൾ നമ്മെ നടത്തുന്ന ദൈവം? அதனாலதான் ரோமர் 8ஆம் அதிகாரம் 14ஆம் வசனத்தை வாசிக்கும் போது ആകയാൽ റോമർ 8:14 വായിക്കുമ്പോൾ பரிசுத்தாவியினால் நடத்தப்படுகிறவர்கள் தேவ புத்திரர்கள் என்று வாசிக்கிறோம். ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കൾ അഥവാ പുത്രന്മാർ. பரிசுத்தாவியானவர் நம்மை நடத்துகிறார். പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മെ നടത്തുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് இது മഹത്വം. 5வது தேவாலயம். 5ാമത്തെ ദൈവാലയം. 6வது தேவாலயம். 6ാമത്തേത് 1000 வருட மத சாட்சியில தேவாலயம். 1000 ആണ്ട് വാഴ്ചയിലേത്. 7ஆம் தேவாலயம் 7ാമത്തേത് நித்திய தேவாலயம். നിത്യതയിൽ. 5வது தேவாலயம் 7வது தேவாலயமாக மாற்றப்பட ഈ 5ാമത്തെ ആലയം 7ാമത്തേതായി പരിണമിക്കണം. சரீரமான சபை ശരീരമാകുന്ന സഭ ராஜ்யத்திலே ஆலயமாக மாற்றப்பட போகிறது. നിത്യതയിലെ ആലയമായി അപ്പോൾ തീരും. അഭിഷേകം പെറ്റ നാം എല്ലാവരും ആകയാൽ അഭിഷേകം പ്രാപിച്ച നമ്മൾ എല്ലാവരും രാജ്യത്തിൽ നിത്യതയിൽ നാം താൻ രാജാക്കളും ആസാര്യர்களுം നമ്മൾ തന്നെയാണ് രാജാക്കന്മാരും அந்த പുരോഹിതന്മാരും. രാജാക്കളാக ആസാര്യകളാக മാറുമ്പടിക്ക് இப்போது നീ വേർപെട്ട് ജീവിക്ക வேண்டும். ആകയാൽ ഈ രാജാക്കന്മാരായി പുരോഹിതന്മാരായി തീരേണ്ടതിന് ഇന്ന് വേർപെട്ട ജീവിതം നയിക്കണം. വേർപാട് ജീവിതത്തിലുണ്ട് 2ആം മുഖ്യത്വം. വേർപാട് ജീവിതത്തിന്റെ പ്രാധാന്യത്തിന്റെ 2ാം ഭാഗം. முதலாவது ഒന്നാമത് സ്വന്തം സമ്പത്താകും. തന്റെ പ്രത്യേക സമ്പത്താകേണ്ടതിന്. രണ്ടാമത് രണ്ടാമത് നിത്യരാജ്യത്തിലെ ആസാര്യകളാக മാറുമ്പടി നിത്യതയിലെ പുരോഹിതന്മാരായി തീരേണ്ടതിന്. ഇനി മൂന്നാമത് യാത്രാഗമം 19 5ആം വസനത്തിൽ 6ആം വസനത്തിൽ വാസിക്കുമ്പോൾ പുറപ്പാട് 19:6 ഇവர்கள் പരിശുദ്ധ ജാതി എന്ന് വാസിக்கிறோம். വിശുദ്ധ ജനം എന്ന് കാണുന്നു. இஸ்ரவேல் மக்கள் எழுத்தின்படி அவர்கள் பரிசுத்த ஜாதியாக காணப்பட்டார்கள். ഇസ്രായേൽ ജനം അക്ഷരികമായ ഒരു വിശുദ്ധ ജനമായിരുന്നു. ആവികുറിയ ജീവിതത്തിൽ ആത്മീക ജീവിതത്തിൽ ദേവൻ നമ്മെ പരിശുദ്ധവാன்களாக മാറ്റി. ദൈവം നമ്മെ വിശുദ്ധന്മാരാക്കി. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. அதனாலதான் 1 பேதுரு 1ஆம் அதிகாரத்தில் വാസിക്കുമ്പോൾ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ 15-16 വസനങ്ങളിൽ 15-16 വാക്യങ്ങളിൽ ഞാൻ പരിശുദ്ധർ ആനപടിയാൽ നിങ്ങളും പരിശുദ്ധരായിരുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഞാൻ പരിശുദ്ധൻ. ഞാൻ വിശുദ്ധൻ. നിങ്ങളും പരിശുദ്ധരായിരുന്നു. നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദേവനുടെ ആലയം പരിശുദ്ധം. ദൈവത്തിന്റെ ആലയം വിശുദ്ധം. പരിശുദ്ധമേ ദേവാലയത്തിനുടെ പ്രമാണം. ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രമാണം വിശുദ്ധി. എസെക്കിയേൽ 43-ാം അധികാരം 12-ാം വസനത്തെ വാസിക്കുമ്പോൾ 43:11 അങ്ങേ ഒരു മലയെ കുറിച്ച് വാസിக்கிறோம். അവിടെ ഒരു പർവ്വതത്തെ കുറിച്ച് വായിക്കുന്നു. മലയുടെ ഉച്ചിയെങ്കും അതിന്റെ അഗ്രത്തിൽ അതിന്റെ അതിന്റെ ചുറ്റിലും അതിന്റെ അതിർത്തിക്കകമൊക്കെ എല്ലയെങ്കും അതിന്റെ ചുറ്റിലും പരിശുദ്ധം വിശുദ്ധി. ഇതുവേ ദേവനുടെ ആലയത്തിൻ പ്രമാണം എന്ന് വാസിக்கிறோம். ഇതാകുന്നു ദൈവാലയത്തെ കുറിച്ചുള്ള പ്രമാണം. ഉച്ചി പരിശുദ്ധം. അതിന്റെ അഗ്രത്തിൽ വിശുദ്ധി. അതിന്റെ ചുറ്റിലും പരിശുദ്ധം. ചുറ്റിലും വിശുദ്ധി. അതിന്റെ എല്ലയെങ്കും പരിശുദ്ധം. അതിന്റെ അതിർത്തിയിൽ വിശുദ്ധി. ഇതുവേ ദേവനുടെ ആലയത്തിൻ പ്രമാണം. ഇതാകുന്നു ദൈവാലയത്തെ കുറിച്ചുള്ള പ്രമാണം. പഠിங்க എസെക്കിയേൽ 43:12. 43:12. ഇതാകുന്നു ആലയത്തെ കുറിച്ചുള്ള പ്രമാണം. പർവ്വതത്തിന്റെ മുകളിൽ അതിന്റെ അതിർത്തിക്കകമെല്ലാം പർവ്വതത്തിൻ ഉച്ചിയിൽ അതിന്റെ അതിർത്തിക്കകമെല്ലാം അതിനുടെ അതിർത്തി അതിനുടെ എല്ലയെങ്കും അതിവിശുദ്ധമായിരിക്കണം.
ഇതേത് വെളിപ്പെടുത്തുகிறது? ഇതാ എന്തിനെ കാണിക്കുന്നു? പരിശുദ്ധാവിൻ അഭിഷേകം പെറ്റ നാമേ ദേവനുടെ ആലയം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച നമ്മൾ തന്നെയാണ് ദൈവത്തിന്റെ ആലയം. ഉച്ചിയിൽ പരിശുദ്ധം, അതിന്റെ അഗ്രത്തിൽ വിശുദ്ധി. ഉച്ചി എന്ന് சொன்னால் അർത്ഥം என்ன? അതിന്റെ അഗ്രം എന്ന് പറഞ്ഞാൽ முதலாம் தெசலோனிக்கர் 5-ാം അധികാരം 23-ാം വചനത്തെ വാസിക്കുമ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ സമാധാനത്തിൽ ദേവൻ താമേ ഉങ്ങളെ മുற்றிலும் പരിശുദ്ധമാക്കുവാറാകട്ടെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കുമാറാകട്ടെ. ഉങ്ങൾ ആവി ആത്മാ ശരീരം മുഴുവതും കുറ്റമറ്റതായി ഇരിക്കുമ്പടി കർത്താവായ യേശു ക്രിസ്തു മഹിമയിൽ വെളിപ്പെടുമ്പോൾ കാക്കപ്പെടുവதாக. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം അനിത്യമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോ ഉച്ചി എന്ന് சொல்வது നമ്മുടെ മനതെ വെളിപ്പെടുത്തുகிறது. പർവ്വതാഗ്രം എന്നത് നമ്മുടെ മനസ്സിനെ കാണിക്കുന്നു, നമ്മുടെ ആവിയെ വെളിപ്പെടുത്തുகிறது. അഥവാ നമ്മുടെ ആത്മാവിനെ കാണിക്കുന്നു. അതിന്റെ ചുറ്റിലും എന്നത് നമ്മുടെ ആത്മാവെ വെളിപ്പെടുത്തുന്നു. ചുറ്റിലും എന്നത് നമ്മുടെ പ്രാണനെ കാണിക്കുന്നു. അതിനുടെ എല്ലയെങ്കും എന്നത് ശരീരത്തെ വെളിപ്പെടുത്തുന്നു. അതിർത്തി എന്നത് ശരീരത്തെ കാണിക്കുന്നു. നാമേ ദേവനുടെ ആലയം, നാമാണ് ദൈവത്തിന്റെ മന്ദിരം. നമുക്കൊരു മനതുണ്ട്, നമുക്കൊരു മനസ്സുണ്ട്. ഇത് പരിശുദ്ധാവിയാനവരുടെ ഓഫീസ്, ഇത് പരിശുദ്ധാത്മാവിന്റെ കാര്യാലയം. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അവർ இந்த இடத்திலே அவருடைய ആ കാര്യങ്ങളെ നടത്തുகின்றார். ദേവ അത് വന്ന് അവരുടെ ഓഫീസ് റൂം അലുവലകം, തന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന കാര്യാലയം അല്ലെങ്കിൽ ഓഫീസാണ് മനസ്സ്. ഹൃദയത്തിൽ അവർ തങ്ങിയിരിക്கிறார். ഹൃദയം താൻ വസിക്കുന്ന ഇടം, ശരീരം അവരുടെ ആലയം, ശരീരം താൻ പ്രവർത്തിക്കുന്നു. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. 3 പകുതിയിലും പരിശുദ്ധം തേവേ. ഈ 3 ഘടകങ്ങളിലും വിശുദ്ധി വേണം. മനതിൽ പരിശുദ്ധം തേവേ, മനസ്സിൽ വിശുദ്ധി വേണം. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. മനതിൽ പരിശുദ്ധമില്ലാமல் മനസ്സിൽ വിശുദ്ധി കൂടാതെ നീ ശരീരത്തിൻപടി ഒരു പരിശുദ്ധ ജീവിയം ചെയ്യ முடியாது. ശാരീരികമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുക അസാധ്യമാണ്. ചിലർ சொல்லுகிறாங்க എന്റെ മനതിലെ പരിശുദ്ധമോ ഇരിക്കുന്നതോ ഇല്ലയോ ശരീരത്തിൻപടി ചെയ്യുகிறேன். ചിലർ പറയുന്നുണ്ട് മനസ്സിൽ വിശുദ്ധി ഉണ്ടോ ഇല്ലയോ, എന്നാൽ ശരീരപ്രകാരം അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഒരുവേള നീ സിഗരറ്റ് പിടിക്കാமல் இருக்கலாம், ഒരുപക്ഷെ പുകവലിക്കാതിരുന്നേക്കാം, വേറെ എന്ത് വിധமான തീന്മயான കാര്യങ്ങൾ ചെയ്യാமல் இருக்கலாம், മറ്റു സ്വഭാവങ്ങളില്ലാതിരുന്നേക്കാം. അത് പരിശുദ്ധ ജീവിയമല്ല, എന്നാൽ അതൊരു വിശുദ്ധ ജീവിതമല്ല. എസെക്കിയേൽ 21-ാം അധികാരം 3-ാം വചനത്തിൻപടി യെഹെസ്കേൽ 21:3 അത് സന്മാർഗീയ ജീവിയം, അതൊരു സന്മാർഗിക ജീവിതം, അതുதான் മോറൽ ലൈഫ്, അതൊരു സാൻമാർഗിക ജീവിതം. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. സന്മാർഗനെയും ദുന്മാർഗനെയും പട്ടയത്തിനാൽ ഞാൻ അഴിപ്പേൻ. സന്മാർഗയെയും ദുർമാർഗയെയും ആളുകൊണ്ട് നശിപ്പിക്കും. സന്മാർഗീയ ജീവിതത്തിക്ക് ദേവൻ നമ്മെ അழைക്കവില്ല. സാൻമാർഗിക ജീവിതം നയിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ഉലകത്തിലെ മക്കൾ ചൊല്ലുகிறார்கள், ലോകത്തിലെ ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഒന്നും കുടിക്കുന്നില്ല, ഞങ്ങൾ മദ്യപിക്കുന്നില്ല, ഞങ്ങൾ സിഗരറ്റ് പിടിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, ഞങ്ങൾ ആരുടെയും ലഞ്ചം വാങ്ങുന്നില്ല, ഞങ്ങൾ കൈക്കൂലി വാങ്ങാറില്ല, എന്ത് തപ്പുക്കും പോകുന്നില്ല, തെറ്റുകൾ ചെയ്യാറില്ല. ആകൽ ഞങ്ങൾ പരിശുദ്ധവാൻ, ആകയാൽ വിശുദ്ധൻ എന്ന് പറയും. പരിശുദ്ധം എന്ന് சொன்னால் അർത്ഥം என்ன? എന്നാൽ വിശുദ്ധി എന്നാൽ അർത്ഥം എന്താണ്? ആവിയിൽ പരിശുദ്ധം, ആത്മാവിൽ വിശുദ്ധി, ആത്മാവിൽ പരിശുദ്ധം, പ്രാണനിൽ വിശുദ്ധി, ശരീരത്തിൽ പരിശുദ്ധം, ദേഹത്തിൽ വിശുദ്ധി. അപ്പൊ ആവി പരിശുദ്ധം എന്നാൽ അർത്ഥം என்ன? ആത്മാവിന്റെ വിശുദ്ധി എന്നാൽ എന്ത്? ആവിയോട് സംബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും പരിശുദ്ധം, ആത്മാവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വിശുദ്ധി വേണം. ആവിയിൽ ഉന്നത ചിന്തനയിൽ പരിശുദ്ധം, നിന്റെ ചിന്തയിൽ വിശുദ്ധി, ഉന്നത ചിത്തത്തിൽ പരിശുദ്ധം, നിന്റെ ഇഷ്ടത്തിൽ വിശുദ്ധി, ഉന്നത എണ്ണങ്ങളിൽ നിന്റെ പരിശുദ്ധം, വിചാരങ്ങളിൽ വിശുദ്ധി, ഉന്നത ചിന്തനയിൽ പരിശുദ്ധം, നിന്റെ നിരൂപണങ്ങളിൽ വിശുദ്ധി, ഉന്നത അറിந்து കൊള്ളുகிற പകുതി പുരിந்து കൊള്ളുகிற പകുതിയിൽ പരിശുദ്ധം, നിന്റെ അറിവ് തിരിച്ചറിവിൽ വിശുദ്ധി, ധ്യാനത്തിൽ പരിശുദ്ധം, നിന്റെ ധ്യാനത്തിൽ വിശുദ്ധി, ജ്ഞാപകത്തിൽ നിന്റെ പരിശുദ്ധം, ഓർമ്മയിൽ വിശുദ്ധി, ധ്യാനത്തിൽ തേടുവതിൽ പരിശുദ്ധം, നിന്റെ സ്മരണയിൽ നിന്റെ അന്വേഷണത്തിൽ വിശുദ്ധി, നിലവുകളിൽ പരിശുദ്ധം, നിന്റെ സ്മരണയിൽ വിശുദ്ധി. ഇതെല്ലാം ചേർന്നത് താൻ മൈൻഡ് മനത് എന്ന് சொல்லுகிறது. ഇതെല്ലാം ചേർന്നതാണ് മനസ്സ്. എല്ലാ പകുതിയിലും പരിശുദ്ധം, എല്ലാ ഘടകങ്ങളിലും വിശുദ്ധി. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ഇപ്പൊ ഞാൻ സിഗരറ്റ് പിടിക്കുന്നില്ല, ഞാൻ പുകവലിക്കുന്നില്ല, ആனா எனக்கு இவர் விரோதமாக பேசினால், എന്നാൽ താൻ എനിക്കെതിരായി സംസാരിച്ചാൽ எனக்கு உடனே மனதுக்குள்ள பல எண்ணங்கள் வரக்கூடும், മനസ്സിൽ പല വിചാരങ്ങൾ വരും. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. ഒരു ബ്രാഹ്മിൻസ് ഒരുവർ சொன்னார், ഒരാൾ പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്യുന്നത്, ഞങ്ങൾ പാപം ചെയ്യാറില്ല, ഞങ്ങൾ പരിശുദ്ധമായി ജീവിക്കും, ഞങ്ങൾ വളരെ വിശുദ്ധമായി ജീവിക്കുന്നു. സാർ കോപപ്പെടാതീങ്ക, സാർ കോപിക്കരുത്. ഞാൻ ഒരു വിഷയം சொல்ல ഞാൻ போறேன். ഒരു കാര്യം പറയട്ടെ. உங்களோட மூத்த மகளை யாராவது கெடுத்தால் நீங்க எப்படி இருப்பீங்க? നിങ്ങളുടെ മൂത്ത മകളെ ആരെങ്കിലും മാനഭംഗപ്പെടുത്തിയാലോ? அதெல்லாம் விட மாட்டேன். വിടത്തില്ല. சொன்ன உடனே முகமெல்லாம் மாறியாச்சு, പറഞ്ഞപ്പോഴേ മുഖമൊക്കെ ചുവന്നു. இப்ப நீங்க கோபப்படுறீங்களே, ഇപ്പൊ കോപം വന്നില്ലേ? அது எப்படி?
ആഹാ, അതെങ്ങനെ? അതയ്യാ பரிசுத்தம் എന്ന് சொன்னால் മനതിലും പരിശുദ്ധം. വിശുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിലും വിശുദ്ധി. നീங்க നിനക്കുന്നത് ശരീരത്തിലെ ഒരു പരിശുദ്ധം ഉണ്ട്. പുറമേയുള്ള വിശുദ്ധിയാണ് നിങ്ങൾ കരുതുന്നത്. മനതിൽ പരിശുദ്ധമില്ലാமல் ശരീരത്തിൽ പരിശുദ്ധமாக ജീവിക്കുന്നതുக்கு தான் സന്മാർഗീയ ജീവിതം. മനസ്സിൽ വിശുദ്ധി ഇല്ലെങ്കിലും പുറമേ വിശുദ്ധമായി ജീവിക്കുന്നതാണ് ഒരു സാൻമാർഗിക ജീവിതം. இன்னைக்கு அநேக விசுவாசிகள் அப்படிதான் எடுத்துக்கொள்ளுகிறார்கள். അനേക വിശ്വാസികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? உன்னுடைய மனதை குறித்து நீ எண்ணுகிறாயா? നിന്റെ മനസ്സിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? உன்னுடைய எண்ணங்களை குறித்து நீ யோசிக்கிறாயா? വിചാരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? உன்னுடைய சிந்தனையை குறித்து നിന്റെ யோசிக்கிறாயா? ചിന്തകളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? உன்னுடைய சிந்தனைகள் எப்படிப்பட்டது? നിന്റെ നിരൂപണങ്ങൾ എങ്ങനെ? உன்னுடைய சிந்தனை பொல்லாத சிந்தனையா? നിന്റെ ചിന്തകൾ ദോഷമാണോ? மாம்சீகமான சிந்தனையா? ജഡിക ചിന്തയാണോ? தகாத சிந்தனையா? ആകാത്തതാണോ? மனுஷிக சிந்தனையா? മാനുഷികമാണോ? உலக சிந்தனையா? ലോക ചിന്തയാണോ? எப்படிப்பட்ட சிந்தனை? എങ്ങനെയാണ് തിരിക്കുന്നത്? எல்லாத்துக்கும் வசனம் உண்டு. തെളിവായി വചനങ്ങളുണ്ട്. മാർക്ക് 7-ാം അധികാരം 21-ാം വചനത്തിൽ പൊല്ലാത്ത സിന്തന. മാർക്കോസ് 7:21 ദുശ്ചിന്ത. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. റോമർ 8-ാം അധികാരം 6-ാം വചനത്തിൻപടി മാംസിക സിന്തന. റോമർ 8:7 ജഡത്തിന്റെ ചിന്ത. യാക്കോബ് 2-ാം അധികാരം 4-ാം വചനത്തിൻപടി തകാത സിന്തന. യാക്കോബ് 2:4 ആകാത്ത ചിന്തകൾ. മത്തേയു 16-ാം അധികാരം 22-ാം വചനത്തിൽ മനുഷിക സിന്തന. മത്തായി 16:22 മനുഷ്യർക്കുള്ള ചിന്ത. ഫിലിപ്പിയർ 3-ാം അധികാരം കടേശി വചനത്തിൽ ഉലക സിന്തന. ഫിലിപ്പിയർ 3-ന്റെ അവസാനം ലോകത്തിന്റെ ചിന്ത. ഇതെല്ലാം പിശാചുരുടെ സിന്തനകൾ. ഇതൊക്കെ പിശാച് തരുന്ന ചിന്തകൾ. ഉன்னுடைய മനതിൽ എന്നென்ன കാര്യങ്ങൾ ഉണ്ട്? നിന്റെ മനസ്സിൽ എന്തെല്ലാം ഉണ്ട്? ഉനക്ക് யாராவது பிடிக்காத ஒரு காரியம் செய்தால், നിനക്ക് ഇഷ്ടമില്ലാത്തത് ആരെങ്കിലും ചെയ്താൽ, அல்ல உன் பிள்ளைக்கு விரோதமாக யாராவது ஒன்று பேசினால், നിന്റെ മക്കൾക്കെതിരായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ உன்னுடைய சிந்தனைகள் எப்படி இருக்கும்? നിന്റെ ചിന്തകൾ എങ്ങനെയായിരിക്കും? உன்னுடைய எண்ணங்கள் எப்படி നിന്റെ இருக்கும்? വിചാരങ്ങൾ എങ്ങനെ ഇരിക്കും? நீ அந்த நேரத்தில் சந்தோஷப்படுவீர்களா? നീ അപ്പോൾ സന്തോഷിക്കുമോ? இல்ல கோபப்படுவீர்களா? കോപിക്കുമോ? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. சிந்தனையே ആരാய்ந்து பார்க்க வேண்டும். ചിന്തകളെ ആരാഞ്ഞ് പരിശോധിക്കാം. ഒരു പരിശുദ്ധവാന്റെ சிந்தனை ഒരു വിശുദ്ധന്റെ ചിന്ത അവനക്ക് പരിശുദ്ധമായി இருக்கும். അത് വിശുദ്ധമായിരിക്കും. അവൻ എന്നென்ன பிரச்சனைகள் வந்தாலும், അവൻ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, தன்னுடைய பிள்ளைகளை எந்த விதத்தில் பேசினாலும், തന്റെ മക്കളെ കുറിച്ച് എന്തെല്ലാം எந்த പറഞ്ഞാലും, விஷயங்கள் வந்தாலும், ഏത് പ്രശ്നങ്ങൾ വന്നാലും അവൻ പരിശുദ്ധത്തിൽ തന്നെ വെളിപ്പെടുത്തുവാൻ. തന്റെ വിശുദ്ധിയെ മാത്രം വെളിപ്പെടുത്തും. ഒരു പരിശുദ്ധവാൻ ശോധനയിലൂടെ പോകുമ്പോൾ സോർന്നു പോകാமல் അധൈര്യപ്പെടാமல் ഇരുന്നാൽ, അവന്റെ മുഖം മാറാமல் ഇരുന്നാൽ അവനേ പരിശുദ്ധവാൻ. ഒരു വിശുദ്ധനാണെങ്കിൽ താൻ പ്രശ്നങ്ങളിലൂടെ പരിശോധനകളിലൂടെ പോകുമ്പോൾ അവൻ തളരാതിരുന്നാൽ, മുഖം മാറാതിരുന്നാൽ അവനാണ് യഥാർത്ഥ വിശുദ്ധൻ. നീതിമൊഴികൾ 23-ാം അധികാരം 7-ാം വചനത്തെ വാസിക്കുമ്പോൾ സദൃശവാക്യം 23:7 അവനുടെ ഹൃദയത്തിൻ എണ്ണങ്ങൾ എപ്പടി ഇരിക്കുന്നതോ അപ്പടിയേ അവൻ കാണപ്പെടുക. അവൻ തന്റെ ഹൃദയത്തിൽ എന്താണോ കണക്ക് കൂട്ടുന്നത് അവൻ അതുപോലെ ആയിരിക്കും. നമ്മുടെ മനதை நாம் ஆராய்ந்து பார்க்க வேண்டும். നാം നമ്മുടെ മനസ്സിനെ ആരാഞ്ഞു നോക്കണം. ചിന്തകളെ ആരാய்ந்து பார்க்க നമ്മുടെ வேண்டும். ചിന്തകളെ ആരാഞ്ഞു പരിശോധിക്കണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இந்த மனதில் பரிசுத்தம் தேவை. നമ്മുടെ മനസ്സിൽ വിശുദ്ധി വേണം. അതേപോലെ ആത്മാവിൽ പരിശുദ്ധം தேவை. നമ്മുടെ പ്രാണനിൽ വിശുദ്ധി വേണം. ഹൃദയത്തിൽ പരിശുദ്ധം தேவை. ഹൃദയത്തിൽ വിശുദ്ധി വേണം. ഹൃദയം എന്ന് சொல்லும்போது ഹൃദയം എന്നാൽ സ്വഭാവ പകുതി, സ്വഭാവം, എഴുച്ചികൾ, നമ്മുടെ വികാരങ്ങൾ, വാഞ്ചകൾ, ആഗ്രഹങ്ങൾ, ആശാപാസങ്ങൾ, നമ്മുടെ രാഗമോഹങ്ങൾ, தெரிந்து கொள்ளுகிற பகுதி, തിരഞ്ഞെടുപ്പ്, அதுதான் இருதயம். ഇതാണ് ഹൃദയം. உங்கள் இருதயம் கலங்காதிருப்பதாக. ഞങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. தேவனுக்கு സ്വഭാവങ്ങൾ. സ്വഭാവം. നിനക്ക് പിടിക്കാത്ത കാര്യം എന്താ? ഉന്റെ സ്വഭാവം മാറുമോ? നിനക്ക് ഇഷ്ടമില്ലാത്തത് വന്നാൽ സ്വഭാവത്തിന് മാറ്റം വരുമോ? ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പരിശുദ്ധവാന്റെ സ്വഭാവം ഒരുപോലും ഒരു മാറാതെ. വിശുദ്ധന്റെ സ്വഭാവം മാറുന്നില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇനി ശരീരത്തെ ചൊല്ലുമ്പോൾ ശരീരമാണെങ്കിൽ ഐമ്പുലങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, മെയ്വായ്, കൺ, കാത്, മൂക്ക്, നമ്മുടെ തൊക്ക്, മൂക്ക്, നാക്ക്, കണ്ണ്, കാത്, ഇതിലെല്ലാം പരിശുദ്ധം. ഇതിലെല്ലാം വിശുദ്ധി. പാർവ നിന്റെ പരിശുദ്ധം. നോട്ടത്തിൽ വിശുദ്ധി. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എല്ലാവற்றையும் നീ பார்க்க முடியாது. എല്ലാം ഒന്നും കണ്ടുകൂടാ. ഉന്റെ കാതിൽ പരിശുദ്ധം. ചെവിയിൽ വിശുദ്ധി. എല്ലാവற்றைയും നീ കേൾക്കക്കൂടാ. എല്ലാം ഒന്നും കേൾക്കരുത്. വായിൽ പരിശുദ്ധം. വായിൽ വിശുദ്ധി. ഉന്റെ വാർത്തയിൽ പരിശുദ്ധം. വാക്കുകളിൽ വിശുദ്ധി. ഉന്റെ മൂക്കിൽ പരിശുദ്ധം. നിന്റെ മൂക്കിൽ വിശുദ്ധി. മുകർന്ന് പാർക്കുന്നതിൽ പരിശുദ്ധം. ഘ്രാണം ചെയ്യുന്നതിൽ ഉന്റെ വിശുദ്ധി. ത്വക്കിൽ പരിശുദ്ധം. നിന്റെ ത്വക്കിൽ, ഉന്റെ ഉണർച്ചയിൽ നിന്റെ പരിശുദ്ധം. വികാരങ്ങൾ, സ്പർശനത്തിൽ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും വസനമുണ്ട്. തെളിവായിട്ട് വചനങ്ങളൊക്കെ ഉണ്ട്. അതിനാൽதான் ദാവീദ് சொல்லுகிறார். ദാവീദ് പറയുന്നത് 19-ാം സംഗീതം 14-ാം വചനത്തിൽ വാസിക്കുമ്പോൾ 19-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ എൻ മീட்பരും കൺമലയുമാകിയ കർത്താവേ, എന്റെ പാറയും വീണ്ടെടുപ്പുകാരനുമായുള്ളവേ, വായിൻ വാർത്തകളും എന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിൻ ധ്യാനവും ഹൃദയ
ഹൃദയത്തിലെ ധ്യാനവും உமது சமூகத்தில் നിനക്ക് பிரீதியாயிருப்பதாக. പ്രസാദമായിരിക്കട്ടെ. அங்க ரெண்டு காரியம் தான் சொல்கிறார். അവിടെ രണ്ട് കാര്യങ്ങളാ, வாயின் வார்த்தைகளும் വായിലെ വാക്കുകളും இருதயத்தின் தியானமும் ഹൃദയത്തിലെ ധ്യാനവും அதோட மற்ற எல்லா அம்சங்கள் അതോടെ മറ്റു ഘടകങ്ങളെല്ലാം தேவனுடைய சமூகத்தில் பிரீதியாயிருப்பதாக. ദൈവത്തിന് മുൻപാകെ പ്രസാദമാകട്ടെ. பிரீதி என்றால் அர்த்தம் என்ன? പ്രസാദം എന്നാൽ ആംഗല ബൈബിളിൽ അക്സെപ്റ്റബിൾ, അംഗീകരിക്കக்கூடிയதாக. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അക്സെപ്റ്റബിൾ, ദൈവത്തിന് സ്വീകാര്യമായിട്ട്. என்னோட மனதிலே எல்லாம் நீர் അംഗീകരിക്കக்கூடியதாக കാണപ്പെட வேண்டும். കർത്താവിന്റെ മനസ്സിലെ ഘടകങ്ങളെല്ലാം ദൈവം അംഗീകരിക്കുന്നതാകണം. എന്റെ ഹൃദയത്തിലെ അംശങ്ങളെല്ലാം നീർ അംഗീകരിക്കக்கூடிയதாக. ഹൃദയത്തിലെ ഘടകങ്ങളെല്ലാം ദൈവം അംഗീകരിക്കുന്നതാകണം. എന്റെ ശരീരത്തിലെ ഐമ്പുലങ്ങളെല്ലാം അംഗീകരിക്കக்கூடிയതാണ്. എന്റെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ദൈവത്തിന് സ്വീകാര്യമാകണം. ആനപടിയിനാലത്തെ 139 സംഗീതം 23, 24 വചനങ്ങളെ വാസിക്കുമ്പോൾ 139 സങ്കീർത്തനം 23, 24 വാക്യങ്ങൾ அங்க நாம் என்ன வாசிக்கிறோம்? അവിടെ എന്ത് വായിക്കുന്നു? என்னுடைய சிந்தனையை சோதனை செய்து பாரும். എന്റെ നിരൂപണങ്ങളെ പരിശോധിച്ചറിയണമേ. എന്റെ ഹൃദയത്തെ ആരാய்ந்து பாரும். എന്റെ ഹൃദയം പരിശോധിക്കണമേ. என்னுடைய வழிகளை சோதனை செய்து பாரும். ആ വ്യസനത്തിലുള്ള മാർഗമുണ്ടോ എന്ന് എന്നെ പരിശോധിക്കണമേ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. வேதனைப்படுத்தும் ஏதாவது என்னிடத்தில் உண்டோ என்று பார்த்து என்னை நித்திய வழியில் நடத்தும். വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்ப നമ്മുടെ മനதை നാം മുഖ്യപ്പെടുത്ത வேண்டும். ആകയാൽ മനസ്സിന് പ്രാധാന്യം കൊടുക്കാം. இன்னைக்கு நாம் ஆவியில் நிரம்புகிறோம். ഇന്ന് ആത്മാവിൽ നിറയുന്നു. മനത് എങ്കെല്ലാം പോയി വരുகிறது. മനസ്സ് എവിടെയെല്ലാം ചുറ്റി തിരിയുന്നു. ചിലരുടെ മനത് ഇങ്ങ ഇല്ല. ചിലരുടെ മനസ്സ് ഇവിടെ അല്ല. അതിനായിട്ട് ആവിയിൽ നിറമ്പ മുടിக்கிறதிല്ല. അതുകൊണ്ട് ആത്മാവിൽ നിറയാൻ സാധിക്കുന്നില്ല. ഞാൻ ഒരിടത്തിൽ ഒരു കാത്തിരിപ്പൂട്ടം നടത്തിനെ. ഞാൻ ഒരിക്കലും ഒരു കാത്തിരിപ്പ് കൂട്ടം നടത്തി. ഞാൻ അടിക്കടി 6 നാൾ 7 നാൾ കാത്തിരിപ്പൂട്ടം എല്ലാം നടത്തും. കൂടെ 6-7 ദിവസങ്ങളിൽ കാത്തിരിപ്പ് യോഗങ്ങൾ നടത്താറുണ്ട്. അത് ഞാൻ வைத்திருக்கிற പേര് RPM. അതിന് RPM എന്നാണ് പേര്. ദേവനുക്ക് ദൈവത്തിന് മഹത്വം. എന്നാ RPM? എന്താണ് ഈ RPM? இந்த ഫാനിലെല്ലാം ഇருக்கு RPM. ഫാനിലുണ്ട് RPM. എന്നാ റൊട്ടേഷൻ പവർ മിനിറ്റ് എന്നതാ അതിൽ എഴുതിയിരിക്കുന്നു. റൊട്ടേഷൻ പെർ മിനിറ്റ്. നമ്മുടെ RPM എന്നാ? നമ്മുടേത് എന്താണ്? റിസറക്ഷൻ പവർ മീറ്റിംഗ്. അതെ, ഉയർപ്പിക്കും വല്ലമേ കൂട്ടം. റിസറക്ഷൻ പവർ മീറ്റിംഗ്, ഉയർപ്പിൻ ശക്തിയുടെ യോഗം. ദേവനുക്ക് ദൈവത്തിന് മഹത്വം. അപ്പോ அந்த காத்திருப்பு கூட்டத்திலே ആ കാത്തിരിപ്പ് യോഗത്തിൽ നല്ല അഭിഷേകം ഇറങ്ങുന്നത്. നല്ല അഭിഷേകം ഇറങ്ങുന്നു. പ്രിയപ്പെട്ട ഒരു സഹോദരൻ, എനിക്ക് ഇഷ്ടപ്പെട്ടതായ ഒരു സഹോദരൻ. അവൻ എപ്പോഴും മുന്നാലെ താൻ ഉட்காருவான். എല്ലായ്പ്പോഴും മുമ്പിലാണ് ഇരിക്കാറ്. இப்படி எழும்பி നിന്റെ കൂട്ടത്തെ നടത്തിയിട്ട് இருக்கிறேன். ഞാൻ എഴുന്നേറ്റുന്ന യോഗം നടത്തുന്നു. ഞാൻ അവനെ പാർത്തേ. ഞാൻ അവനെ നോക്കി. അവനെ കാണോ? അവനെ കാണുന്നില്ല. അവൻ അതേപോലെ ഒരു വാസലിൽ പക്കത്തിൽ ഉட்கார்ந்துட்டு இருக்கிறான். ആ വാതിലിലാണ് ഇരിക്കുന്നത്. അവിടെ വെളിയെ പാത്തുകൊണ്ടേ ഇരിക്കുന്നു. പുറത്തു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങ ഭയങ്കര അഭിഷേകം. ഇവിടെ ഭയങ്കര ഉണർവ്. എല്ലാവരും നല്ല കുതിക്கிறாங்க. എല്ലാവരും ചാടുന്നു. ദേവനുക്ക് അങ്ങേ പാർത്തിട്ട് இருக்கிறான். എന്നാൽ ഇവൻ പുറത്തു നോക്കി இப்படியே നടന്നു പോയി. ഞാനിങ്ങനെ പോയി പിന്നാലെ കൂടെ വന്ന് പുറകിൽ കൂടെ വന്ന് മുതുകിലെ இந்த പകുതി ഒരു തട്ട് തട്ടി മുതുകത്ത് ഇങ്ങനെ ആഞ്ഞൊന്ന് അടിച്ചു. ഉടനെ അവനെ പിടിച്ചു. അവൻ നെട്ടി. എന്നാ നീ പண்ற? എന്തോ ചെയ്യുന്നു? എല്ലാരും ആവി നിറയുമ്പോൾ നീ എന്നെ പാത്തിട്ട് இருக்கிற. എല്ലാരും ആത്മാവിൽ നിറയുമ്പോൾ നീ എവിടെ നോക്കുന്നു? അവൻ ഉണ്മയുള്ളവൻ. അവൻ വിശ്വസ്തനാണ്. അവൻ മുഴങ്കാലിൽ നിന്റെ ഉടനെ മുഴങ്കാലിൽ എനിക്ക് മന്നി പാസ്റ്ററിനോട് ക്ഷമിക്കണം. ബിസിനസ് ഡൗൺ ആയി പോയി. ബിസിനസ് ഡൗൺ ആയി. ദേവനുക്ക് அதனால ബിസിനസ്ക്ക് ഞാൻ இப்படி ഡൗൺ ആയി പോച്ചേ சொல்லி யோசனை பண்ணிட்டு இருக்கேன். അങ്ങനെ ഒരു ചിന്താഭാരത്തിൽ ഇരിക്കുകയാണ്. ഇതെന്നടാ ബിസിനസ് പാക്കற നേരമാ? ഇതാ ബിസിനസ് നോക്കാനുള്ള സമയം. അതൊക്കെ പിന്നെ പറയാം. ദേവനുക്ക് ദൈവത്തിന് മഹത്വം. അവന്റെ ബിസിനസിന്റെ 75% ടെക്നോളജി ടെക്നോളജി താ. അവന്റെ ബിസിനസിന്റെ ടെക്നോളജിയുടെ 75% എന്റെ കയ്യിൽ നിന്ന് പോയതാണ്. അതെല്ലാം പിറകെ ചൊല്ലിത്തറേ. അതൊക്കെ പിന്നെ പറഞ്ഞു തരാം. ഇപ്പൊ നീ ആവിയിൽ നിറമ്പ്. ഇപ്പോൾ ആത്മാവിൽ നിറയുക. ഒരു കൊതി കൊതിച്ച നമ്മ വിലകാൻ വരുന്ന താടിയിൽ ഇടിച്ചിരിക്കും. എടുത്തൊരു ചാട്ടം ചാടി ഞാൻ മാറിയില്ലെങ്കിൽ എന്റെ താടിയിൽ വന്നിടിച്ചനെ. കൊതി കൊതിച്ച ഉടനെ അവനിക്ക് മുന്നുക്ക് വന്ന ഒറ്റ ചാട്ടം ചാടി മുമ്പിലെത്തി. അതുക്ക് പിറകെ പിന്നീട് ഒരു മാസத்துக்கு പിറകെ ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് പെരിയ ദുഃഖമുണ്ടായി. വലിയ വിഷമമുണ്ടായി. എനിക്ക് ഒരു ബാഗ് കൊടുത്ത. ഒരു ബാഗ് തന്നു. എന്നെ കൂപ്പിട്ടാൻ വീട്ടിൽ. എന്നെ വീട്ടിൽ വിളിച്ചു. ഒരു ബാഗ് കൊടുത്ത. ഒരു ബാഗ്. പക്ഷേ ഇതിൽ കുറച്ച് ഓഫറിംഗ് ഇருக்கு. ഒരല്പം ഓഫറിംഗ് ഉണ്ട്. അങ്ങ് എണ്ണി പാക്കാൻ മുടിയാതില്ല. അവിടെ വെച്ച് അവന്റെ മുമ്പിൽ നിന്ന് എണ്ണി നോക്കുന്നത് എങ്ങനെ? പിന്നെ വന്ന് നോക്കി. വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ എനിക്ക് ഒരേ ദുഃഖം. ഭയങ്കര വിഷമം. എന്നാ ദുഃഖം? എന്താണ്? അതിൽ 1,00,000 രൂപ ഇരുന്നത്. അതിൽ 1,00,000 രൂപയുണ്ട്. 1,00,000 ദുഃഖം. 1,00,000 ദുഃഖം. ഒരടിക്ക് 1,00,000. 2 അടി കൊടുത്തിരുന്ന
ഒരടിക്ക് 1 ലക്ഷം വന്ന് ഒറ്റയടിക്ക് 2 അടി 3 അടി കൊടുത്തിരുന്ന ഒരു കൂട്ടയടി അടിച്ചിരുന്നെങ്കിലോ? ദൈവത്തിന് മഹത്വം. അരുമയാണ് ദേവജനമേ, ദൈവജനമേ, ഉന്റെ മനസ്സിൽ എന്നെ ഓടുகிறது, നിന്റെ മനസ്സിൽ കൂടെ എന്തോ ഓടുന്നു? ബിസിനസ് ഓടുകതാ? ബിസിനസ് ആണോ? ഉന്റെ പിള്ളை ഓടുതാ? മക്കളാണോ? ഉന്റെ വ്യാപാരം ഓടുതാ? ബിസിനസ് ആണോ? ഉന്നോട് വീട്ടുകാര്യങ്ങൾ ഓടുകതാ? വീട്ടുകാര്യങ്ങളാണോ? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. யோசித்து பாரு, ചിന്തിക്കുക. அதனால தான் உனக்கு சரியாக ஆவியில் நிரம்ப முடிகிறதில்லை. അതുകൊണ്ട് നിനക്ക് നന്നായിട്ട് ആത്മാവിൽ നിറയാൻ പറ്റുന്നില്ല. മനതേ നീ ശുദ്ധീകരിക്ക നിന്റെ வேண்டும். മനസ്സിനെ നീ ഇതിൽ നിന്ന് ശുദ്ധീകരിക്കണം. മനതേ ശുദ്ധീകരിക്കാമ മനസ്സിനെ ശുദ്ധീകരിക്കാതെ കൈയടിച്ച് കൈയടിച്ച് ഏതോ അന്യഭാഷ ഏതോ അന്യഭാഷ പറഞ്ഞാൽ പരിശുദ്ധം കിടക്കാതെ നിനക്ക് വിശുദ്ധി ഉണ്ടാകില്ല. அதனால தான் உன்னுடைய வாழ்க்கையில் ஒரு பரிசுத்தத்தில் முன்னேற்றம் இல்லை. അതുകൊണ്ട് വിശുദ്ധ ജീവിതത്തിൽ ഒരു പുരോഗതിയിൽ നിനക്കില്ല. அப்படிப்பட்டவர்கள் അങ്ങനെയുള്ളവർ അനേക രഹസ്യ പാപങ്ങൾക്ക് ഇടം കൊടുത്ത് ജീവിக்கிறார்கள். അനേക രഹസ്യ പാപങ്ങൾക്ക് ഇടം കൊടുത്ത് ജീവിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ശരീരത്തിൽ പാപം ചെയ്യുന്നത് പോലെ ശരീരത്തിൽ പാപം ചെയ്യുന്നത് പോലെ മനസ്സിലും പാപം ചെയ്യலாம். മനസ്സുകൊണ്ടും ചെയ്യാം. ശരീരത്തിൻ പാപத்துக்கு ദണ്ഡന இருக்கிறது പോലെ ശരീരത്തിൽ ചെയ്യുന്ന പാപത്തിന് ശിക്ഷയുള്ളത് പോലെ മനസ്സിലെ പാപങ്ങൾക്കും ദണ്ഡനയുണ്ട്. മനസ്സുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾക്കും ശിക്ഷയുണ്ട്. ഇപ്പൊ ഞാൻ ശരീരത്തിൽ இந்த പേനാവെ തിരുടലാം. ഞാൻ കൈകൊണ്ട് ഈ പേന മോഷ്ടിക്കാം. ഇവരുടെ പേന തന്റെ പേനയാണ്. അവർക്ക് തിരിയാമ ഞാൻ തിരുടലാം. താൻ അറിയാതെ മോഷ്ടിച്ചേക്കാം. അതേ വേളയിൽ അതുപോലെ അവരുടെ പേനാവെ ഞാൻ മനസ്സിലും തിരുടലാം. മനസ്സുകൊണ്ടും അത് മോഷ്ടിച്ചേക്കാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. எப்படி മനസ്സിൽ തിരുട முடியும்? മനസ്സുകൊണ്ട് മോഷ്ടിക്കാം. அந்த പേനാവെ എടുക്ക வேண்டும் എന്ന ഒരു എണ്ണം എനിക്കുള്ള വരുമ്പോൾ പേന കിട്ടിയാൽ എടുത്താൽ കൊള്ളാമെന്നുള്ള ഒരു ചിന്ത, அந்த എണ്ണത്തിനാൽ ഞാൻ അവന്റെ പേനാവെ തിരുടി വിട്ടു. ആ ചിന്ത കൊണ്ട് ഞാൻ അവന്റെ പേന മോഷ്ടിച്ചു കഴിഞ്ഞു. ഇത് எப்படி നമുക്ക് നിരൂപിക്കാൻ முடியும்? ഇതെങ്ങനെ തെളിയിക്കാം? യേശുവേ சொன்னார். യേശു പറഞ്ഞു. മത്തേയു 5-ാം അധികാരം 27-28 വചനങ്ങളെ വാസിക്കുമ്പോൾ 5:27-28 ഒരുവൻ ഒരു സ്ത്രീയെ ഇച്ഛയോടെ പാർത്താൽ അവളുമാകെ ഹൃദയത്തിൽ വ്യഭിചാര പാപം ചെയ്തായി. മോഹിക്കേണ്ടതിന് ഒരു സ്ത്രീയെ നോക്കിയാൽ അവൻ അവളോടുകൂടെ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. இந்த இடத்தில் நாம் അനേകരും ബലവീനപ്പെടുகிறோம். ഇവിടെ നമ്മൾ പലരും ദുർബലരാണ്. അതിനായിട്ട് അനേകർ சொல்லுகிறார்கள், അതുകൊണ്ടാണ് അനേകർ പറയുന്നത്, എനിക്കൊരു ഉണ്മயான പരിശുദ്ധ ജീവിതം ഇല്ലയേ, എനിക്കൊരു യഥാർത്ഥ വിശുദ്ധ ജീവിതമില്ലല്ലോ. എന്നാൽ ഒരു ശരിயான പരിശുദ്ധ ജീവിതം ചെയ്യ முடியாமல் മായമാലത്തിൽ ഞാൻ കാണപ്പെടുகிறேன். ഒരു യഥാർത്ഥ വിശുദ്ധ ജീവിതം ചെയ്യാതെ ഒരു കപട ഭക്തിക്കാരനെ പോലെ കാണപ്പെടുന്നു. അനേകർ അറിക്കை செய்கிறார்கள். അനേകർ ഏറ്റു പറയുന്നുണ്ട്. ദേവജനമേ, ഉങ്ങളുടെ മനസ്സ് എന്ത് നിലമയിൽ കാണപ്പെടുகிறது? പ്രിയ ദൈവജനമേ, നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെ? നീ വേർപെട്ട് ജീവിയാവിട്ടാൽ, നീ വേർപെട്ട് ജീവിച്ചില്ലെങ്കിൽ, നിന്റെ മനസ്സിൽ പരിശുദ്ധം വരാതെ, മനസ്സിൽ വിശുദ്ധിയില്ല എങ്കിൽ, വേർപെട്ട് ജീവിക്കുമ്പോൾ മനസ്സിൽ പരിശുദ്ധം, മനസ്സിൽ വിശുദ്ധി. അപ്പൊ എല്ലാ വിഷയത്തിലും നീ വേർപെട്ട് ജീവിക്കണം. എല്ലാത്തിലും വേർപെട്ട് ജീവിക്കുക. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. ഒരു സ്ത്രീയെ പാർക്കലാം, ഒരു സ്ത്രീയെ നോക്കാം. ഒരു പുരുഷനെ പാർക്കലാം, പുരുഷനെ നോക്കാം. ഒരു പൊരുളെ പാർക്കലാം, വസ്തുവിനെ നോക്കാം. കപ്പെ പാർക്കലാം, കപ്പായാലും നോക്കാം. പാർക്കലാം, ഒരു വാച്ചായാലും നോക്കാം. പാർക്കുന്നതിനാൽ തപ്പില്ല. നോക്കുന്നതല്ല തെറ്റ്. എപ്പടി പാർക്കുന്നത് തപ്പ്. എന്നാൽ നോക്കുന്നത് എങ്ങനെ തെറ്റാകും? ഇച്ഛയോടെ പാർக்கிறവൻ, മോഹത്തോടെ നോക്കുന്നവൻ, വാഞ്ചയോടെ പാർக்கிறവൻ, ആഗ്രഹത്തോടെ നോക്കുന്നവൻ. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. அந்த பொருளுமாக വ്യഭിചാര പാപ ഹൃദയത്തിൽ ചെയ്യുகிறாൻ. അവൻ ആ വസ്തുവുമായിട്ട് ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. ഒരു പേനാവെ പാത്ത്, ഈ പേന കണ്ടു, നല്ല പേന, നല്ലതായിരിക്കുന്നു. ഇവിടെ എല്ലാം പാത്ത്, ഓ മെയ്ഡ് ഇൻ ജപ്പാൻ, മെയ്ഡ് ഇൻ ജപ്പാൻ. ഉടനെ വായിലെല്ലാം തണ്ണി വരും, വായിൽ വെള്ളം മൂറി. ഉടനെ എന്നെ വരും, എന്താണ് இந்த பொருள் വാങ്ങണം, നമുക്കൊരു ഇച്ഛ വരും. ഇത് വാങ്ങണമെന്നൊരു മോഹം. സഹോദരിമാർക്ക് സാരി മേലൊരു ഇച്ഛ വരും. സഹോദരിമാർക്ക് സാരിയിൽ ഒരു മോഹം. அந்த கடையில் இது இப்படி பேசிட்டே இருக்கு, என் மகளே வா 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 கூப்பிட்டுட்டே இருக்கும். എന്റെ മകളെ എന്ന് മാടി വിളിക്കും, இல்லையா? உடனே போய் பார்ப்பாங்க, ഉടനെ പോയി இது നോക്കും. என்ன விலை? എന്താ വിലയാ? ஒரு 350 ரூபாய், 350 രൂപ, മെയ്ഡ് ഇൻ ജപ്പാൻ. മെയ്ഡ് ഇൻ ജപ്പാൻ. உடனே கையில் இருக்கிறதோ ஒரு 50 ரூபாய் தான். കയ്യിൽ 50 ഉള്ളൂ. ഇനി 300 രൂപ വേണം. ഇനി 300 രൂപ. പുരുഷ എത്ര നാൾ വെപ്പീങ്ക? എത്ര ദിവസം ഇവിടെ കാണും? അത് നിങ്ങൾക്ക് വേണ്ടുമാനാ ഞാൻ വെக்கிறேன். വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെക്കാം. 2 നാളും കൂടെ വെக்கிறேன். 2 ദിവസം കൂടി ഇവിടെ വെച്ച്. இந்த பொருள் അടുത്ത കടയ്ക്ക് പോയി വിടും. അല്ലെങ്കിൽ അടുത്തോട്ട് പോകും. അടുത്ത കടയിലുള്ളത് ഇങ്ങ വന്ന് വിടും. അടുത്ത കടയിലുള്ളത് ഇവിടെയും വരും. തുണിക്കുമുണ്ട് ട്രാൻസ്ഫർ. തുണിക്കും ട്രാൻസ്ഫർ ഉണ്ട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഉടനെ പുരുഷക്കിட்ட കേട്ടാങ്ക, കർത്താവിനോട് ചോദിച്ചു, എനിക്ക് ഒരു 300 രൂപ കൊടു. ഒരു 300 രൂപ. ഉനക്ക് എതുക്ക് ഇപ്പൊ 300 രൂപ? ഇപ്പോഴെന്തിനാണ്? അവർ നടത്തിപ്പുള്ളവർ, തനിക്കൊരു നടത്തിപ്പുണ്ട്. പരിശുദ്ധാവിയാനവർ சொன்னார், ആത്മാവ് പറഞ്ഞു, ഇപ്പൊ കാശൊന്നും കൊടുക്കണ്ട. ഉനക്ക് എതുക്ക് ഇപ്പം കാശ്? ഇപ്പൊ എന്തിനാ? അത് എതുക്ക് എങ്ങട്ട് എതുക്ക് കേൾക്കണം? എന്തിനാണെന്ന് ചോദിച്ചല്ലവാ മനവി, ഞാനല്ലേ ഭാര്യ. നിങ്ങളല്ല വേറെ മനവിയെ കുറിച്ച്.
നിങ്ങളെ കുറിച്ചല്ല, വേറെ ഭാര്യമാരെ കുറിച്ചാണ്. ഞാൻ എവളും സമ്മച്ചു പോടുறேன், ഞാൻ എത്ര പാചകം ചെയ്ത് ടേസ്റ്റാக കുഴമ്പ് செய்றேனே, രുചികരമായിട്ട് കറി ഉണ്ടാക്കി 300 രൂപ കേട്ട 500 രൂപ കൊടുക്ക വേണ്ടാമാ? ഒരു 300 ചോദിച്ചാൽ 500 എടുത്ത് തരണ്ടായോ? கிடைக்கவில்லை. எப்படி அவர் கொடுக்கவில்லை, എന്തായാലും കിട്ടിയില്ല. தேவனுக்கு மகிமை. அவர் போய்விட்டார், താൻ പോയി. இந்த காலையில தான் பேச்சு நடந்தது. രാവിലെയുള്ള സംസാരമാണ്. சாப்பாட்டுக்கு வந்தா ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നു. அப்பந்தான் அரிசி எடுத்து கழுகுது. അരി കഴുകുന്നതേ ഉള്ളൂ. ஏன் நீ இப்படி இப்பங்க செய்யறேன்? എന്താ പറ്റി? அது என்ன அப்படிதான் செய்வேன். അങ്ങനെ പറ്റൂ. ஏன் நீ இப்படி பேசுறேன்? എന്താ ഇങ്ങനെ அப்படிதான் பேசுவேன். അങ്ങനെ உனக்கு என்ன ஆச்சு? നിനക്ക് എന്താ പറ്റി? அப்படியாச்சு. എല്ലാം പറ്റി. என்ன பாருங்களே, பேச்சுக்கு பேச்சு. സംസാരത്തിന്റെ இதுக்கு காரணம் என்ன? ഇതിന്റെ കാരണം എന്താ? இந்த காரணம் என்ன? എന്താണ് കാരണം? നിങ്ങളുടെ വീട്ടിൽ இப்படி പ്രശ്നങ്ങൾ ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? இந்த சண்டைகள் ഉണ്ട്, വഴക്കുണ്ടോ? யாக்கோபு 4-ാം அதிகாரம் முதல் 2 வசனம் படிங்க. യാക്കോബ് 4:1 உங்களுக்குள்ள யுத்தங்களும் சண்டைகளும் வருகிறது எதினாலே? നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്നാ? നീ പെന്തക്കോസ്കാരൻ, നീ ഒരു പെന്തക്കോസ്തുകാരൻ, നീ ഒരു പെന്തക്കോസ്തുകാരി. உங்களுக்குள்ள யுத்தங்களும் சண்டைகளும் வருகிறது നിങ്ങളിൽ எதினாலே? ശണ്ഠയും കലഹവും എവിടെ നിന്നാ? உங்கள் അവയവങ്ങളിൽ പോർ ചെയ്യുക ഇച്ഛകളിനാൽ അല്ലവാ? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നീ വിരുമ്പി ജപിച്ചും കിടക്കാമൽ പോയി വിടുகிறது. നിങ്ങൾ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. 4-ാം വസനം വരെ വീടുകളിൽ പോയി വാസിയുங்கள். 4-ാം വാക്യം വരെ വീട്ടിൽ ചെന്ന് വായിക്കുക. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்ப சாரியை பார்த்த உடனே, സാരി കണ്ടപ്പോൾ, அந்த பொருளை பார்த்த உடனே, ആ വസ്തു കണ്ടപ്പോൾ, பிரதர்ஸுக்கு மொபைல் பார்த்த உடனே, സഹോദരന്മാർക്ക് മൊബൈൽ കാണുമ്പോൾ, കാർ பார்த்த ഒരു ഉടനെ, കാറ് കാണുമ്പോൾ, 2 വീലർ பார்த்த ഒരു ഉടനെ, ബൈക്ക് കാണുമ്പോൾ, ഇനി ഒരുവന്റെ വീട് பார்த்த അല്ലെങ്കിൽ ഉടനെ, മറ്റൊരാളുടെ വീട് കാണുമ്പോൾ വീട്ടിന്മേൽ ആശ വരുகிறது. അതിലൊരു ആശ വരുന്നില്ലേ? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த ஆசை தான் உன் ഹൃദയത്തിൽ ചെയ്യുക വ്യഭിചാര പാപം. ആശയാണ് നിന്റെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതിനായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ. അതുകൊണ്ട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ. ഇനി യാക്കോബ് 1-ാം அதிகாரம் 14-15 പഠിച്ചു പാരുங்கள். യാക്കോബ് 1:14-15 അങ്ങ് നാം എന്നെ വാസിക്കുന്നു. അവിടെ എന്ത് വായിക്കുന്നു? ഈ പേനാവോ இந்த മൊബൈലോ നമുക്ക് വിരോധമായി ഒന്നും ചെയ്യുന്നില്ല. ഈ പേനയോ മൊബൈൽ ഫോണോ നമുക്കെതിരായി ഒന്നും ചെയ്യുന്നില്ല. പേന നാം വിരുമ്പി വാങ്ങിയാச்சு. പേന ഇഷ്ടപ്പെട്ട് വാങ്ങും. ഒരു 10 നാൾ, ഒരു മാസத்துக்கு அப்புறம் പേനാவை നാം വിട്ടുവിടുகிறோம். 10 മിനിറ്റ് 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ അതെടുത്ത് കളയും. ஆனா பேனா மூலமாக, പേനയിൽ കൂടെ, ആ ഇച്ഛയിൻ മൂലமாக, ആ മോഹത്തിൽ കൂടെ, இந்த பேனாவில் இச்சையின் மூலமாக, ആ പേനയുടെ മോഹത്തിലൂടെ. യാക്കോബ് 1:14 പഠിച്ചു പാരുங்க. യാക്കോബ് 1:14 വായിക്കുക. തൻ സ്വയ ഇച്ഛയിനാൽ ഇഴുക്കപ്പെട്ട് ചിക്കൊണ്ട് ശോധിക്കപ്പെടുகிறாൻ. സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ട് പരിശോധിക്കപ്പെടുന്നു. നല്ല ഗവനിയുക, നന്നായി മനസ്സിലാക്കുക. തൻ സ്വയ ഇച്ഛയിനാല്, സ്വന്തം മോഹങ്ങളാൽ ഇഴുക്കപ്പെട്ട് ആകർഷിക്കപ്പെട്ട് ചിക്കൊണ്ട് വശീകരിക്കപ്പെട്ട് പരിശോധിക്കപ്പെടുന്നു. അടുത്ത വസനം പാരുங்க. അടുത്ത വാക്യം. பார்த்த உடனே இது மேல ஒரு ஆசை வந்தாச்சு. കണ്ട ഉടനെ ഒരു കൊതി തോന്നി. മൊബൈൽ பார்த்த ഉടനെ ഒരു ആശ വന്നു. മൊബൈൽ കണ്ടപ്പോൾ ഒരു ആശ തോന്നി. ஒவ்வொரு பொருளும், சாரி பார்த்த உடனே ஒரு ஆசை வந்தது. സാരി കണ്ടപ്പോൾ ഒരു മോഹമുണ്ടായി. தன் சுய ഇച്ഛയിനാൽ ഇഴുക്കപ്പെട്ട് ചിക്കൊണ്ട് ശോധിക്കപ്പെടുക. സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുന്നു. ഇത് ഊഴിയർക്കും സംഭവിക്കുന്ന വിഷയം. ശുശ്രൂഷകർക്കും ഇങ്ങനെ സംഭവിക്കും. അടുത്ത വസനം പാരുங்க. അടുത്ത വാക്യം. പിൻപ് ഇച്ഛയാനത് ഗർഭം ധരിച്ച്, മോഹം ഗർഭം ധരിച്ച്. പേന ഗർഭം ധരിക്കുന്നില്ല, പേന ഗർഭം ധരിക്കുന്നില്ല, മൊബൈൽ ഗർഭം ധരിക്കുന്നില്ല, മൊബൈൽ ഗർഭം ധരിക്കുന്നില്ല. പിൻപ് ഇച്ഛയാനത് ഗർഭം ധരിച്ച്, മോഹം ഗർഭം ധരിച്ച് എന്നെ ചെയ്യും? പാപത്തെ പിറപ്പിക്കും. പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണപ്പെടുമ്പോൾ പാപം മുഴുത്തിട്ട് മരണത്തെ പിറപ്പിക്കും. മരണത്തെ പിറന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இப்படிதான் நாம தேவனை விட்டு பின்மாற்றத்தில் விலகுகிறோம். നാം ഇങ്ങനെയാണ് ദൈവത്തെ വിട്ട് പിന്മാറി അകലുന്നത്. பின்மாற்றத்தின் ஆவி நமக்குள் கிரியை செய்கிறது. പിന്മാറ്റത്തിന്റെ ആത്മാവ് ഇങ്ങനെയാണ് നമ്മിൽ വരുന്നത്. இப்படிப்பட்ட ஆவி நமக்குள் இருக்கிறபடியினால், അങ്ങനെയുള്ള ആത്മാവ് നമ്മിലുള്ളത് കൊണ്ട് நமக்கு சரியாக ஆவியில் நிரம்ப முடிகிறது. നന്നായി ആത്മാവിൽ നിറയാൻ സാധിക്കുന്നില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. நீங்கள் ആവിയിൽ நிரம்பும் போது, ആത്മാവിൽ നിറയുമ്പോൾ இப்படியே ஆசைப்பட்டு பல பல காரியங்கள், வீடு வாங்குறான், கார் வாங்குறான், 2 வீலர் வாங்குறான், ലാൻഡ് വാങ്ങുறான், എല്ലാം ആശപ്പെട്ട്, தேவைക്കല്ല. നിങ്ങൾ ആവശ്യത്തിനെല്ലാം മോഹിച്ച് വസ്തു വാങ്ങണം, വീട് വാങ്ങണം, കാർ വാങ്ങണം എന്ന് കരുതി
നിനക്ക് കടം തല്ല വരുகிறது, കടക്കണിയിലാകുന്നു. എനിക്ക് എത്രയോ പേരെ തിരിയും, എത്രയോ പേരെ അറിയാം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഒരുത്തൻ വീട് കെട്ടിന, ഒരാൾ വീട് പണിതു. ഞാൻ சொன்ன ഇவ்வளവും പെരിയ ഫൗണ്ടേഷൻ പോടാതെ, ഇത്ര വലിയ അടിസ്ഥാനമൊന്നും വേണ്ട. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നീ ഇത്ര ഫൗണ്ടേഷൻ ചുരുക്കി ഫൗണ്ടേഷൻ ഒന്ന് കുറച്ച് മേൽമാടിയാകെ കെട്ടിവിടെ, അതിന്റെ വിസ്തൃതി കുറച്ചിട്ട് നീ മുകളിലോട്ട് പണിയുക. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ മേൽമാടി കെട്ടിനാൽ, അപ്പോൾ മുകളിലോട്ട് പണിതാൽ, ഒരു ലിഫ്റ്റ് വയ്ത്താൽ, ഒരു ലിഫ്റ്റ് വെച്ചാൽ നിനക്ക് 3-2 മാടി നീ വാടകയ്ക്ക് കൊടുക്കല, നീ എടുക്കലാം. 2-3 നില പണിതാൽ വാടകയ്ക്ക് കൊടുക്കാം. ഉള്ളത് നീ വാടകയ്ക്ക് കൊടുക്കലാം, മുകളിലുള്ളത് വാടകയ്ക്ക് കൊടുക്കാമല്ലോ. നീളമാ കെട്ടിനാൽ, വളരെ വിസ്താരത്തിൽ പണിതാൽ, കീഴെ ഒരു 7 റൂം കെട്ടിനാൽ, താഴെ ഒരു 7 മുറി പണിതാൽ എന്നെ പ്രയോജനം? എന്താ പ്രയോജനം? പണവും ഫൗണ്ടേഷനുക്ക് പോയി വിടും, മുഴുവൻ പണവും ഫൗണ്ടേഷന് ചിലവാകും. കാലവും ചെയ്യാതെ சொன்னேன். ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അപ്പൊ അവർ சொன்னார், താൻ പറഞ്ഞു, ഇനി ഒരാൾട്ട് சொன்னார், ഒരാളോട് പറഞ്ഞു, നാം വീട് കെട്ടത് നമ്മുടെ പാസ്റ്റർക്ക് ரொம்ப പൊറാമയുണ്ട്. ഞാൻ ഇത്ര വലിയ വീട് വെക്കുന്നതില് പാസ്റ്റർക്ക് കുശുമ്പാണ്. ആമ ഞാൻ തന്നെ പോയി തങ്ക പോറേൻ, ഞാനാണോ അവിടെ പോയി താമസിക്കുന്നത്? ഞാൻ തന്നെ തങ്ക പോറേൻ, ഞാനാണോ അവിടെ? അതിനെ വിശ്വാസ വീടാക്ക പോറേൻ. അത് വിഫൈത്വമാക്കുമോ? அந்த ஒரு விசுவாசி வந்து எங்கிட்ட பாஸ்டர் ஏன் பாஸ்டர் தடை பண்றீங்க? പാസ്റ്റർ എന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവനെ ചൊല്ലിട്ടേ കിടക്കണം. അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ എനിക്കൊന്നും പ്രശ്നമില്ല, എനിക്കൊരു തടസ്സമില്ല. അവനക്ക് നാളേക്ക് പ്രശ്നം വന്ന എനിക്ക് താൻ പ്രശ്നം. നാളെ അവന് പ്രശ്നമുണ്ടായാൽ എന്റെ അടുത്ത് അവൻ വന്ന് എങ്ങോട്ട് തന്നെ ഫാസ്റ്റിംഗ് എടുത്ത് ജോം പണ്ണുങ്ക, പിന്നീട് വന്ന് എന്നോട് ഉപവാസം കൊടുക്കാൻ പറയും. ഞാൻ ഫാസ്റ്റിംഗ് എടുക്കണം, ഞാൻ ഉപവസിക്കണം. ഞാൻ മൂക്കുമുട്ട സാപ്പിടും, അവൻ മൂക്കുമുട്ട കഴിക്കും. ഞാൻ തന്നെ ഫാസ്റ്റിംഗ് എടുക്കണം. ഇവിടെ ഞാൻ കടൻ 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 കടം കടം. എത്ര കടക്കാരെ എനിക്ക് തെരിയും, എത്രയോ കടക്കാരെ അറിയാം. കടക്കാർക്ക് ഉണ്മയാണ് സാപ്പിട മുടിയാതെ, കടമുള്ളവർക്ക് തൂങ്ങ മുടിയാതെ, ഉറങ്ങാൻ പറ്റുകയില്ല. കടക്കാർക്ക് തല തൂക്ക മുടിയാതെ, കടമുള്ളവർക്ക് തലവെക്കാൻ കഴിയില്ല. അവന്റെ കഴുത്തിലെ നുഖത്തെ വെച്ച് അമർത്തുക മാടയെ പോലെ, കഴുത്തിൽ നുഖം വെച്ചൊരു കാളയെ പോലെ. ഞാൻ താൻ കഷ്ടപ്പെടണം, ഞാൻ പിന്നെ കഷ്ടപ്പെടണം. அதனால நான் അനുവദിക്ക മാട്ടേ, ഞാനത് സമ്മതിക്കത്തില്ല. ഞാൻ തന്നെ നീങ്ക വേണ്ടുമാനാൽ ഞാനൊരു പ്ലാൻ വരഞ്ഞു തരേൻ. വേണമെങ്കിൽ ഞാനൊരു പ്ലാൻ വരച്ചു. ഇതൊരു എഞ്ചിനോട്ട് കൊണ്ട് കൊടുക്ക, അല്ലെങ്കിൽ ഒരു എഞ്ചിനോട്. അവനക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വന്നാ പോതാതെ, സ്ക്വയർ ഫീറ്റ് പോരെ, മേലെ മേലെ വരട്ടുമേ, മേളിലോട്ട് പണിയട്ടെ. 2 മാടി അവൻ എടുത്തിട്ട് 2 മാടി അവൻ വാടകയ്ക്ക് കൊടുക്കും. 2 നില അവൻ എടുത്തിട്ട് 2 നില വാടകയ്ക്ക് കൊടുക്കട്ടെ. അവൻ പോയി சொன்னேன், അവൻ പോയി പറഞ്ഞു, അത് അപ്പടി ഇല്ല ഇപ്പടി ഇല്ല ഇപ്പടി ഇപ്പടി എന്തൊക്കെയോ മുട്ടുന്യായം പറഞ്ഞു. എനിക്ക് കാശുണ്ട്, എന്റെ അടുത്ത് പണമുണ്ട്. വിട്ടു വിടുങ്ക, ഞാൻ വിട്ടു വിടുறேன். ഞാൻ വിട്ടു. ഞാൻ ഫൗണ്ടേഷനുക്ക് ജപത്തുക്ക് പോന്നെ, ഫൗണ്ടേഷന് പ്രാർത്ഥിക്കാൻ പോയി. ഡ്രം തൂക്കിട്ട് പോന്നെ, ഡ്രം എടുത്തോണ്ട് സഹോദരിമാരെല്ലാം കൊണ്ടുപോന്നെ, സഹോദരിമാരെ കൊണ്ടുപോയി. ഏണി വെച്ച് കീഴെ ഇറക്കിട്ട്, ഏണി വെച്ച് താഴോട്ട്. അവളോ ആഴോ, അത്ര താഴ്ച. ദേവനുക്ക് മഹിമ. ഡ്രം അടിച്ച് പാട്ട് പാടിനെ, ഡ്രം അടിച്ച് പാട്ട് പാടി. ദേവനുക്ക് മഹിമ. 4 പേര് അറിയട്ടെ, 4 പേര് അറിയട്ടെ, ഫൗണ്ടേഷൻ പോട്ടാങ്കെന്ന് അറിയട്ടെ, ഫൗണ്ടേഷൻ ഇടുന്നെന്ന് അറിയട്ടെ. ഇവന് നിനക്കിട്ട് ഫാസ് നല്ല നല്ല കാര്യമാകത്ത ഡ്രം അടിച്ച് നല്ല ഫൗണ്ടേഷൻ കല്ല് പോട്ട് കൊടുക്കാറ്. ഫാസ് നല്ല കാര്യമായിട്ട് ഡ്രം അടിച്ചൊക്കെ കല്ലിട്ട് തരികയാണ്. എല്ലാം മുടിച്ചാச்சு, എല്ലാം കഴിഞ്ഞു. ലിൻഡൽ ലെവലിൽ വന്നപ്പോൾ, ആ ലിൻഡിൽ ലെവലിൽ എത്തിയപ്പോൾ പണമെല്ലാം പോച്ചു, പണമൊക്കെ തീർന്നു. 55 ലക്ഷം രൂപ, 55 ലക്ഷമായി. വീട് അവന്റെ വേല പോയി വിട്ടത്, ജോലി പോയി, ഇപ്പൊ വേലയില്ല, ജോലിയില്ല. പിന്നെ കൊഞ്ചം കടൻ വാങ്ങി, അല്പം കടം വാങ്ങി. എപ്പടി മൂടലാം നനച്ച് അതെങ്ങനെങ്കിലും 7 രൂപ കടൻ വാങ്ങി മൂടിയച്ച്, കുറച്ച് ലക്ഷങ്ങൾ കടം വാങ്ങി അത് മേൽക്കൂരയിട്ടു. ഇവ കൊണ്ടുപോകാൻ വഴിയില്ല, ഫിനിഷ് ചെയ്യാൻ വയ്യ. ഇപ്പൊ അന്ത പറഞ്ഞിട്ട് ചൊല്ലിയാച്ച്, അദ്ദേഹത്തോട് പോയി പറഞ്ഞു, എങ്ങിട്ട് നേരെ വരത്ത് അവർക്ക് ഭയം, വര മുടിയാതെ, എന്റെ മുമ്പിൽ വരാൻ ഒരു പേടി. ദേവനുക്ക് ദൈവത്തിന് മഹത്വം. പാസ്റ്റർ சொல்லுங்க, நல்ல ഉപവാസം എടുത്ത് ജപിക്ക சொல்லுங்க, കെട്ടിട വേല എപ്പടിയാவது മുടിക്കണം சொல்லுங்க. വീട് പണി എങ്ങനെയെങ്കിലും തീർക്കാൻ പാസ്റ്ററോടൊന്ന് പറയണമെന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അവൻ ചൊല്ല, ഞാൻ சொல்ல മാട്ടേൻ, ഞാൻ പറയത്തില്ല. അവർ എവ്വളോ ഉനക്ക് ബുദ്ധി சொன்னாங்க, താൻ എത്രയോ ബുദ്ധി പറഞ്ഞതാ, കേട്ടില്ലല്ലോ. ഉന്റെ ആശ തന്നെ, നിന്റെ കൊതിയല്ലേ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കടസിൽ എന്നാச்சு, ഒടുവിൽ എന്തായി? நீங்க அப்படி வீடு கட்டுறீங்களா? നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? நீ ஆசைக்கு கட்டுறீங்களா? നിങ്ങൾ ആശിച്ചാണോ പണിയുന്നത്? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. சுய இச்சையினால் இழுக்கப்பட்டு சிக்கொண்டு சோதிக்கப்படுகிறான், பின்பு இச்சையானது கர்ப்பம் தரித்து പാപത്തെ പിറപ്പിക്കും, പാപം പൂർണ്ണപ്പെടും പോത് മരണത്തെയും പിറപ്പിക്കും. സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ടു പോകുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പിറന്നു. അവനെ വീട് വിറ്റിട്ട, ഒടുവിൽ അത് വിറ്റു.
ദേവനുക്ക് 11 ലക്ഷം രൂപ അവനുക്ക് നഷ്ടം. 11 ലക്ഷം രൂപ നഷ്ടത്തിന്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. വീട് കട്ട പോച്ച്, വീട് പണി 55 ലക്ഷം രൂപ പോച്ച്, 55 പോയി, കോടിക്കണക്കിന് സ്വത്ത് പോച്ച്. ഇപ്പൊ 6 ലക്ഷം രൂപ കടം. 6 ലക്ഷം കടം. 6 ലക്ഷം രൂപ കടം. ഇപ്പോൾ 6 ലക്ഷം രൂപ കടമായി. കാരണം എന്നാ? എന്താണ്? അന്ത ഇച്ഛയാണ് പാപം ചെയ്തത്. ആ മോഹം എന്ന പാപത്തെ. അതൊന്നും പരിശുദ്ധമല്ലേ? വിശുദ്ധിയല്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. മനസ്സിൽ പരിശുദ്ധം ഉണ്ടാകട്ടെ. ആകയാൽ മനസ്സിൽ വിശുദ്ധി ഉണ്ടാകട്ടെ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പോ പടിപ്പടിയാകത്താൻ ഇപ്പിടിപ്പെട്ട പാപങ്ങൾ ഒന്നുകൊള്ള പ്രവേശിക്കും. ഘട്ടം ഘട്ടമായിട്ടാണ് ഇങ്ങനെയുള്ള പാപം നിന്നിൽ വരുന്നത്. ശരിയാക ആവിയിൽ നിറമ്പ മുടിகிறது. അങ്ങനെയുള്ളവർ നന്നായി ആത്മാവിൽ നിറയുകയില്ല. എനിക്ക് നന്നായിട്ടറിയാം. അല്ലാതെ ഞങ്ങൾ ഉങ്ങളെ ഉത്സാഹപ്പെടുത്തുകയോ. അതുകൊണ്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. മനസ്സിൽ അപ്പിടിപ്പെട്ട എണ്ണങ്ങൾ ഇരുന്നാൽ, മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ, ഉന്റെ ഹൃദയത്തിൽ അപ്പിടിപ്പെട്ട സ്വഭാവങ്ങൾ ഇരുന്നാൽ, ഹൃദയത്തിൽ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ, ഉലക അൻപിരുന്നാൽ, ലോക സ്നേഹം ഉണ്ടെങ്കിൽ, യാക്കോബ് 4:4 എന്ന വാസിக்கிறோம். യാക്കോബ് 4:4 உலக அன்பு தேவனுக்கு விரோதமான பகை என்று அறியாமல் இருக்கிறீர்கள். ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വം എന്ന് അറിയുന്നില്ലയോ? മനുഷ്യനെ പ്രിയപ്പെടുത്തുമ്പടിയാക, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ, നിന്റെ പേരുക്കാക, പേരിന് വേണ്ടി, നിന്റെ പെരുമയ്ക്കാക, പ്രശസ്തിക്കായി, എന്റെ വീട് 4 പേർ പാർക്ക வேண்டும் എന്ന എണ്ണത്തിൽ 4 പേർ എന്റെ വീടൊന്ന് കാണട്ടെ എന്നുള്ള ചിന്തയോടെ ചെയ്താൽ അത് പരിശുദ്ധമല്ല. അതൊരു വിശുദ്ധിയല്ല. അതുதான் സന്മാർഗീയ ജീവിതം. അതൊരു സാൻമാർഗിക ജീവിതം. ദേവനുക്ക് മഹിമ. അപ്പൊ ദേവൻ നമ്മെ സാൻമാർഗിക ജീവിതത്തിൽ അழைക്കവില്ല. ദൈവം നമ്മളെ സന്മാർഗികളായി ജീവിക്കാനല്ല, ജീവിതത്തിൽ അழைத்தார். വിശുദ്ധ ജീവിതത്തിനായി വിളിച്ചു. നമ്മുടെ മനസ്സിൽ പരിശുദ്ധം ഉണ്ടാകണം. മനസ്സിൽ വിശുദ്ധി ഉണ്ടാകട്ടെ. എപ്പടി മനസ്സിൽ പരിശുദ്ധം ഉണ്ടാകും? മനസ്സിൽ എങ്ങനെ വിശുദ്ധി? ഇത് വലിയ ആഴமான സത്യം. ആഴമായ സത്യമാണ്. എഫേസ്യർ 4:22-23 വസനങ്ങളെ വാസിക്കുമ്പോൾ, എഫേസ്യർ 4:22-23 സ്വയ ഇച്ഛയിനാൽ കെട്ടുപോകുന്ന പഴയ മനുഷ്യനെ വിട്ടുവിട്ട്, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, പറഞ്ഞേ ഉന്നയുടെ ഉള്ളത്തിലെ പുതുതാന ആവിയുള്ളവർകളാക്കി, ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പരിശുദ്ധാവിയിൽ നിറമ്പണം. പരിശുദ്ധാത്മാവിൽ നിറയണം. ഉന്റെ ഉള്ളത്തിൽ നല്ല ആവി വന്ന് ഇറങ്ങും. ഉള്ളിലെ ആത്മാവ്, ഉള്ളിൽ നല്ലൊരു ആത്മാവ് വരും. അതുക്ക് മുന്തി നല്ല പാപാരിക്ക ചെയ്യണം. അതിനു മുൻപേ നന്നായിട്ട് പാപങ്ങൾ ഏച്ചു പറയണം. പേനാവെ ഞാൻ ഇച്ഛിച്ചു വാങ്ങിനെ, ഞാൻ ഈ പേന കൊതിച്ചു വാങ്ങി. ഇല്ലാണ്ട് ഇവരുടെ കയ്യിൽ ഇരിക്കുന്നത് ആണ്ടവരെ അന്ത ഇമ്മാനുവേലിന്റെ പേനാവെ ഞാൻ ഇച്ഛിത്തേ. ഇമ്മാനുവേലിന്റെ കയ്യിലുള്ള പേന കണ്ടിട്ട് എനിക്ക് ഒരു കൊതി തോന്നി. ഞാൻ പക്കത്തിലെ വീട്ടുകാരന്റെ മാമരത്തിൽ ഇരിക്ക മാങ്ങാവെ പാത്ത് ഇച്ഛിത്തേ. അയൽവാസിയുടെ മാവിലെ മാങ്ങ കണ്ട് ഞാൻ മോഹിച്ചു. അപ്പടി നീ പാപാരിക്ക ചെയ്യണം. പാപങ്ങൾ ഏച്ചു പറയണം. പാപാരിക്ക ചെയ്തീங்களா? അങ്ങനെ ചെയ്തോ? അപ്പടിത്താൻ ഉനക്ക് വിടുതല വരും. അങ്ങനെയാണ് വിടുതലുണ്ടാകുന്നത്. അതുക്ക് உங்களுக்கு ഒരു ഉദാഹരണം சொல்லுகிறேன். ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നാം എല്ലാം പാപാരിക്ക ചെയ്യുகிறோம். നമ്മളെല്ലാം പാപം ഏച്ചു പറയുന്നു. ആന ഒരു വിടുതലയില്ല. എന്നാൽ വിടുതലുണ്ടാകുന്നു. പിന്നെയും പാപം ചെയ്യുகிறோம். പിന്നെയും ആവർത്തിക്കുന്നു. ഏൻ നാം പിന്നെയും പാപം ചെയ്യുகிறோம்? എന്തുകൊണ്ടാണ്? சொல்றேன். ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു നല്ല ക്യാമറ ഉണ്ട്. നല്ലൊരു ക്യാമറയുണ്ട്. ആ ക്യാമറയിൽ നാം ഒരു ഫോട്ടോ എടുത്തു. അതിലൊരു ഫോട്ടോ എടുത്തു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അന്ത ഫോട്ടോ മുതലാമത് ഫോട്ടോ എടുത്താച്ചു. ആദ്യം ഫോട്ടോ എടുത്തു. അത് പിന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി. സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി കഴുകിയ അവിടെ കഴുകി. അതുക്കപ്പുറം ഒരു പേപ്പറിൽ വന്നു. പിന്നീട് ഒരു പേപ്പറിൽ വന്നു. പേപ്പറിൽ പാക്കുമ്പോൾ അതിൽ നോക്കുമ്പോൾ ഫോട്ടോ വായി തുറന്നിരിക്കും. അത് വായി തുറന്നിരിക്കുന്നു. ഇത് നല്ല ഫോട്ടോ അല്ല. ഇത് നല്ല ഫോട്ടോ കിളിച്ചു പോണം. വലിച്ചു കയറി. ദൈവത്തിന് മഹത്വം. ഫോട്ടോ വിട്ടു. താഴെ ഇട്ടു. മറുപടിയും ഞാൻ കിളിച്ചു പോട്ടതാണ് ഫോട്ടോ മറുപടിയും വരുമോ വരാതാ? ഞാൻ കീറിയ ഫോട്ടോ തന്നെ വീണ്ടും വരുമോ ഇല്ലയോ? അത് കിളിച്ചു പോട്ടാച്ച്. അത് കീറി നെരുപ്പിലെ പോട്ടാച്ച്. അത് തീയിലിട്ടു. അല്ല മറുപടി വരുമോ വരാതാ? വരുമോ ഇല്ലയോ? ചൊല്ലുക. എപ്പടി വരും? അതെങ്ങനെയാണ്? നെഗറ്റീവ് ഉണ്ട്. അതിന്റെ നെഗറ്റീവ് ഉണ്ട്. ഈ ഫോട്ടോയുടെ നെഗറ്റീവ് അതിന്റെ നെഗറ്റീവ് ഉണ്ട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പോ നീ ശരീരത്തിൻപടി പാപത്തെ നീ അറിയിക്ക പണ്ണുകിற. ശരീരം കൊണ്ട് പാപം വെച്ച് പറയും. ഞാൻ ശരിയാക ജപിക്കവില്ലേ, ഞാൻ പ്രാർത്ഥിച്ചില്ല, വേദം വാസിക്കവില്ലേ, ബൈബിൾ വായിച്ചില്ല, കൂട്ടത്തിൽ പോകവില്ലേ, യോഗത്തിന് പോയില്ല, എല്ലാം പറയും. മറുപടിയും അതേ പാപത്തെ നീ ചെയ്യുക. വീണ്ടും ആ പാപം ആവർത്തിക്കുന്നു. നീ ശുദ്ധീകരിപ്പ് കൂട്ടത്തിൽ എല്ലാ പാപത്തെയും അറിയിക്ക. ശുദ്ധീകരണ യോഗത്തിൽ എല്ലാം ഏറ്റു പറയും. 2 നാൾ ഉന്നാലെ ജീവിക്ക മുടിക്കുന്നത്. 2 ദിവസം പോലും ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. മറുപടി അതേ പാപത്തെ വീണ്ടും അത് ആവർത്തിക്കുന്നു. അടുത്ത മുറയുള്ള ശുദ്ധീകരണ കൂട്ടത്തിൽ അതേ അറിയിക്കപ്പെടുന്നത്. അടുത്ത ശുദ്ധീകരണ യോഗത്തിൽ വീണ്ടും അത് ഏറ്റു പറയും. നീ മുന്നേറ പോകുക. പിന്നെ എങ്ങനെ മുന്നേറും? നീ
பரிசுத்தமாக ஜீவிக்க போகிறாய். എങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കും? നിനക്ക് ഒരു വേർപാട് ജീവിതം ഒരു தேவை. വേർപാട് ജീവിതം വേണം. എങ്ക വേർപാട്? എവിടെയാണ്? മനസ്സിൽ വേർപാട്. മനസ്സിൽ വേർപാട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എന്ന വേർപാട്? എന്താണ്? നീ എന്താ നെഗറ്റീവ് കിളിച്ചു പോടെ. ആ നെഗറ്റീവ് കീറുക. ഇനി ഞാൻ അത് യോസിക്ക മാട്ടേ. ഞാൻ ചിന്തിക്കില്ല, ചിന്തിക്ക മാട്ടേ, ഓർക്കുകയില്ല. അതുதான் എഫേസിയർ 4:22. എഫേസിയർ 4:22. உன்னுடைய சுய இச்சையினால் கெட்டு போகிற படிங்க. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന. തമിഴിൽ പഠിங்க. തമിഴിലില്ല. അന്തപടിയെ മുന്തിന നടക്കക്കൂറിയ മോശം പോക്കും ഇച്ഛകളാല് കെട്ടുപോകുന്ന പഴയ മനുഷ്യൻ. അതിനെ നീ കളയിந்து പോട്ട്. നീ അതിനെ ഉരിഞ്ഞു കളയുക. എന്റെ മനസ്സിൽ ഇപ്പിടിപ്പെട്ട എണ്ണങ്ങൾ വന്നതുണ്ട്. കർത്താവേ, എന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഒരു വലിയ വീട് കെട്ടണമെന്നൊരു ആശ വന്നതുണ്ട്. ഒരു വലിയ വീട് വെക്കണമെന്ന് ആഗ്രഹം. ഇനി അതേപോലെ ഒവ്വൊരു പാപത്തെ നീ അറിക്കை ചെയ്യണം. ഇതുപോലെ ഓരോ പാപമായിട്ട് പറയണം. ഒരു സ്ത്രീയെ ഇച്ഛയോടെ പാർത്താൽ, മോഹിക്കേണ്ടതിന് ഒരു സ്ത്രീയെ നോക്കിയാൽ ഏറ്റുപറയണം. നീ ഒരു പുരുഷനെ ഇച്ഛയോടെ പാർത്താൽ, ഒരു പുരുഷനെ മോഹത്തോടെ നോക്കിയാൽ ഏറ്റുപറയണം. നീ ഒരു പൊരുളെ ഇച്ഛയോടെ പാർത്താൽ, ഒരു വസ്തു നോക്കിയാൽ നീ അറിക്കை ചെയ്യണം. പറയണം. അതാ കെട്ടുപോകുന്ന പഴയ മനുഷ്യനെ കളയിந்து പോട്ട്. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ കളഞ്ഞിട്ട് ഒരു കാര്യത്തെ ഇച്ഛിക്കുമ്പോൾ, ഒരു കാര്യം ഞാൻ മോഹിക്കുമ്പോൾ, ജോൺ വെസ്ലി എന്ന് ചൊല്ലി ഒരു പെരിയ പരിശുദ്ധവാൻ ഇരുന്ന ജോൺ വെസ്ലി എന്നൊരു വിശുദ്ധനുണ്ടായിരുന്നു. അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കും. തന്റെ ഒരു പുസ്തകത്തിലുണ്ട്. അവരൊരു പെരിയ പ്രസംഗத்துக்கு പോறாங்க. താൻ ഒരു വലിയ പ്രസംഗത്തിന് പോയി. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ആപ്പിൾ பார்த்தாச்சு. താൻ ആപ്പിൾ കണ്ടു. അங்க ഒരു ട്രാഫിക് ലൈറ്റ്. ഒരു ആപ്പിൾ பார்த்தாச்சு. ആപ്പിൾ കണ്ടു. കടയിൽ നിറയെ ആപ്പിൾ തൂങ്ങുന്നു. കടയിൽ നിറയെ ആപ്പിൾ. പെരിയ പെരിയ ആപ്പിൾ. വലിയ ആപ്പിൾ. ഒരു ആപ്പിളെ பார்த்தோன்னா ഒരു ഇച്ഛ വന്നു. ഒരു ആപ്പിൾ കണ്ടപ്പോൾ ഒരു കൊതി. അത് കിടച്ചാ സാപ്പിട്ടിരിക്കണം. കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. വന്ന ഉടനെ ഒരു അന്ധകാരം അവരുടെ മനസ്സിൽ വന്ന് മൂടിയ. ഒരു അന്ധകാരം തന്റെ മനസ്സിനെ വലയം ചെയ്തു. അവർക്കൊരു പ്രകാശമില്ല, ഒരു വെളിച്ചമില്ല. വലിയ കൂട്ടത്തിക്ക് പോരാറ്. ഒരു വലിയ യോഗത്തിനാണ് പോകുന്നത്. വലിയ അന്ധകാരം, ഒരു അന്ധകാരം, വലിയ ഒരു ദുഃഖം, ഒരു വലിയ ദുഃഖം. അയ്യോ ആണ്ടവരേ, എനിക്ക് മന്നി കർത്താവിനോട് ക്ഷമിക്കണം. அந்த ஆப்பிள் கிடைச்சால் நல்லா இருக்குமே நான் இச்சித்தேன். எனக்கு மன்னியும் என்று அறிக்கை பண்ணினேன். ആപ്പിൾ കിട്ടിയാൽ കൊള്ളാമെന്ന് കരുതി എന്നോട് ക്ഷമിക്കണമേ. അപ്പോഴും അന്ധകാരം മാറവില്ല. അപ്പോഴും അന്ധകാരം മാറിയില്ല. ദേവനുക്ക് ദൈവത്തിന് മഹത്വം. സ്റ്റേജിൽ പോയി നിന്റാർ. സ്റ്റേജിൽ പോയി നിന്നു. അഴുത് താൻ കരഞ്ഞ്, കരങ്ങളെ വിരിച്ച്, കരങ്ങൾ വിരിച്ച്, ജനങ്ങൾ, ദേവജനങ്ങളെ ഞാൻ പാപം ചെയ്ത്, ദൈവത്തിന്റെ ജനമേ ഞാൻ പാപം ചെയ്തു. ഞാൻ വരുന്ന വഴിയിൽ ഒരു ആപ്പിൾ പാത്ത്, ഒരു ആപ്പിൾ കണ്ടു. ഞാൻ ഇച്ഛിത്തെ, ഞാനത് മോഹിച്ചു. അത് പെരിയ പാപം, ഒരു വലിയ പാപമാണ്. എല്ലാരും എനിക്ക് മന്നിപ്പാറാകും. ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. ദേവനുക്ക് ഉടനെ വെളിച്ചം വന്നത്, ഉടനെ ആ വെളിച്ചം, ഉടനെ അഭിഷേകം വന്നത്, ഉടനെ അഭിഷേകം, ഉടനെ ഹീലിംഗ് സർവീസ് നടത്തിനാർ, ഉടനെ രോഗശാന്തി ശുശ്രൂഷ നടത്തി. ചെയ്തത് പാരുങ്ക, ഒരു വിശുദ്ധൻ ചെയ്തത് നോക്കുക. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പാസ്റ്റർ എ.സി. തോമസ് അവർ 1976 ജൂൺ മാസം 21-ാം തീയതി തിരുവല്ലാവിലെ കർത്തർക്കുൾ നിദ്രയാണ്. 1976 ജൂൺ 21 തിരുവല്ലായിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അതൊക്കെ മുന്തി, അതിനു മുമ്പേ കൊട്ടാരക്കരയിൽ അവർ വർക്കേഴ്സ് മീറ്റിംഗ് നടത്തിന. കൊട്ടാരക്കരയിൽ വേലക്കാരുടെ യോഗം നടത്തി. അവർ சொன்ன, താൻ പറഞ്ഞു, ഇനി ഞാൻ കൺവെൻഷനെല്ലാം പോറതില്ല, ഇനി കൺവെൻഷനൊന്നും പോകുന്നില്ല, വയസ്സായി. അല്ല, നീ ഊഴിയറുടെ കൂട്ടത്തെ നടത്തി ഊഴിയറുകളെ പാർക്ക പോറ. വേലക്കാരുടെ യോഗം നടത്താൻ അവരെ കാണാൻ പോകുന്നു. முதலில் നാഗർകോവിൽ മീറ്റിംഗ്, നാഗർകോവിലിൽ. രണ്ടാമത് തിരുവനന്തപുരം മീറ്റിംഗ്, മൂന്നാമത് കൊട്ടാരക്കര, നാലാമത് തിരുവല്ല. അതോടെ ഓട്ടത്തെ മുടിത്ത. കൊട്ടാരക്കര മീറ്റിംഗ് നടത്തുമ്പോൾ ഒരു പെരിയ പരിശുദ്ധവാൻ, ഒരു വലിയ വിശുദ്ധൻ, അത്തനെ ഊഴിയക്കാർ മധ്യയിലെ വേലക്കാരുടെ നടുവിൽ ഞാൻ രണ്ട് വിഷയത്തിൽ അടിമയായി ഇരിக்கிறேன். ഞാൻ രണ്ട് കാര്യങ്ങൾക്ക് അടിമയാണ്. ഞാൻ പാപം ചെയ്യുகிறேன். രണ്ട് വിഷയം, രണ്ട് കാര്യം. இந்த பேனாവ്, അവർക്കൊരു പേനാവ് ഉണ്ട്, തനിക്കൊരു പേനയുണ്ട്. ദേവനുக்கு മഹിമ. அந்த பேனா எடுக்க சொல்லுவாரு, நான் தான் எடுத்து கொடுக்கிறேன். நான் கூட இருந்த சகோதரன், ഞാൻ കൂടെ ഇരുന്നു. நான் இப்படி எடுத்துட்டு இப்படி திருப்பி வச்சால் പേന என்ன திட்டி போடுவார், എന്നെ വഴക്ക് പറയും. யாரு சொன்னா அப்படி செய்ய? അങ്ങനെ ചെയ്യാൻ ആര് പറഞ്ഞു? நான் பேனா எடுக்கத்தானே சொன்னேன். പേന എടുക്കാനല്ലേ யாரு இப்படி செய்ய சொன்னேன்? ടോപ്പ് ഊരാൻ ആര് പറഞ്ഞു? திட்டுவாரு, എന്നെ വഴക്ക് പറയും. കാരണം அந்த நிப்பானது அப்படி நல்ல அருமையானது, നല്ല നിപ്പാണ്. அப்ப அவர் சொன்ன, ഈ പേനാவை நான் அதிகமாக நேசித்தேன். ഞാൻ ഈ പേനയെ വളരെ സ്നേഹിച്ചു. ഇന്ന് മുതൽ இந்த பேனாவை நான் நேசிக்க மாட்டேன். ഈ പേനയെ സ്നേഹിക്കില്ല. മേശയിലിട്ടു. മേശയിലിട്ടു. ഇന്ന് മുതൽ
ഇന്ന് മുതൽ இந்த பேனாவை நான் நேசிக்க ഈ மாட்டேன். പേനയെ സ്നേഹിക്കില്ല. രണ്ടാമത് അവരുടെ ശരീരത്തിൽ ചിന്ന 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 കട്ടികൾ ഇരുന്നത്. തന്റെ ശരീരത്തിൽ ചെറിയ ചെറിയ പരിക്കുകളുണ്ടായി. അതായത് മൂട്ടപ്പൂച്ചി പോലെ ഇരിക്കും. മുട്ട പോലെ. അരയിൽ ഒരു 3 എണ്ണം, മുതുകിൽ 2, പിന്നെ അങ്ങേ ഇങ്ങ മൊത്തം 13 ചിന്ന ചിന്ന മൂട്ടപ്പൂച്ചി പോലെ കട്ടികൾ. 13 അരിമ്പാറയുണ്ടായി. ரொம்ப വലിയ, വളരെ വേദന. അല്ല ചീളുമില്ല, ഒന്നുമില്ല, പഴുപ്പൊന്നുമില്ല. അല്ല പെയിൻ. അപ്പൊ இந்த பெயின் வரும்போது, ഈ വേദന വരുമ്പോൾ മുറുമുറുപ്പ്, ഞാൻ എനിക്ക് കഷ്ടമായി ഇരിക്കും, എനിക്ക് പ്രയാസമാണ് என்று முறுமுறுத்து, இனி நான் முறுமுறுக்க மாட்டேன், ഇനി പെറുപെറുക്കില്ല, இந்த பேனாவை நேசிக்க மாட்டேன், പേനയെ സ്നേഹിക്കില്ല, എന്റെ ശരീരത്തിലെ കഷ്ടத்துக்கு മുറുമുറുക്ക മാட்டேன். ശരീരത്തിലെ കഷ്ടമോർത്ത് പെറുപെറുക്കില്ല. பாருங்க, ഒരു പരിശുദ്ധവാൻ, ഒരു വിശുദ്ധൻ അവർ അറിക്കை ചെയ്തത് പറഞ്ഞത്. அப்படி നമ്മുടെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾക്ക് നാം അറിക്കை பண்ண வேண்டும். അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം ഏറ്റു പറയണം. നമ്മുടെ വിഷയത്തിലെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ കൂടെ നാം അറിക്കை ചെയ്യ வேண்டும். മനസ്സിൽ വരുന്നതും ഏറ്റു പറയാം. മനസ്സിൽ പരിശുദ്ധം ഉണ്ടാകണം, മനസ്സിൽ വിശുദ്ധി ഉണ്ടാകണം. അറിക്കை ചെയ്ത് ഏറ്റു പറഞ്ഞ് നീ ആവിയിൽ നിറയുമ്പോൾ, ആത്മാവിൽ നിറയുമ്പോൾ മനസ്സിൽ ഒരു അഭിഷേകം ഇറങ്ങും. മനസ്സിലൊരു അഭിഷേകം. அதுதான் உங்கள் உள்ளத்திலே പുതുദാന ആവി ഉള്ളവർകളാകി, ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന, മെയ്യാന നീതിയിലും പരിശുദ്ധത്തിലും ദേവസായിലാക സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചു കൊണ്ടിരിക്കുന്നീர்களே. സത്യത്തിന്റെ ഫലമായ രീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. അഭിഷേകത്തിനാൽ മനതെ ശുദ്ധം ചെയ്യലാം. അഭിഷേകത്താൽ മനസ്സിനെ ശുദ്ധീകരിക്കാം. അഭിഷേകത്തിനാൽ മനതെ ശുദ്ധം ചെയ്യലാം. അഭിഷേകത്താൽ മനസ്സിനെ വെടിപ്പാക്കാം. അതുക്ക് മുമ്പ് നിന്റെ മനതെ നീ ശരിയായി അറിക്കപ്പെട வேண்டும். ആകയാൽ മനസ്സിനെ ശരിയായി ഏറ്റുപറയണം. മനസ്സിലും പാപമില്ലാமல் ജീവിക്ക வேண்டும். മനസ്സിലും പാപമില്ലാതെ ജീവിക്കാം. അനേക വസനങ്ങളുണ്ട്, അനേക വാക്യങ്ങളുണ്ട്. യോഗം നിർത്താൻ പോകുന്നു. ദേവനുക്ക് മഹിമ. അപ്പോ അപ്പടിപ്പെട്ട മനസ്സിലെ പരിശുദ്ധத்துக்காக, അങ്ങനെ മനസ്സിലെ വിശുദ്ധിക്കായി വേർപെട്ട് ജീവിക്ക வேண்டும். വേർപെട്ട് ജീവിക്കാം. എന്ത് പൊരുൾ பார்த்தாலும், എന്ത് കണ്ടാലും. നമുക്കൊരു പാസ്റ്റർ ഉണ്ട്, പാസ്റ്റർ സി ജോൺ. പാസ്റ്റർ സി ജോൺ എന്നൊരു പാസ്റ്റർ ഉണ്ട്. അയ്യാ അയ്യാ എന്ന് சொல்லுவார். എല്ലാവരും അയ്യാ എന്ന് വിളിക്കും. അത് சொல்லுவார், എല്ലാം മണ്ണ്, എല്ലാം മണ്ണ്, എല്ലാം കുപ്പ, എല്ലാം കുപ്പയാണ്, എല്ലാം വനാന്തരം, എല്ലാം മരുഭൂമി, പേന വനാന്തരം, പേന മരുഭൂമി, ടവൽ കുപ്പ, കർച്ചീഫ് ചവറ്, മൊബൈൽ കുപ്പ, മൊബൈൽ ചവറ്. அப்படியே നമ്മുടെ മനസ്സിലുള്ള എണ്ണം കൊണ്ടുവരണം. എങ്ങനെയുള്ള ചിന്ത മനസ്സിൽ കൊണ്ടുവരണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മതം. നമ്മൾ പാത്തോടെ അയ്യോ കർത്താവേ സ്വത്രം സ്വത്രം ഇല്ല, വായുള്ള തണ്ണി വരും. ചിലർക്ക് ബിരിയാണി കട, മുനിയാണ്ടി വിലാസ് ബിരിയാണി കട മുന്തി തമിഴ്നാട്ടിൽ ഇരുന്നത്. മുൻപ് തമിഴ്നാട്ടിൽ മുനിയാണ്ടി വിലാസ് ബിരിയാണി അടുത്ത് പോകുമ്പോ സ്കൂട്ടർ ഓട്ടോമാറ്റിക്കാ നിன்று വിടും. അവിടെ ചെല്ലുമ്പോൾ സ്കൂട്ടർ താനേ നിൽക്കും. ബിരിയാണി അടിക്കണം, ബിരിയാണി അടിക്കണം. എവ്വളോ സാപ്പിട്ട് താൻ വന്നിരിക്കണം, വയറ് നിറച്ച് കഴിച്ചിട്ടാ വരുന്നത്. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. தேவையில்லாமல் நீ சாப்பிடுவதும், ആവശ്യമില്ലാതെ കഴിക്കുന്നതും, தேவையில்லாமல் பொருட்களை வாங்குவதும், ആവശ്യമില്ലാത്ത സാധനങ്ങൾ தேவையில்லாமல் സ്കൂട്ടറെ മാറ്റുവതും, ആവശ്യമില്ലാതെ தேவையில்லாமல் കാറുകൾ മാറ്റുவது, കൂടെ ആവശ്യമില്ലാതെ എല്ലാം ചെയ്വത് ദേവനുടെ വസനത്തിന് മുന്നാകെ പാപം. ആവശ്യമില്ലാതെ ചെയ്യുന്ന എല്ലാം പാപമാണ്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. தேவைக்கு നീ വാങ്ങലാം, നിന്റെ ആവശ്യമാണെങ്കിൽ വാങ്ങാം. தேவையில்லையா, ആവശ്യമില്ലേ, ഉன்னுடைய ഇച്ഛയ്ക്ക് വാങ്ങാതെ. മോഹിച്ചാണോ വാങ്ങരുത്. എനിക്കൊരു പേന തേവ, എനിക്കൊരു പേന വേണം, വാങ്ങലാം. വാങ്ങാം. എനിക്കൊരു ടവൽ തേവ, ഒരു കർച്ചീഫ് വേണം, വാങ്ങലാം. വാങ്ങാം. എനിക്കൊരു കപ്പ് തേവ, എനിക്കൊരു കപ്പ് വേണം, വാങ്ങാം. എനിക്ക് 10 കപ്പുണ്ട്. 10 കപ്പുണ്ട്. അപ്പൊ ഈ കപ്പ് பார்த்த ഉടനെ உங்களுக்கு ആശ വരக்கூടാ. കണ്ടപ്പോൾ ഒരു ആശ തോന്നരുത്. தேவையில்லை, വേണ്ട, എനിക്ക് വേണ്ട சொல்லணும். എനിക്കത് വേണ്ട. അതാ പരിശുദ്ധം. ഇതാണ് വിശുദ്ധി. എത്ര പേർക്ക് அந்த പരിശുദ്ധം ഉണ്ട്? ഈ വിശുദ്ധി എത്ര എത്ര പേർ இந்த പരിശുദ്ധത്തെ വാഞ്ചിക്കുന്നു? വിശുദ്ധി ആഗ്രഹിക്കുന്നു. അപ്പടിപ്പെട്ട പരിശുദ്ധ കൂട്ടമാകുമ്പടി ദേവനെ വേർപിരിത്താർ. അങ്ങനെ ഒരു വിശുദ്ധ സംഘമാകുവാൻ ദൈവം നമ്മെ വേർതിരിച്ചു. നീ കടേസിയാക ഒടുവിലായി സ്വന്ത ജനം. സ്വന്തം ജനം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എന്നാ സ്വന്ത ജനം? എന്താണ് ഈ സ്വന്തം ജനം? അതൊരു വലിയ വിഷയം താൻ. ഒരു വലിയ വിഷയമാണ്. ഒരേ ഒരു വിഷയത്തെ ചൊല്ലി ഒരു മുടിക്കുക. കാര്യം പറഞ്ഞു തീർക്കാം. സ്വന്ത ജനം എന്ന് சொன்னால், സ്വന്തം ജനം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൽ ജീവിക്കുന്നവർ, വിശ്വാസത്തിൽ ജീവിക്കുന്നവർ. നാം ആരാനാലും എവ്വളവും പണം ഇരുന്നാലും വിശ്വാസത്തിൽ ജീവിക്ക പഴകണം. നമ്മൾ ആരായാലും എത്ര പണമുണ്ടായാലും വിശ്വാസത്തിൽ ജീവിക്കുവാൻ ശീലിക്കണം. ദരിദ്രത്തെ നാം പാതുകാക്കണം, ദാരിദ്ര്യം സൂക്ഷിക്കണം. എ.സി. തോമസ് അപ്പച്ചൻ ഡെയിലി രാത്രി 10 മണിക്ക് തന്റെ ബാഗിലുള്ളതെല്ലാം കാലി പണ്ണു. ഞാൻ താ കാലി പണ്ണുகிறேன். തന്റെ രാത്രിയിൽ ബാഗിലുള്ളതെല്ലാം ഒഴിക്കും. എടുത്ത് ഞാൻ സെൽഫിൽ വെപ്പ, എല്ലാം ഷെൽഫിൽ വെക്കും. പെട്ടിയിൽ ബാഗിലൊന്നും ഇരിക്കാം, ബാഗിലൊന്നുമില്ല. പിന്നെ 30 രൂപയ്ക്കാകെ 30 രൂപയ്ക്കായി 20 രൂപ ജമ്മിയക്കാവുക്ക് കിച്ചണിലേക്ക് ചെലവുക്ക് കൊടുക്കണം. കിച്ചണിൽ ജമ്മിയക്കയുടെ ചെലവിനായി 20 രൂപ. ഇത് 73 74 കഥ താൻ சொல்றேன். 73 74 ஐயா வந்து 50 രൂപ കൊടുപ്പാங்க. പാസ്റ്റർ സി ജോൺ 50 രൂപ കൊടുക്കും. അപ്പച്ചൻ ഇരുന്നാൽ 20 രൂപ. അപ്പച്ചനുണ്ടെങ്കിൽ 20 രൂപ. പിറകെ തനക്കൊരു ഫിയറ്റ് കാർ, ഒരു ഫിയറ്റ് കാർ, തന്റെ അംബാസഡർ കാർ താൻ ലാൻഡുക്കാകെ വിറ്റാർ.
അന്നത്തെ അംബാസഡർ വസ്തു വാങ്ങാനായി വിറ്റു. ഫിയറ്റ് കാർ. ഫിയറ്റ്. അത് 3 ലിറ്റർ പെട്രോൾ അടിക്കണം. അതിലൊരു ദിവസം 1 ലിറ്റർക്ക് 3 രൂപ 30 പൈസ. 1 ലിറ്ററിന് 3 രൂപ 30 പൈസ. 10 രൂപ കൊടുത്ത് 3 ലിറ്റർ പെട്രോൾ கிடைக்கும். 10 രൂപ കൊടുത്താൽ 3 ലിറ്റർ പെട്രോൾ. அப்படியே சேரில் உட்கார்ந்து கரங்களை இங்கே வானத்துக்கு நேராக விரித்து ஆண்டவரே எனக்கு 30 രൂപ വേണം 30 രൂപ വേണം 30 രൂപ വേണം சொல்லுவாங்க. ഇങ്ങനെ കൈകൾ ഉയർത്തി 30 രൂപ വേണമെന്ന് പ്രാർത്ഥിക്കും. ഞാൻ പോയി പിന്നാലെ പോയി കൈ പിടിക്കണം. ഞാൻ പുറകിൽ ചെന്ന കൈ താങ്ങി പിടിക്കണം. ഞാനോ നമ്പർ 1 തൂങ്ങും മുഞ്ചി. ഞാനാണെങ്കിൽ ഒരു ഉറക്കം തൂങ്ങി. அப்படியே தூங்கி വീഴും. ഞാൻ ഉറങ്ങി വീഴും. தூங்காதான் சொல்லும். ഉറങ്ങല്ലേ എന്ന് எனக்கு எப்படி தூங்காம இருக்க முடியும்? ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നത് காசு தான் ஷெல்ஃபில் இருக்கு. പച്ചാ കാശ് ഷെൽഫിൽ ഇല്ലേ? 30 രൂപ എടുക്കலாமே. 30 രൂപ അതിൽ നിന്ന് എടുത്താൽ പോരെ. കിടന്ന് അഴുത് പുലമ്പുറീங்க. ഇങ്ങനെ എന്തിനാ കാണിക്കുന്നത്? என்ன பேசினாலும் അതൊന്നും சொல்ல மாட்டாரு. ഞാൻ എന്ത് പറഞ്ഞാലും തകപ്പനും മകനുമോക മാറിവിട്ടു. ഒരു അപ്പനും മോനും പോലെയായി. ദേവനുക്ക് മയ്യ. ദൈവത്തിന് മഹത്വം. 30 രൂപ ഇറുക്കപ്പച്ച. 30 രൂപ അവിടെ ഉണ്ട്. ഞാൻ പേசுனே. എന്തിനാണ് ഇങ്ങനെ? എനിക്ക് പോയി തൂങ്ങണോ? എനിക്ക് പോയി കിടക്കണം. ഇവർ വിട മാട്ടാർ. അപ്പൊ അവർ சொன்னார். അപ്പോൾ താൻ പറഞ്ഞു. യാക്കോബ് 2-ാം അധികാരം 5-ാം വചനത്തെ சொன்னார். യാക്കോബ് 2:5. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവர்களായി ഇരിക്കുമ്പടി ഉലകത്തിൽ നാം ദരിദ്രരാக മാറ്റപ്പെട வேண்டும். നാം വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാകേണ്ടതിന് ലോകത്തിൽ ദരിദ്രരാകണം. നമ്മുടെ ദരിദ്രത്തെ നാം പാതുകാക്കണം. ദാരിദ്ര്യം സൂക്ഷിക്കണം. ദേവനുക്ക് മയ്യ. ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് വരുമാനങ്ങൾ ഇരിക്കലാം. വരുമാനങ്ങൾ ഒന്നും ഹൃദയത്തുക്കുള്ള വെക്കക്കൂടാ. അതൊന്നും ഹൃദയത്തിൽ വയ്ക്കരുത്. നീ ഒരു ദരിദ്രനാ. ഒന്നുമില്ലാത്ത ഇടത്തിൽ നീ വര வேண்டும். ഒന്നുമില്ലാത്തവനെ പോലെ ഉനക്ക് ബാങ്കിൽ പണം ഇருக்கு. ബാങ്കിൽ പണമുണ്ട്. ഉന്റെ വീട്ടിൽ പണമുണ്ട്. വീട്ടിൽ പണമുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം നീ മാറ്റണം. എല്ലാം മാറ്റണം. ഉന്റെ ഹൃദയത്തിൽ ഇരുന്ന് മാറ്റണം. ഹൃദയത്തിൽ നിന്ന് ഒഴിക്കണം. 62-ാം സംഗീതം 10-ാം വചനത്തെ വാസിക്കുമ്പോൾ 62-ാം സങ്കീർത്തനം 10-ാം വാക്യം ദാവീദ് രാജ സാലോമോനുക്ക് കടേസിയാക ചൊല്ലിക്കൊടുത്ത ബുദ്ധിമതി. ദാവീദ് രാജാവ് ശലോമോന് അവസാനം നൽകിയ ബുദ്ധിമതി. നീ നിന്റെ ഐശ്വര്യവാനാക മാറിനാലും 62:10 പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങി പോകരുത്. കൊടുമയെ നമ്പാതിരുങ്ങൾ. ഐശ്വര്യം വൃദ്ധിയാനാൽ ഹൃദയത്തെ അതിന്മേൽ വയ്ക്കാതെ. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. കേളുങ്ക, നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും, പെരുകും. സമ്പത്ത് വർദ്ധിക്കും. கையின் பிரயாசத்தை தேவன் ஆசீர்வதிப்பார். கையோட அத்வானத்தை தேவன் ஆனா உங்க நம்பிக்கை அந்த பணத்தின் மேல், அந்த சொத்தின் மேல், அந்த பொருட்களின் மேல், அந்த வேலையின் மேல், உத்தியோகத்தின் மேல் வைக்காதே. നിന്റെ ആശ്രയം പണത്തിലോ സമ്പത്തിലോ വേലയിലോ നിന്റെ തൊഴിലിലോ വയ്ക്കരുത്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. தேவனுடையவர்களாக மாற வேண்டுமானால் விசுவாசத்தில் ஜீவிக்க நாம் பழகணும். ദൈവത്തിന്റേതായി തീരണമെങ്കിൽ വിശ്വാസത്തിൽ ജീവിക്കുവാൻ ശീലിക്കണം. അപ്പുറപ്പെടുത്ത வேண்டும். എല്ലാം നീ മാറ്റി വയ്ക്കണം. യാക്കോബ് എല്ലാവറ്റെയും അപ്പുറപ്പെടുത്തിയത് പോലെ. യാക്കോബ് എല്ലാം അക്കരെ കടത്തിയതുപോലെ നീ എല്ലാം അക്കരെ കടത്തി. ശുദ്ധനായ പാസ്റ്റർ തോമസ് 30 രൂപയ്ക്കാക മുഴു രാത്രിയും ജപിപ്പാൻ. 30 രൂപയ്ക്കായി രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും. പല വിഷയങ്ങൾക്കും ജപിപ്പാൻ. പല കാര്യങ്ങൾക്ക് വേണ്ടിയും കൂടെ മഹിമ. ദൈവത്തിന് മഹത്വം. തന്റെ ദരിദ്രത്തെ പാതുകാത്ത. ദാരിദ്ര്യം സൂക്ഷിച്ചു. ദരിദ്രത്തെ പാതുകാക്കുന്നത് താൻ ദേവനുടയവർകൾ. ദാരിദ്ര്യം സൂക്ഷിക്കുന്നവരാണ് ദൈവത്തിന്റെ ജനം. നാം വേർപെട്ട് ജീവിക്കാം. ഉന്നുടെ കണ്ണ്, നിന്റെ കണ്ണ്, ഉന്നുടെ മനസ്സ്, നീ എന്റെ പൊക്കിഷത്തെ വിട്ട് വിലക്ക வேண்டும். നീ ആ സമ്പത്തിനെ വിട്ട് ചിലരുടെ പിള്ളകളിൻ മേൽ നമ്പിക്കை. ചിലർ മക്കളിൽ ആശ്രയിക്കുന്നു. പയ്യൻ അമേരിക്കാവുക്ക് പോയിരിக்கிறான். എന്റെ മകൻ അമേരിക്കയിൽ പോയിട്ടുണ്ട്. മകൾ ദുബായിൽ இருக்கிறான். എന്റെ മകൾ ദുബായിലുണ്ട്. അവൻ നിശ്ചയമായി എനിക്ക് സമ്പാദിപ്പാൻ. തീർച്ചയായും എനിക്ക് സമ്പാദിച്ചു തരും. അവൻ മൂലமாக ഞാൻ വീട് കെട്ടുവേൻ. അവനെ കൊണ്ട് ഞാൻ വീട് അവൻ കെട്ടും. മൂലமாக എനിക്ക് ഒരു ഐശ്വര്യം ഉണ്ടാകും. അവനെ വെച്ചോണ്ട് എനിക്ക് സമ്പത്ത് വർദ്ധിക്കും. നീ അവൻ മേൽ നമ്പിക്കை வைக்காதே. അവനിൽ ആശ്രയിക്കരുത്. മനുഷ്യരിൻ മേൽ നമ്പിക്കை வைக்கிறവൻ ശപിക്കപ്പെട്ടവൻ. മനുഷ്യരിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. നാം ദേവനുടയവർകൾ. നാം ദൈവത്തിന്റെ. അതുകൊണ്ട് വിശ്വാസത്തിൽ ജീവിക്ക പഴകണം. വിശ്വാസത്തിൽ ജീവിക്കുവാൻ ജീവിക്കുമ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ എല്ലാ തേവകളും ദേവൻ സന്ധിക്കും. ആവശ്യങ്ങൾ ദൈവം നിറവേറ്റും. ഇപ്പൊ നീ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ അരിസി ഉണ്ട്, അരിയുണ്ട്, ഉനക്ക് പ്രൊവിഷൻസ് ഉണ്ട്, പലചരക്കുണ്ട്. എന്തൊക്കെയാവത് അമ്മമാരെ നിങ്ങൾ പ്രൊവിഷൻസുക്കാക ജപിച്ചതുണ്ട്? സഹോദരിമാരെ നിങ്ങൾ പലചരക്ക് സാധനത്തിനായി പ്രാർത്ഥിക്കാറുണ്ടോ? മാസ ശമ്പളം വരുമ്പോൾ ലിസ്റ്റ് എഴുതി കൊടുക്കും പുരുഷന്റെ കയ്യിൽ. ശമ്പളം കിട്ടാറാകുമ്പോൾ ഭർത്താവിന്റെ കയ്യിൽ ലിസ്റ്റ് എഴുതി കൊടുക്കുമോ? ഞങ്ങളുടെ സഹോദരിമാർ എഴുതി കൊടുക്കും 3-ാം തീയതി ആകുമ്പോൾ വലിയ ഒരു ലിസ്റ്റ്. ഞങ്ങളുടെ സഹോദരിമാരും അങ്ങനെയാണ്. 3-ാം തീയതി ഒരു വലിയ ലിസ്റ്റുമായിട്ട് വരും. ദേവനുക്ക് മഹിമേ. എല്ലാവരെയും അപ്പുറപ്പെടുത്തണം. ഇതെല്ലാം അക്കരെ കടത്തുക. ഞാൻ ചെയ്യുകേൻ. ഞാനിപ്പോഴും അങ്ങനെ എന്റെ കയ്യിൽ പണമുണ്ട്. എന്റെ കയ്യിൽ പണമുണ്ട്. ഞാനും വിശ്വാസത്തിലെ ഞാൻ വിശ്വാസം വെളിയെ പോകുമ്പോൾ ഒന്നും പോകുമ്പോൾ ഒന്നും എടുക്കാതെ പോകും. ദേവനുക്ക് മഹിമേ. ഡ്രൈവർ ചൊല്ലുവാർ പെട്രോൾക്ക് കാശ് എടുക്കണമെങ്കിൽ അത് പാക്കണം. നീ പോ. ഡ്രൈവർ പറയും ഡീസലിന് പണം വേണം, പിന്നെ നോക്കാമെന്ന് ഞാൻ പറയും.
നാം ജപിച്ചിട്ടേ പോവേ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. எனக்கு டீசல் அடிக்கணும், കർത്താവേ ഡീസൽ അടിക്കണം, காசு വേണം. அப்படி இருக்கும்போது ஒரு விசுவாசி ரோட்ல கை காட்டுவான். അപ്പോൾ ഒരാൾ വഴിയിൽ നിന്ന് കൈ കാണിക്കും. Praise the Lord. പാസ്റ്റർ സ്തോത്രം. நிப்பாட்ற வண்டி நிப்பாட்றான் പറയും. Praise the Lord brother. സ്തോത്രം. எங்க പോறீங்க? എവിടെ പോകുന്നു? நான் இந்த வர போயிட்டு ഇന്ന வரேன். സ്ഥലം വരെ. நீங்க எங்க போறீங்க? നിങ്ങൾ എവിടെ പോകുന്നു? பாஸ்டர் ஒரு விஷயத்துக்கு ஜெபிக்கணும். ഒരു കാര്യത്തിനായി പ്രാർത്ഥിക്കണം. காலை ஜெபிச்சாச்சு. இயேசுவின் நாமத்தில் இப்போ சொன்னேன் பேல்ஸ் திறக்கறேன் 2000 രൂപ എടുത്ത് കൊടുக்கறேன். 2000 രൂപ എടുത്ത് തരും. உடனே பெட்ரோல் பங்குக்கு போவேன். ഉടനെ പെട്രോൾ അടിക്കാം. உடனே பெட்ரோல் அடிக்கும். டீசல் அடிக்கும். தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ദരിദ്രത്തെ പാതുകാക്കണം. ദാരിദ്ര്യം സൂക്ഷിക്കണം. എത്ര പേർ ദരിദ്രത്തെ പാതുകാക്ക ആയുധമായി இருக்கிறார்கள்? ദാരിദ്ര്യം സൂക്ഷിക്കാൻ എത്ര പേർ ഇരിക്കും? தேவனுடையவர்கள் தங்களுடைய தரித்திரத்தை பாதுகாத்து ஜீவிப்பார்கள். ദൈവത്തിനുള്ളവർ തങ്ങളുടെ ദാരിദ്ര്യം സൂക്ഷിച്ച് ജീവിക്കും. 1 കൊരിന്ത്യർ 6 അധികാരം 10 വചനത്തെ വാസിക്കുമ്പോൾ 1 കൊരിന്ത്യർ 6 ഞങ്ങൾ ദരിദ്രരാനാലും എല്ലാവരെയും ഞങ്ങൾ ഐശ്വര്യവാന്കളാக മാറ്റും. ഞങ്ങൾ ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ. നമ്മുടെ ഊഴിയർക്ക് ഞങ്ങൾക്ക് ഒന്നുമില്ല. വേലക്കാരായ ഞങ്ങൾക്കൊന്നുമില്ല. എല്ലാവർക്കും മധ്യാഹ്ന സാപ്പാടുണ്ട്. എല്ലാവർക്കും കൂടെ ഉച്ചഭക്ഷണമുണ്ട്. ആൾക്കാർ സാപ്പാട് കൊടുത്താങ്ക. നമ്മൾ ഒരു ഓഫറിംഗ് എടുക്കുന്നതില്ല. ഞങ്ങൾ കാണിക്ക പിരിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം തിരിയും. നിങ്ങൾക്കറിയാം നാം ഇന്നും വിശ്വാസത്തിൽ ജീവിക്കണം. വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. ദേവനുടേവർകളാകും പഠിക്കും. നാം ദൈവത്തിനുള്ളവരാകേണ്ടതിന് ദൈവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതിനാൽ നമ്മളെ സ്പോൺസർ ഒന്നും ഇപ്പൊ വാങ്ങുന്നില്ല. സ്പോൺസർഷിപ്പ് ഒന്നുമില്ല. ഞാൻ ഇറച്ചി വാങ്ങിത്തരേ, ഞാൻ ഇറച്ചി വാങ്ങി, ഞാൻ അരിசி വാങ്ങിത്തരേ, ഞാൻ അരി വാങ്ങി, ഞാൻ പരിപ്പ് വാങ്ങിത്തരേ. നീ ഒന്നുമേ വാങ്ങിത്തര വേണ്ട. ഒന്നും വാങ്ങിച്ചു തരണ്ട. ദേവനാമത്തിൽ ഏതാവത് ഉനക്ക് ചെയ്യறதுக்கு മനതിരുന്ന அந்த കാശ് மட்டும் കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആ പൈസ തന്നിട്ട് വയ്ക്കോ. വാങ്ങുന്നതെല്ലാം ഞാൻ, വാങ്ങുന്നതെല്ലാം ഞാൻ. ഉപ്പ് അരിசி വാങ്ങി തരും. നീ ഏറ്റവും മോശമായ അരി കൊണ്ടുവരും. ഓരോരുത്തർ അപ്പടിത്തെ വെജിറ്റബിൾ വാങ്ങി തരത്തോടെ എല്ലാം മോശமான വെജിറ്റബിൾ വാങ്ങി. പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടു എല്ലാം വെച്ച കത്തി ഇറങ്ങുறதிല്ല. കത്തി ഇറങ്ങി. എല്ലാരും എന്നെ തിട്ടുവാങ്ക. എല്ലാരും എന്നെ எம்டிக்கு புத்தி இருக்காங்க. ഇദ്ദേഹത്തിന് വിവരമുണ്ടോ? என்ன பாஸ் அவங்க கிச்சன்ல சொல்றாங்க உங்களுக்கு புத்தி இருக்காங்க. താങ്കൾക്ക് വിവരമുണ്ടോ എന്ന് ചോദിക്കുന്നു. என்னப்பா எனக்கு புத்தி இல்லையா? എനിക്ക് വിവരമില്ല. இல்ல பாஸ் நான் சும்மா தான் വെറുതെ പറഞ്ഞത്. என்ன விஷயம்? എന്താ കാര്യം? വെജിറ്റബിൾ കത്തി വെച്ച ഇറങ്ങുறதிല്ല, കാഞ്ഞു പോச்சு. അത് മുറിയുന്നില്ല, ഉണങ്ങിപ്പോയി. അതോടെ ഞാൻ സ്പോൺസർ എല്ലാം നിപ്പാട്ടിട്ടേ. സ്പോൺസർഷിപ്പ് ഒക്കെ അടുത്ത മതിയാക്കി. വർഷം சொன்னேன் നോ സ്പോൺസർ. ദേവനാമ നിമിത്തം ഏതാവത് ഉദവി ചെയ്യ മനതിരുന്നാൽ പണமாக കൊടുത്തു കൊള്ളുങ്ക. ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ പണം കൊണ്ട് തരിക. വെജിറ്റബിൾ ഞാൻ വാങ്ങുവേൻ. പച്ചക്കറി ഞാൻ വാങ്ങിക്കാം. അരിசி ഞാൻ വാങ്ങുവേൻ. അരിയും ഞാൻ വാങ്ങിച്ചോളാം. മറ്റു എല്ലാ പൊരുളും ഞാൻ വാങ്ങുവേൻ. സാധനങ്ങൾ ഞാൻ വാങ്ങിക്കാം. കടകളെല്ലാം എനിക്ക് தெரியும். കടകളൊക്കെ എനിക്കറിയാം. അടുത്ത വർഷം വെജിറ്റബിൾ വാങ്ങി കൊടുത്തേ. അടുത്ത കൊല്ലം പച്ചക്കറി ഇപ്പം കേട്ട എനിക്ക് ബുദ്ധി ഇരിക്കാന്ന് കേട്ടേ. എനിക്ക് വിവരം ഉണ്ടോ? ഇപ്പൊ കത്തി വെച്ച കത്തി വെക്കുന്നതിന് മുമ്പ് ഇറങ്ങി പോകുന്നത്. കത്തി വെക്കുന്നതിന് മുമ്പ് ഇറങ്ങി കാഞ്ഞു പോകവില്ലേ, കാഞ്ഞു പോകില്ല. ദേവനുക്ക് മഹിമേ. കാഞ്ഞു പോകാത്ത വെജിറ്റബിൾ, കാഞ്ഞു പോകാത്ത വെണ്ടയ്ക്ക് ദേവനുടേവர்களாகும்படிக்கு സ്പോൺസറും ചെയ്യക്കൂടാ. ദൈവത്തിനുള്ളവരാകേണ്ടതിന് വിശ്വാസത്തിൽ ജീവിക്കപ്പെടണം. ഊഴിയക്കാർ വിശ്വാസത്തിൽ ജീവിക്കുന്നത് പോലെ കെട്ടിട വേലകൾക്ക് എതുക്കും ഞങ്ങൾ ഇപ്പോൾ ഒന്നും പണത്തുക്കാക ജപിക്കുന്നതേ ഇല്ല. ഞങ്ങളുടെ പണികൾക്കായി പണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ഞങ്ങൾ സ്തോത്രം ചെയ്യുവതുണ്ട്. സ്തോത്രം ചെയ്യാറുണ്ട്. വിശ്വാസികൾക്കും தெரியாது. വിശ്വാസികൾക്ക് അറിയില്ല. ദേവൻ സ്തോത്രത്തിൽ വീട്ടിരുന്ന് എല്ലാവற்றைയും നിറവേറ്റുവാൻ. സ്തോത്രത്തിൽ അധിവസിക്കുന്ന ദൈവം എല്ലാം അതിനാൽ ദേവനുടേവர்களாகும்படி നാം വിശ്വാസത്തിൽ ജീവിക്കാം. ദൈവത്തിനുള്ളവരാകുവാൻ വിശ്വാസത്തിൽ ജീവിക്കാം. ഇതാണ് വേർപാട് ജീവിതത്തിന്റെ മുഖ്യം. ഇതാണ് വേർപാട് ജീവിതത്തിന്റെ പ്രസക്തി. ഇനി അടുത്ത എതിലിരുന്ന് വേർപെട്ട് ജീവിക്കണം. എതിൽ നിന്ന് വേർപെടണം. അടുത്ത വേർപാട് ജീവിതത്തിന് ആശീർവാദങ്ങൾ, വേർപാട് ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ, വേറെ വേറെ വിഷയങ്ങൾ ഞാൻ മുടിക്ക പോറേൻ തീർക്കാൻ പോകും. ഇപ്പൊ നിങ്ങൾ വേർപാട് ജീവിതത്തിൽ എത്ര പേർ ജീവിക്ക പോറേ? വേർപാട് ജീവിതത്തിൽ നിലനിൽക്കും. എല്ലാ പകുതിയിലും ജീവിപ്പോമാ. എല്ലാ വിധത്തിലും ജീവിക്കാം. മനസ്സിൽ വേർപാട് ജീവിതം, മനസ്സിൽ വേർപാട് ജീവിതം, പാപത്തെ വിട്ട് വിലകുവാൻ, വിട്ട് വേർപെടാം. വിശ്വാസത്തിൽ ജീവിക്കാം. ശമ്പളത്തെ നമ്പാതെ, ശമ്പളത്തിൽ ആരെയും നമ്പാതെ, യേശുവെ നമ്പി യേശു കൈവിട കൈവിടില്ല. ദേവനുടേവர்களாகும்படி ദൈവത്തിനുള്ളവരാകേണ്ടതിന് വിശ്വാസത്തിൽ വിശ്വാസത്തിൽ ജീവിക്കാം. കണ്ണുകളെ മൂടുക. അടയ്ക്കാം. ദൈവസഭ എല്ലാവരും கொஞ்ச നേരം എഴുമ്പി ഒന്ന് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. 5 നിമിഷം, 5 മിനിറ്റ് இந்த വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടമുറയിൽ കൊണ്ടുവരുമ്പടിയാക ഈ വചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഒരു അഭിഷേകത്തെ പെറ്റുകൊള്ളുക. അഭിഷേകം പ്രാപിക്കാം. ആരും എളുമ്പി പോകാതിരുകൾ. ആരും ഇപ്പോൾ പോകേണ്ട. കടേശ് നേരത്തിൽ ഒരു ആശീർവാദം. നമ്മുടെ യോഗത്തിന്റെ അവസാന സമയം ഒരു അനുഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ശീഘ്രமாக വാങ്ങ. പോകുന്നവർ പെട്ടെന്ന് തിരിച്ചു വരിക. ഒരു അഭിഷേകത്തെ പെറ്റുകൊള്ളുക. പ്രാപിക്കാം. എത്ര പേർ വാഞ്ചിக்கிறீர்கள்? എത്ര പേർ ആഗ്രഹിക്കുന്നു? എഴുത്തിൻപടി അവர்கள் എഴുത്തിൻപടി വേർപെട്ട് ജീവിത്താர்கள். അവർ അക്ഷരീകമായി വേർപെട്ട് ജീവിച്ചു. എന്നാൽ നാം ആവിക്കുரிய വിധത്തിൽ വേർപെട്ട്
വേർപെട്ട് ജീവിക്ക വേണ്ട. ആത്മീയമായി വേർപെട്ട് ജീവിക്കാം. നാമേ അവരുടെ സമ്പത്ത്, അവന്റെ സമ്പത്ത്, നാമേ പുതിയ യെരൂശലേം സിയോൻ, പുതിയ യെരൂശലേം, നാമേ അവരുടെ ആസാരിയ കൂട്ടം, രാജകീയ പുരോഹിതൻ, നാമേ പരിശുദ്ധ ജാതി, വിശുദ്ധ ജനം, നാമേ അവരുടേവர்கள், இப்படிப்பட்டதான வசனத்தின்படி ஜீவிக்க தேவன் நமக்கு வல்லமையின் அபிஷேகத்தை தருவார். ശക്തിയുള്ള അഭിഷേകം തരുവാൻ നമ്മെ താഴ്ത്തി നമ്മെ ശുദ്ധീകരിച്ച് ദൈവകരത്തിൽ നമ്മെ ഒപ്പடைப்போமாக. താഴ്ത്തി ശുദ്ധീകരിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്ന് മുതൽ നിങ്ങളും വേർപെട്ട് ജീവിക്ക പോകുகிறீர்கள். ഇന്ന് മുതൽ നിങ്ങൾ വേർപെട്ട് ജീവിക്കും. അത് കല്യാണമാനാലും ശരി, വിവാഹമായാലും കൊള്ളാം, എന്നവാനാലും ശരി, മറ്റെന്തായാലും കൊള്ളാം. എന്റെ യേശുവുക്കാக എന്റെ ദേവനുക്കാக വസനத்துக்காக ഞാൻ ഒരു വേർപെട്ട് ജീവിക്ക പോകുகிறேன். എന്റെ ദൈവത്തിനായി യേശുവിനായി വചനപ്രകാരം ഞാൻ വേർപെട്ട് ജീവിക്കും. എന്റെ യേശുവുക്കാக ജീവിക്ക പോறேன். ഞാൻ എന്റെ യേശുവിനായി തീരുമാനം തീരുമാനിക്കുന്നു. അവർ മേൽ ഒരു വല്ലമീൻ അഭിഷേകത്തിനാൽ ദേവൻ ഊറ്റ പോകുகிறார். അവരുടെ മേൽ ദൈവ ഒരു ശക്തിയുള്ള അഭിഷേകത്തെ പകരും. അഭിഷേകം ഉന്മേൽ ഇറങ്ങ പോകുகிறது. ഇറങ്ങും. ഉന്റെ മനസ്സിൽ അഭിഷേകം ഇറങ്ങട്ടെ. മനസ്സിൽ അഭിഷേകം ഇറങ്ങട്ടെ. എനിക്കൊരു അഭിഷേകം താരുമെന്ന് കേളുங்க. എനിക്കൊരു അഭിഷേകം തരണമെന്ന് ചോദിക്കും. വായി തുറന്ന് കേളുங்க. വായി തുറന്ന് ചോദിക്കാം. അഭിഷേകത്തിനാൽ ദേവൻ നമ്മെ നിറപ്പെട്ട, അഭിഷേകത്താൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ജീവിപ്പമാക അങ്ങനെ ജീവിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. റിബില ബല ദിറൈദ ബല ചടല മനദല. ഹല്ലേലൂയ. ഒരു പാട്ട് ത്യാഗവും